എല്ലാവർക്കും ഗുഡ് ഈവനിങ്. ഓക്കെ, എല്ലാവരും ഉഷാറാണെങ്കിൽ ഒന്ന് കൈവശം കാണിച്ചേ. ഓക്കെ ഓക്കെ, അക്കൗണ്ടൻസി ക്വസ്റ്റ്യൻ പേപ്പർ ഞാൻ കണ്ടിരുന്നു. കുറച്ച് ഡിഫിക്കൽട്ട് പേപ്പർ ആയിരുന്നു. ആദ്യമായിട്ടാണ് ഇങ്ങനെ ടഫായിട്ട് വരുന്ന പേപ്പർ. ടീച്ചേഴ്സൊക്കെ പറഞ്ഞിട്ടുണ്ടാവില്ലേ, സ്കൂളിലെ ടീച്ചേഴ്സൊക്കെ പറഞ്ഞു, ഒന്ന് കൈവശം കാണിച്ച് നോക്കട്ടെ. ഓക്കെ, അതായത് ആദ്യമായിട്ട് വരുന്ന ഒരു ടൈപ്പ് ക്വസ്റ്റ്യൻ പേപ്പർ ആണത്. കാരണം ചില ഏറ്റവും ഉള്ളിൽ നിന്ന് അക്കൗണ്ടിങ് ഡെഫിനിഷൻ വന്നല്ലേ, ആദ്യമായിട്ട് വന്നല്ലേ. നിങ്ങൾ പറഞ്ഞ അക്കൗണ്ടിങ് ഡെഫിനിഷൻ ഇതുവരെയും ചോദിക്കാറില്ല, ചിലപ്പോൾ ചോദിച്ചേക്കാം. വന്നില്ല അക്കൗണ്ടിങ് ഡെഫിനിഷൻ എഴുതിയില്ല എല്ലാവരും? യെസ്, അത് ആദ്യമായിട്ടാണ് വരുന്നത് ക്വസ്റ്റ്യൻ പേപ്പറിൽ. യെസ്, അക്കൗണ്ടിങ് ഡെഫിനിഷൻ. ഓക്കെ, അപ്പൊ അതുകൂടാണ്ട് നമുക്കറിയാം ക്യാഷ് ബുക്ക് ആയിക്കോട്ടെ, അത് വലിയ കുഴപ്പമില്ല. പക്ഷെ കുറച്ച് ഡിഫിക്കൽട്ട് ആയിരുന്നു. ബാങ്ക് റീകൺസിലേഷൻ ഓവർ ഡ്രാഫ്റ്റ് ആയിരുന്നല്ലേ വന്നിരുന്നത്, അതുണ്ടായിരുന്നു. നിങ്ങൾക്ക് അറിയാലോ ചെയ്യാനായിട്ട്. റെക്ടിഫിക്കേഷൻ ആയിക്കോട്ടെ, അതുപോലെ തന്നെ പറഞ്ഞ ട്രയൽ ബാലൻസ് ഒക്കെ സിമ്പിൾ ആയിരുന്നില്ല, ടാലി ആക്കിയില്ലേ. യെസ്, അതായത് 1 മാർക്കിന്റെ ക്വസ്റ്റ്യൻസ് കുറച്ച് ബുദ്ധിമുട്ടായിട്ടാണ് എനിക്ക് തോന്നിയത്. 1 മാർക്കിന്റെ ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് അത്രയധികം കാലിബർ ഇല്ലല്ലോ അത് വായിച്ച് മനസ്സിലാക്കാൻ. സോ 1 മാർക്കിന്റെ ക്വസ്റ്റ്യൻ കുറച്ച് ഡിഫിക്കൽട്ട് ആയിരുന്നു. പക്ഷെ തിയറിയൊക്കെ, ബാക്കിയൊക്കെ തിയറിയൊക്കെ GSTയുടെ അഡ്വാൻറ്റേജസ് ഇതൊക്കെ എഴുതിയിട്ടുണ്ടാവില്ലേ നിങ്ങൾ? എഴുതിയിട്ടില്ലേ? എന്ന് കൈവശം കാണിച്ച്. ക്യാഷ് ബേസിസ്, അക്രൂവൽ ബേസിസ് ഒക്കെ വന്നിട്ടുണ്ടല്ലോ. 1 മാർക്ക് കുറച്ച് ഡിഫിക്കൽട്ട് ആയിരുന്നു. പോട്ടെ, എന്തായാലും നമുക്ക് നാളെ എക്കണോമിക്സിന്റെ പരീക്ഷയാണ്. നമുക്ക് കഴിഞ്ഞു, ഇനി അതിനെക്കുറിച്ച് ചിന്തിക്കേണ്ട. നാളത്തെ എക്സാമിന് വേണ്ടി നന്നായിട്ട് പ്രിപ്പയർ ചെയ്യുക. അപ്പോൾ നമ്മൾ സ്റ്റാറ്റിസ്റ്റിക്സിലെ 5ാമത്തെ ചാപ്റ്ററിലെ മീൻ മീഡിയം മോഡ് നമുക്ക് ആദ്യം ഡിസ്കസ് ചെയ്യാം. കാരണം 8 മാർക്കിന് ഉറപ്പായിട്ടും അതിൽ നിന്ന് ആ ക്വസ്റ്റ്യൻ ഉണ്ടായിരിക്കും. ഓക്കെ അല്ലേ? ചിലപ്പോൾ അത് വന്നില്ലെങ്കിൽ ഉജ്ജീവ് വരാം കേട്ടോ. അപ്പോൾ അതുകൊണ്ട് 8 മാർക്കിന് നന്നായിട്ട് സ്റ്റാർട്ട് ചെയ്ത ഒരു ക്വസ്റ്റ്യൻ ഉറപ്പായിട്ടും വരും കേട്ടോ. നിങ്ങൾക്ക് ഭാഗ്യം ഉണ്ടെങ്കിൽ, ഭാഗ്യം ഇല്ലെന്ന് എനിക്ക് തോന്നുന്നത്. കാരണം ഇന്നത്തെ എക്സാം ടഫ് ആയിരുന്നു അല്ലേ. ഇന്നത്തെ കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു. പക്ഷെ എക്കണോമിക്സ് ആയതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഈസി ആയിരിക്കും. കാരണം എന്താ പറയുക, അത് ഹ്യൂമാനിറ്റീസുകാർക്കും കൊമേഴ്സുകാർക്കും സെയിം ക്വസ്റ്റ്യൻ പേപ്പർ ആണ്. സോ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ആ ഒരു ലെവൽ ക്വസ്റ്റ്യൻ പേപ്പർ ആയിരിക്കും. കാരണം 2 കൂട്ടരന്മാർ ഒരുപാട് കുട്ടികളില്ലേ. സോ ആ ഒരു ലെവൽ ഓഫ് ക്വസ്റ്റ്യൻ പേപ്പർ ആയിരിക്കും. അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യേണ്ട, അത്ര ഡിഫിക്കൽട്ട് ആണെന്ന് നിങ്ങൾ പ്രതീക്ഷിക്കേണ്ട. എക്കണോമിക്സ് ഈസി ആയിരിക്കും കേട്ടോ. അപ്പോൾ സ്റ്റാറ്റിസ്റ്റിക്സിലെ മീൻ മീഡിയൻ മോഡ് നമുക്ക് ആദ്യം നോക്കാം. അതിനുശേഷം ഫസ്റ്റ് ചാപ്റ്റർ നോക്കാം. ബാക്കി നമുക്ക് എന്ത് ചെയ്യാം പിന്നെ ഞാൻ പറയാം. ഓക്കെ, അപ്പോൾ അത് നമുക്ക് മീൻ മീഡിയൻ മോഡ് ചെയ്താലോ? യെസ്, കാൽക്കുലേറ്റ് മീൻ മീഡിയൻ ആൻഡ് മോഡ്. യെസ്, മീനും മീഡിയനും മോഡ് നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാം നമുക്ക് നോക്കാം. എന്താണ്? അതിൽ ജേക്കപ്പേ പറഞ്ഞുതരാം. അതിൽ ജേക്കപ്പല്ലേ ഇന്നലെ വരെ കുറച്ചൊരു മനസ്സിലാവുന്നു. എവിടെ അവൻ? നിനക്ക് എങ്ങനെയുണ്ടായിരുന്നു പരീക്ഷ? ഇന്ത്യൻ ഇക്കോണമി ഇപ്പോൾ വരൂടാ. അവനെ സ്ട്രാറ്റജി എല്ലാം അറിയാം അല്ലേ ജേക്കപ്പേ? ഇനി നിനക്ക് ഇന്ത്യൻ ഇക്കോണമിക്ക് കിട്ടിയാൽ മതി അല്ലേ? അതിലെ ആണോ? അൺമ്യൂട്ട് ചെയ്തേ. സ്ട്രാറ്റജി അറിയോ ഒരുവിധം? ഇന്ത്യൻ ഇക്കോണമി അങ്ങനെ അധികം പഠിച്ചിട്ടില്ല എന്നാണോ? ഓക്കെ, അത് 7:15 സാറ് വരും കേട്ടോ. ജിഷ്ണു സാറ് പറഞ്ഞു തരും കേട്ടോ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ്. ഓക്കേടാ. ഓക്കെ മക്കളെ നോക്കുക, നമ്മുടെ 80 മാർക്കിന്റെ എനിക്ക് തോന്നുന്നത് 80 മാർക്കിന്റെ അക്കൗണ്ടൻസി വലിയ കുഴപ്പമുണ്ടായിരുന്നില്ല, എളുപ്പമായിരുന്നു അല്ലേ? യെസ്, ഇപ്പൊ വേജസ് ഉണ്ട്, നമ്പർ ഓഫ് വർക്കേഴ്സ് ഉണ്ട്. നമുക്ക് മീൻ ആദ്യം കണ്ടുപിടിക്കാം. മക്കളെ മീൻ ഇത് ഏത് സീരീസ് ആണ്? കണ്ടിന്യൂസ് സീരീസ് ആണ്. ക്ലാസ് ആയിട്ടുള്ള നിങ്ങളുടെ 0 to 10, 10 to 20 അങ്ങനെ തന്നാൽ അത് ക്ലാസ് ആണ്. ക്ലാസ് വന്നാൽ മീൻ കാണാനുള്ള ഇക്വേഷൻ എന്താ? ആരെ വിളിക്കാം? മീൻ ഇസിക്കൽ ടു മീൻ കാണാൻ അരിത്തമെറ്റിക് മീൻ കാണാനുള്ള ഇക്വേഷൻ എന്താ? ആരെ വിളിക്കാം? അഭിനവ് അറിയോ? ഇവിടെ മീൻ കാണാനുള്ള ഇക്വേഷൻ അറിയോ മോനെ? കണ്ടിന്യൂസ് സീരീസിലെ മീൻ കാണാനുള്ള ഇക്വേഷൻ എന്താ മോനെ? അറിഞ്ഞൂടാ. സിഗ്മ FM ബൈ സിഗ്മ F ആണ് കേട്ടോ മക്കളെ. ഇക്വേഷൻ അറിയാത്തവരുണ്ടെങ്കിൽ എഴുതിയെടുക്കുക. അപ്പൊ നമുക്ക് ആദ്യം ഈ തന്നിട്ടുള്ള കോളമില്ലേ ഇതിന്റെ മിഡ് പോയിന്റ് കാണാം. M കണ്ടുപിടിക്കാം കേട്ടോ. M എന്നാണ് പറയാം മിഡ് പോയിന്റ് ആദ്യം കണ്ടുപിടിക്കാം. ഓക്കെ, യെസ്, മിഡ് പോയിന്റ് നമുക്ക് ആദ്യം ആരെ വിളിക്കാം മിഡ് പോയിന്റ് കാണാനായിട്ട്? ദേവിക എന്ന് പറയുന്നത് 0 to 10 നടുക്കത്തെ വാല്യൂ എത്രയാ? 0 to 10 മിഡ് പോയിന്റ് എത്രയാടാ? 5. 10 to 20 15, 25, 35, 45. യെസ്, അപ്പൊ M കിട്ടി നമുക്ക്. സെക്കൻഡ് കോളമാണ് മക്കൾ എപ്പോഴും നമ്മൾ F ആയിട്ട് എടുക്കണം. സെക്കൻഡ് കോളം എപ്പോഴും F ആയിട്ട് എടുക്കണം. Fനെ M വെച്ച് ഇൻഡു ചെയ്യാം. നമുക്ക് എന്ത് കിട്ടും? തേർഡ് കോളം കിട്ടും, FM. ഓക്കെ അല്ലേ? അപ്പൊ ആദ്യം ആരെ വിളിക്കാം? 7 into 5. ആലിയ പറഞ്ഞ 7 into 5 ഒന്ന് വേഗം മൾട്ടിപ്ലൈ ചെയ്ത് പറയണ കാൽക്കുലേറ്ററിൽ. 7 into 5 35. നെക്സ്റ്റ് 15 into 10 150 അല്ലേ? 25 into 15 375. 35 into 11 385. 45 into 7 350 ആണോ?
315. ഓക്കെ യെസ് മക്കളെ, ഇനി എഫ് എമ്മിന്റെ ടോട്ടൽ. സിഗ്മ എന്ന് പറഞ്ഞാൽ ടോട്ടൽ എന്ന് അർത്ഥം അല്ലേ? സിഗ്മ എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ടോട്ടൽ എന്നാണ് അർത്ഥം. സോ എഫ് എമ്മിന്റെ ടോട്ടൽ കാണാം. എഫ് എമ്മിന്റെ ടോട്ടൽ എത്രയാണ് കിട്ടുക? കിട്ടിയിട്ടുണ്ടോ അമർനാഥ് എന്ന് പറഞ്ഞടാ? എഫ് എമ്മിന്റെ ടോട്ടൽ എത്രയാണ്? നമുക്ക് എഫ് എമ്മിന്റെ ടോട്ടലും എഫിന്റെ ടോട്ടലാണ് വേണ്ടത് അല്ലേ? ഇത് ജസ്റ്റ് ഡിവൈഡ് ചെയ്താൽ മതി. അമർനാഥ് കിട്ടിയോടാ? 35 പ്ലസ് 150 പ്ലസ് 375 പ്ലസ് 385 പ്ലസ് 350 എത്രയാ? എത്രയാ? 1260 ആണെങ്കിൽ ഒന്ന് കൈവശി കാണിച്ച. 1260 ആണെങ്കിൽ ഒന്ന് കൈവശി കാണിച്ച എല്ലാവരും. 1260 നമുക്ക് കിട്ടും. 1260 എന്നാണ് നമുക്ക് കിട്ടുക. ഇനി എഫിന്റെ ടോട്ടൽ നമുക്ക് ആരെ വിളിക്കാം? എഫിന്റെ ടോട്ടൽ പറഞ്ഞാൽ പറയേ. സിഗ്മ എഫ് എത്രയാ? എഫ് ഓൾറെഡി ക്വസ്റ്റൻ എന്തെങ്കിലും കോളാണ് കേട്ടോ. സെക്കൻഡ് കോളം ആയിരിക്കും എഫ്. ആ എഫിന്റെ ടോട്ടൽ എത്ര കിട്ടുന്നത്? 50 ആണോ? 50 ആണോ? 7 പ്ലസ് 10 പ്ലസ് 15 പ്ലസ് 11 പ്ലസ് 7 എത്രയാ? 50. ആൻസർ എന്ത് വരും? 1260/50. എത്ര ആൻസർ കിട്ടുക? നമുക്ക് ആരെ വിളിക്കാം ആൻസർ? തുളസി. എത്ര ആൻസർ? കിട്ടിയടാ? 1260/50. എത്രയാ മോനെ? മീൻ എത്രയാ? ആഹാ, കാൽക്കുലേറ്റർ ഒന്നും ഇല്ലാണ്ട് എന്തിനാണ് സിനിമ കാണാൻ കയറിയതാണോ? ആകാശ് എത്രയാടാ മോനെ? 1260 ഡിവൈഡ് ബൈ 50. ഗുഡ് ഈവനിങ്. പറയൂ മോനെ. മക്കളെ 25.2 ആണോ മീൻ കിട്ടുന്നത്? ആണെങ്കിൽ ഒന്ന് കൈവശി കാണിച്ചേ. മീൻ 25.2 ആണെങ്കിൽ എനർജറ്റിക് ആയിട്ട് കൈവശി കാണിച്ചേ. യെസ്, ഓക്കെ മക്കളെ. അപ്പൊ ഒന്നുകൂടെ പറഞ്ഞുതരാം. സെക്കൻഡ് കോളം എപ്പോഴും ഫ്രീക്വൻസി ആയിരിക്കും കേട്ടോ. ഇത് ഡിസ്ക്രീറ്റ് സീരീസിലും വരാം കേട്ടോ. കണ്ടിന്യൂസ് മാത്രം പഠിച്ചു പോകരുത്. ഡിസ്ക്രീറ്റ് ആയിരിക്കും ചിലപ്പോൾ വരിക മീൻ മീഡിയം മോഡ് കാണാനായിട്ട് കേട്ടോ. അപ്പൊ എങ്ങനെ വേണമെങ്കിലും മാറി ചോദിക്കാം. ഫസ്റ്റ് കോളം എന്താണ്? സാധാരണ ക്ലാസ് ആയിരിക്കും. സെക്കൻഡ് കോളം എപ്പോഴും എഫ് ആയിരിക്കും, ഫ്രീക്വൻസി ആയിരിക്കും. കണ്ടിന്യൂസ് സീരീസിൽ മീൻ കാണണമെങ്കിൽ നിങ്ങൾ 2 കോളം എക്സ്ട്രാ വർക്ക്ഔട്ട് ചെയ്യണം. ഡിസ്ക്രീറ്റ് ആണെങ്കിൽ ഒരൊറ്റ കോൾ എക്സ്ട്രാ വർക്ക്ഔട്ട് ചെയ്താൽ മതി. എഫ് ഇൻറ്റു എക്സ്, എക്സ് ഉണ്ടാവും. സോ എഫ് ഇൻറ്റു എക്സ് ചെയ്താൽ മതി. കണ്ടിന്യൂസ് ആയതുകൊണ്ട് ക്ലാസ് തന്നാൽ നിങ്ങൾ എന്ത് ചെയ്യണം? ഇതിന്റെയൊക്കെ നടുക്കത്തെ പോയിന്റ് എടുക്കുക. മിഡ് പോയിന്റ് എന്നാണ് അതിന് പറയാം, എം എന്ന് കൊടുക്കുക. ഓക്കെ അല്ലേ? ഒരു എഫിനെ എം വെച്ച് ഇൻറ്റു ചെയ്യണം. അപ്പൊ എഫ് എം കിട്ടും. ഒരു എഫ് എമ്മിന്റെ ടോട്ടലിനെ എഫിന്റെ ടോട്ടൽ ജസ്റ്റ് ഡിവൈഡ് ചെയ്യുക. അപ്പൊ 1260/50. റൈറ്റ് ആൻസർ ഈസ് 25.2. ഇതാണ് നമ്മുടെ അരിത്തമെറ്റിക് മീൻ. എല്ലാവർക്കും അരിത്തമെറ്റിക് മീൻ ക്ലിയർ ആണെങ്കിൽ ഒന്ന് എനർജറ്റിക് ആയിട്ട് വീക്ഷിക്കാണ് ചെയ്യേ. എല്ലാവർക്കും ഓക്കെ? ഡൗട്ട് ഉണ്ടോ? മീൻ കാണാൻ ഡൗട്ട് ഉണ്ടോ? ഇനി നിങ്ങൾ ആൻസറിൽ മീഡിയൻ കാണുമ്പോൾ എന്ത് ചെയ്യണം? ഇതിൽ തന്നെ വീണ്ടും ചെയ്യാതെ ഈ ക്വസ്റ്റ്യൻ വീണ്ടും പകർത്തണം ആൻസർ ഷീറ്റിലോട്ട് കേട്ടോ. എന്നിട്ട് ചെയ്തോളാം. വളരെ പെർഫെക്റ്റ് ആയിട്ട് ചെയ്യാനാണ് ഞാൻ പറയുന്നത്. ഇതിൽ തന്നെ എനിക്ക് അരകുര വരച്ച് മീഡിയം കണ്ടുപിടിക്കേണ്ട. വീണ്ടും ക്വസ്റ്റ്യൻ അടിയിലോട്ട് പകർത്തണം ആൻസർ ഷീറ്റിലോട്ട് കേട്ടോ. ആരാണ്? ദുർഗ. എന്താ ദുർഗ ഡൗട്ട് ആണോ ചോദിച്ചു? ദുർഗ ആണോ? എത്ര കിട്ടി? 28. നോക്കാം നമുക്ക്. യെസ് മക്കളെ, നമുക്ക് മീഡിയൻ നോക്കാം. ദുർഗ 28 പറയുന്നുണ്ട്. അപ്പൊ എല്ലാവരുടെയും മീൻ ചെയ്ത് കഴിഞ്ഞു എന്ന് എനിക്ക് മനസ്സിലായി. അപ്പൊ മീഡിയനിലോട്ട് പോകാം. അപ്പൊ നിങ്ങൾ വീണ്ടും ക്വസ്റ്റ്യൻ പകർത്തണം കേട്ടോ. ആൻസർ ഷീറ്റിൽ നിങ്ങൾ വീണ്ടും ക്വസ്റ്റ്യൻ പകർത്തിയിട്ട് വേണം മീഡിയൻ കണ്ടുപിടിക്കാനായിട്ട്. ഓക്കെ അല്ലേ? യെസ്. അപ്പൊ മീഡിയൻ നമുക്ക് എങ്ങനെ കാണാം? യെസ്, മീഡിയൻ കാണണമെങ്കിൽ മക്കളെ ഞാൻ പറഞ്ഞു മീഡിയൻ ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി ഓർത്ത് വയ്ക്കുക. മീഡിയൻ ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി. മീഡിയൻ കാണണമെങ്കിൽ നമ്മൾ ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി കണ്ടുപിടിക്കണം അല്ലെ? ഡിസ്ക്രീറ്റിലും അതുപോലെ കണ്ടിന്യൂസ് സീരീസിലും കേട്ടോ. അപ്പൊ മീഡിയൻ കാണാനുള്ള ഇക്വേഷൻ എന്താ? ആദ്യം ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി നമ്മൾ വർക്ക്ഔട്ട് ചെയ്യണം. എങ്ങനെ ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി വർക്ക്ഔട്ട് ചെയ്യുക? ഫ്രീക്വൻസി നമ്മൾ കൂട്ടി കൊണ്ടുവരണം. അതല്ലേ ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി എന്ന് പറഞ്ഞാൽ. അപ്പൊ ഫസ്റ്റ് ഫ്രീക്വൻസി നമുക്കറിയാം 7 ആണല്ലേ? ഇതാണല്ലോ ഫ്രീക്വൻസി, ഇതാണല്ലോ എഫ് എന്ന് പറഞ്ഞാൽ. നിങ്ങൾ എന്ത് ചെയ്യണം? സി എഫ് കാണണം. സി എഫ് എന്ന് പറഞ്ഞാൽ ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി എന്നാണ് അർത്ഥം. അപ്പൊ ആദ്യത്തെ ഫ്രീക്വൻസി 7 അല്ലേ? അത് അതുപോലെ തന്നെ എഴുതാം. 7 കണ്ടോ? ഇനി 7ന്റെ കൂടെ 10 കൂട്ടാം. അപ്പൊ നമുക്ക് 17 കിട്ടും. അടുത്ത് 17ന്റെ കൂടെ 15 കൂട്ടിയാൽ നമുക്ക് എത്ര കിട്ടാം? 5 10 32. 32 ആണെങ്കിൽ കൈശി കാണിച്ചേ. 32ന്റെ കൂടെ 11 കൂട്ടിയാൽ നമുക്ക് എന്ത് കിട്ടും? 43. 43ന്റെ കൂടെ 7 കൂട്ടുമ്പോൾ നമുക്ക് 50 കിട്ടും. അവിടെ സിഗ്മ എഫ് എന്ന് പറഞ്ഞാൽ അവിടെ n ആണ് കേട്ടോ. n ആണ് 50. മക്കളെ മീഡിയൻ കാണണമെങ്കിൽ മക്കളെ ശ്രദ്ധിച്ചിരുന്നു കേട്ടോ. ഇക്വേഷൻ അറിഞ്ഞുകൂടെങ്കിൽ ഇപ്പൊ തന്നെ പഠിക്കുക. മീഡിയൻ കാണണമെങ്കിൽ ആദ്യം നമ്മൾ n/2 ചെയ്യണം കേട്ടോ.
കണ്ടിന്യൂസ് സീരീസ് ആവുമ്പോഴാണ്, അതായത് ഇങ്ങനെ ക്ലാസ് തരുമ്പോഴാണ് n/2 ചെയ്യേണ്ടത്. അല്ലെങ്കിൽ നമ്മൾ n+1/2 ആണ് ചെയ്യേണ്ടത്. ഇവിടെ മാത്രം നമ്മൾ n/2 എന്നാണ് ചെയ്യുക. n എത്ര ഇവിടെ? എഫിന്റെ ടോട്ടലിനെയാണ് n എന്ന് വിളിക്കുക കേട്ടോ. അപ്പൊ എഫിന്റെ ടോട്ടൽ ഇവിടെ 50 അല്ലേ? അപ്പോ 50/2 ചെയ്യുക. 50/2 എത്രയാ? 25ാമത്തെ ഐറ്റം. അങ്ങനെയല്ലേ കിട്ടാ? ഈ 25ാമത്തെ ഐറ്റം നമ്മള് ഈ പറയുന്ന കോളത്തിൽ ഉണ്ടോ നോക്കണം. അതിനാണ് ഈ കോളം വരച്ച് വെച്ചേക്കണേ. വെറുതെ ഒരു കോളം വരച്ച് വെക്കില്ലല്ലോ. അപ്പൊ 25 എന്ന് പറയുന്നത് സി എഫിൽ ഉണ്ടോ നോക്കണം. ഉണ്ടോ? ഉണ്ടെങ്കിൽ ഇങ്ങനെ കാണിച്ചേ. 25 ഉണ്ടോ സി എഫില്? ഇല്ലല്ലോ. 25 ഇല്ല അല്ലെ? 25 ഇല്ലെങ്കിൽ പിന്നെ അടുത്ത നമ്പർ ഏതാ നോക്കണം. അടുത്ത നമ്പർ ഏതാ? പിന്നെ 32 അല്ലേ? ഇത് 17. 25 താഴെയാണ് 17. അപ്പൊ നമുക്ക് അത് എടുക്കാൻ പറ്റൂല. 25 കഴിഞ്ഞിട്ടുള്ള നമ്പർ എടുക്കാം. അപ്പൊ 32. അപ്പൊ നമ്മൾ എന്ത് ചെയ്യാം? 32 വരുന്ന ക്ലാസ് നമ്മൾ എന്ത് ചെയ്യാം? റൗണ്ട് ചെയ്യാം കേട്ടോ. 32 വരുന്ന ക്ലാസ് നമ്മൾ റൗണ്ട് ചെയ്യാം. കണ്ടോ? എന്നിട്ട് ഒരു ഇക്വേഷൻ ഉണ്ട്. എന്താണ് ഇക്വേഷൻ? L + n/2 - CF F × C എന്നോ അല്ലെങ്കിൽ H എന്നോ കൊടുക്കാം. L എന്ന് പറഞ്ഞാൽ നമുക്ക് ഈ കിട്ടിയ ക്ലാസ് ഇല്ലേ മക്കളെ, 28, 30 എന്ന് പറയുന്ന ക്ലാസ് ഇല്ലേ, അതിന്റെ ലോവർ ലിമിറ്റ്, ഫസ്റ്റത്തെ ലിമിറ്റ്, അതാണ് ലോവർ എന്ന് പറയുന്നത്. അപ്പറാണ് ഇത് ലോവർ ലിമിറ്റ്. 20 പ്ലസ് n/2 എന്ന് പറഞ്ഞാൽ നമ്മളോട് ചെയ്ത് വെച്ചിട്ടുണ്ട്. n/2 എത്ര? 50/2 25 മൈനസ് ഈ സി എഫ് എടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ഈ സി എഫ് എപ്പോഴും തൊട്ട് മുമ്പത്തെ സി എഫ് എടുക്കാവൂ കേട്ടോ. ഏത് പ്രോബ്ലം ചെയ്യുമ്പോൾ അങ്ങനെയാണ്. നമ്മൾ റൗണ്ട് ചെയ്ത സി എഫ് അല്ല, അതിന് മുമ്പത്തെ സി എഫ് എടുക്കണം. എന്താ? 32ന് മുമ്പത്തെ സി എഫ് എത്രയാ? 17 ബൈ എഫ് എന്ന് പറഞ്ഞാൽ ഫ്രീക്വൻസിയാണ്. എഫ് നമുക്ക് എത്ര കിട്ടിയേക്കണേ? എഫ് റൗണ്ട് ചെയ്തതിന്റെ എഫ് എത്രയാ? 15 ഇൻറ്റു സി എന്ന് പറഞ്ഞ ക്ലാസ് ഇന്റർവെൽ ആണ്. ക്ലാസ് ഇന്റർവെൽ എങ്ങനെ കാണാം? അപ്പർ ലിമിറ്റ് മൈനസ് ലോവർ ലിമിറ്റ്. നമുക്ക് കിട്ടിയ ക്ലാസ്സിലെ 28, 30 അല്ലേ? അതിന്റെ ഡിഫറൻസ് ആണ് കേട്ടോ ക്ലാസ് ഇന്റർവെല്. അപ്പൊ 30ൽ നിന്നും 20 കുറച്ചാൽ 10. മക്കളെ ഇക്വേഷൻ അപ്ലൈ ചെയ്യാൻ മനസ്സിലായോ? അത് കൈവശി കാണിച്ചാൽ ഒരു ഇക്വേഷൻ അപ്ലൈ ചെയ്യാൻ മനസ്സിലായെങ്കിൽ അത് കൈവശി എനർജറ്റിക് ആയിട്ട് അമർന്നാതെ ക്ലിയർ ആയോ? മീഡിയൻ. യെസ്. അപ്പൊ ഈ 20 അവസാനം കൂട്ടാവൂട്ട മക്കളെ. അപ്പൊ 20 പ്ലസ് 25 17 കുറച്ച് എത്ര? 25 - 17 എത്രയാ? 25 - 17 എത്രയാ? അമർനാഥ് ചിരിച്ചിരുന്നോടെ. 25 17 പോയാൽ എത്രയാ? 25ൽ നിന്ന് 17 പോയാൽ എത്രയാ? 8 ആണോ? 8 ആണെങ്കിൽ കഴിച്ച് കാണിച്ചേ. യെസ്. 8 × 10 അപ്പൊ തന്നെ ചെയ്യാം. 8 × 10 അപ്പൊ തന്നെ ചെയ്യാം. അപ്പൊ 8 80/15. 8 × 10 80 അല്ലേ? യെസ്. അപ്പൊ 80/15. ആരെ വിളിക്കാം സാറേ? 80/15 എത്രയാ? ഈ 20 അവസാനം കൂട്ടാവും കേട്ടോ. ഈ നമ്പർ അവസാനം കൂട്ടാവും. ഓക്കെ. ചന്ദ്രിക പറഞ്ഞോടാ. 80/15 എത്രയാ? 80/15 ആ വേഗാവട്ടെ. 5.33. അപ്പൊ 25.33 അല്ലേ നേരത്തെ ആൾക്ക് കിട്ടിയത്? നേരത്തെ ഉറുക്കിക്ക് ഇതല്ലേ കിട്ടി? 28 എന്തോ അല്ലേ കിട്ടി? മക്കളെ മീഡിയൻ മനസ്സിലായോ? മീഡിയൻ ക്ലിയർ ആണെങ്കിൽ ഒന്ന് കൈവശി കാണിച്ച് എല്ലാവരും. ദുർഗയുടെ തെറ്റിയല്ലേ ദുർഗ? ആ എവിടെ തെറ്റിയതെന്ന് പറഞ്ഞേ. അതാണ് ഞാൻ പ്രത്യേകം പറഞ്ഞത്. 17 എടുക്കണ്ടേ? ഇത് റൗണ്ട് ചെയ്തത് അല്ലേ? ഓ മനസ്സിലായി മനസ്സിലായി. ഹയസ്റ്റ് എടുക്കണ്ടേ കേട്ടോ. അടുത്ത വലുത് എടുക്കണ്ടേ. തെറ്റിപ്പോവരുത് കേട്ടോ. ഓക്കെ ഓക്കെ മക്കളെ, ഇനി തെറ്റിക്കരുത് കേട്ടോ. നാളെയാണ് എക്സാം. ഇനി ഒരിക്കലും തെറ്റിക്കരുത്. ഓക്കെ. എല്ലാവരും ശ്രദ്ധിക്കുക. മീഡിയം കിട്ടിയില്ല പറഞ്ഞാൽ എല്ലാവർക്കും മീഡിയം മനസ്സിലായോ? മീഡിയം എങ്ങനെ കാണാം? ആദ്യം എഫ് ഫ്രീക്വൻസിനെ കൂട്ടിക്കൊണ്ടിരണം. ആദ്യത്തെ 7 അതുപോലെ എഴുതാ. 7 + 10 17. 17ഉം 15ഉം കൂട്ടുക. അങ്ങനെ കൂട്ടിക്കൊണ്ടിരുമ്പോ സി എഫ് കിട്ടും. ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി കിട്ടും. ഇതിൽ ആദ്യം ചെയ്യേണ്ട സ്റ്റെപ്പ് എന്താ? n/2. n എന്ന് പറഞ്ഞ എന്താ സാധനം അറിയോ? എഫിന്റെ ടോട്ടലാണ്. എഫിന്റെ ടോട്ടൽ 50 അല്ലേ? അപ്പൊ 50/2 25 കിട്ടും. ഈ 25 ഈ സി എഫിൽ ഉണ്ടോ നോക്കണം. ഇല്ലെങ്കിൽ അടുത്തതാണ് എടുക്കേണ്ടത് കേട്ടോ. ചെറുതെടുക്കരുത്, വലുതെടുക്കണം. അപ്പൊ 25 കഴിഞ്ഞിട്ടുള്ളത് പിന്നെ ഏതാ? 32 അല്ലേ? ഇത് റൗണ്ട് ചെയ്യാം. കണ്ടോ? എന്നിട്ട് വേണം അടുത്ത ഫോർമുല അപ്ലൈ ചെയ്യാൻ. കേട്ടല്ലോ മക്കളെ? അപ്പൊ നന്നായിട്ട് മീഡിയം നോക്കിയിട്ട്. അപ്പൊ മീഡിയം എല്ലാവർക്കും സെറ്റ് ആണെങ്കിൽ ഒന്ന് കഴിച്ച് കാണിച്ച എല്ലാവരും. ആദിദേവി എല്ലാവർക്കും ഓക്കെ അല്ലേ? യെസ്. ഓക്കെ ഓക്കെ. എങ്ങനെയുണ്ടായിരുന്നു പറഞ്ഞത്? എക്സാം ടഫായിരുന്നു മനസ്സിലായി. അറിയാത്ത പോലെ ഇരിക്കണ്ടല്ലോ ഇപ്പുറത്താ പറഞ്ഞത്. യെസ് മക്കളെ, അപ്പൊ മീഡിയം ക്ലിയർ ആയല്ലോ. എങ്ങനെയുണ്ടായിരുന്നുടാ? അപ്പൊ ഞാൻ മീഡിയം ആക്കിയാണ് മോഡിലോട്ട് പോവാണ് പറഞ്ഞതേ. പറയ്. ടഫായിരുന്നു അല്ലേ?
എന്നാലും എന്നെ എഴുതി വെച്ചിട്ടില്ലേ, ജയിക്കൂലേ? ആ, അത് മതി. ഫുൾ മാർക്ക് വാങ്ങാൻ ബുദ്ധിമുട്ടായിരുന്നു എന്നല്ലേ ഉള്ളൂ. ഓക്കെ മക്കളെ, അപ്പൊ നമുക്ക് മോഡിലോട്ട് പോവാം. ഇനി എങ്ങനെ മോഡ് കാണാം? മോഡ് കാണുമ്പോൾ ഈ ക്വസ്റ്റ്യൻ വീണ്ടും പകർത്തണം താഴോട്ട് കേട്ടോ, എന്നിട്ട് ആൻസർ ഷീറ്റിൽ ചെയ്യണേ. ആദ്യം തന്നെ ചെയ്യരുത് കേട്ടോ ശ്രീഹരി. ഓക്കെ, അപ്പൊ മോഡ് കാണുമ്പോൾ നിങ്ങൾ വീണ്ടും ക്വസ്റ്റ്യൻ പകർത്തിയിട്ട് വേണം നമുക്ക് ചെയ്യാനായിട്ട് കേട്ടോ, അല്ലാതെ ആദ്യം തന്നെ ഒരിക്കലും ചെയ്യരുത്. ഓക്കെ, യെസ്. ഓക്കെ, അപ്പൊ നമ്മുടെ കഴിഞ്ഞ 2 എക്സാമും പ്ലസ് വണ്ണാർക്ക് ബുദ്ധിമുട്ട്, പ്ലസ് ടുക്കാർക്ക് ഈസി ആയിരുന്നു പേപ്പർ. പ്ലസ് വണ്ണാർക്കാണ് കുറച്ച് ബുദ്ധിമുട്ടായിട്ട് വന്നത് അല്ലേ? കുറച്ച് സ്റ്റാൻഡേർഡ് പേപ്പറായി. നിങ്ങൾക്ക് അതിനുള്ള കാലിബർ ഇല്ലല്ലോ, അതാണ് പ്രശ്നം പറ്റിയത്. മനസ്സിലായോ? നിങ്ങൾ പഠിച്ചു വരുന്നല്ലേ ഉള്ളൂ, അപ്പോഴത്തേക്ക് ഇത് ഡിഫിക്കൽട്ട് ക്വസ്റ്റ്യൻ പേപ്പർ ഇടാൻ പാടുണ്ടോ അല്ലേ? ഞാൻ അനലൈസ് ചെയ്തപ്പോൾ എനിക്ക് അങ്ങനെ തോന്നിയത് കേട്ടോ. ഇപ്പൊ കണ്ടില്ലേ, ഗുഡ്സ് വിഡ്രോ ചെയ്താൽ എന്താ, അത് എവിടെ കുറയും? ക്യാപിറ്റലിലും കുറയും, സ്റ്റോക്കിലും കുറയും. അത്രയും ബുദ്ധിയൊന്നും നിങ്ങൾക്ക് ഇല്ല അത്രയും ചിന്തിക്കാൻ. പർച്ചേസും ഇല്ല ഓപ്ഷനിൽ അല്ലേ? അങ്ങനെ അത് പെട്ടുപോയി നിങ്ങൾ. യെസ്, കുഴപ്പമില്ല. എന്തായാലും ആൻസർ കീ അയച്ചിട്ടുണ്ട് ടീച്ചർക്ക്, ഷാരു ടീച്ചർക്ക്. ആർക്കെങ്കിലും വേണമെങ്കിൽ ആൻസർ കീ ചോദിച്ചാൽ മതി കേട്ടോ. ഇന്നത്തെ എക്സാമിന്റെ 60 മാർക്കിന്റെ ബി കിട്ടിയായിരുന്നോ? ബിയ കിട്ടിയ ആൻസർ കീ? ആ, ഷാരു ടീച്ചർ കൊടുത്തിട്ടുണ്ട്, വേണമെങ്കിൽ ചോദിച്ചാൽ മതി കേട്ടോ. വേണ്ടല്ലേ? എന്താടാ പൊതുവെ എന്താ അഭിപ്രായം എല്ലാവർക്കും? സ്കൂളില് ടഫായിരുന്നു. ടീച്ചർ എന്ത് പറഞ്ഞു? കണ്ടില്ല. ഓക്കെ, നന്നായി. ഓക്കെ, യെസ് മക്കളെ, നമ്മൾ മോഡിലോട്ട് പോവാണ്. മക്കളെ, മോഡ് കാണണമെങ്കിൽ എക്സ്ട്രാ കോളം ഒന്നും നിങ്ങൾ വർക്ക്ഔട്ട് ചെയ്യണ്ട. മോഡ് കാണണമെങ്കിൽ പുതിയ കോളം ഒന്നും നിങ്ങൾ വർക്ക്ഔട്ട് ചെയ്യണ്ട. സിമ്പിൾ ആണ്. ഈ ക്വസ്റ്റ്യനിൽ തന്നെ നമുക്ക് മോഡ് കാണാൻ പറ്റും. എങ്ങനെ മോഡ് കാണാന്നറിയോ? ഇക്വേഷൻ വളരെ സിമ്പിൾ ആണ്. അതിനു മുമ്പ് ഈ ഫ്രീക്വൻസിയിലെ ഏറ്റവും വലിയ ഫ്രീക്വൻസി നമ്മളൊന്ന് റൗണ്ട് ചെയ്ത് വെക്കുക. വലിയ ഫ്രീക്വൻസി ഏതാ? അതിൽ ഏറ്റവും വലുത് ഏതാ? 15 വരുന്നതല്ലേ? സോ നമ്മൾ ഇത് റൗണ്ട് ചെയ്യാം. 15 വരുന്ന ഈ ഫ്രീക്വൻസി നമ്മൾ എന്ത് ചെയ്യാം? റൗണ്ട് ചെയ്യാം. കണ്ടോ, 15 ഏറ്റവും വലുത്. ഓക്കെ, മോഡ് കാണാനുള്ള ഇക്വേഷൻ എന്താ? എൽ പ്ലസ് എന്താ വരിക? d1 ഡിവൈഡഡ് ബൈ d1 പ്ലസ് d2, ഡെൽറ്റ എന്നും പറയാറുണ്ട് കേട്ടോ, ഇൻറ്റു സി. ഓക്കെ മക്കളെ, ഇവിടെ റൗണ്ട് ചെയ്തതില് ഏറ്റവും ലോവർ ലിമിറ്റിൽ, ഈ ക്ലാസിന്റെ ലോവർ ലിമിറ്റ് 28 30 അല്ലേ? അപ്പൊ ലോവർ ലിമിറ്റ് എത്ര? 20 പ്ലസ് d1 കാണാൻ നമ്മൾ റൗണ്ട് ചെയ്ത ഫ്രീക്വൻസിയിൽ 15, അതിൽ നിന്ന് 10 കുറച്ചാൽ മതി. അപ്പൊ d1 കാണണമെങ്കിൽ എന്ത് ചെയ്യാ? 15 മൈനസ് 10 ചെയ്യുക. ഓക്കെ അല്ലെ? 15 10 കുറച്ചാൽ എത്രയാ? 5. വീണ്ടും d1 ന്റെ അടിയിൽ 5 പ്ലസ് d2 എങ്ങനെ കാണാന്നറിയോ? 15 11 കുറച്ചാൽ മതി. d2 സിമ്പിൾ അല്ലേ? 15 മൈനസ് 11 എത്രയാ? 4 ആണ് അല്ലേ? 15 മൈനസ് 11 എത്രയാണ്? 4 ആണ്. അപ്പൊ d2ന്റെ അവിടെ 4 കൊടുക്കാം. ഇൻറ്റു സി എന്ന് പറഞ്ഞ ക്ലാസ് ഇന്റർവെൽ. 28 30 എന്ന് പറയുമ്പോൾ എന്താ ഡിഫറൻസ്? എത്രയാ വരെ? 10. സിമ്പിൾ. 28 അവസാനം കൂട്ടാവൂ കേട്ടോ. ആദ്യം കൊണ്ട് 20 പ്ലസ് 5 25 എഴുതി വെക്കരുത്, തെറ്റാണ്, പൊട്ട തെറ്റാണ്. 28 അവസാനം കൂട്ടാവൂ കേട്ടോ. യെസ്, 5 ഇൻറ്റു 10 50 ഡിവൈഡ് ബൈ 5 4 കൂടി കൂട്ടിയാൽ 9. 50 ഡിവൈഡ് ബൈ 4 എത്രയാ ആകാശേ? 50 ഡിവൈഡഡ് ബൈ 4 50നെ 9 വെച്ച് ഡിവൈഡ് ചെയ്യുമ്പോൾ എത്ര കിട്ടും? 50 ബൈ 9 എത്രയാ മോനെ? 50 ഡിവൈഡഡ് ബൈ 9 എത്രയാ? എത്രയാ? 76. അപ്പൊ ആൻസർ ഈസ് 25.76 കിട്ടും. മക്കളെ സെറ്റ് ആണെങ്കിൽ ഒന്ന് കൈശി കാണിച്ച്. എല്ലാവരും മോഡ് ക്ലിയർ ആണെങ്കിൽ കൈശി കാണിച്ച്. സിമ്പിൾ ആണ് മോഡ് ഇട്ടോ മക്കളെ. മോഡ് വന്നാൽ രക്ഷപ്പെട്ടു നിങ്ങൾ. ചിലപ്പോൾ 3 കൂടി ചോദിച്ചാൽ അത്രയും നല്ലത്. ഓക്കെ, ആകാശിന് ഡൗട്ട് ഉണ്ടായിരുന്നോ? ഇല്ല. നമുക്ക് കിട്ടിയ ആൻസറുകൾ ഒന്ന് പെറുക്കിയെടുത്ത് എഴുതി. അവസാനം അതുകൊണ്ട് എഴുതിയേക്കോ. മീൻ എത്ര കിട്ടി? മീഡിയൻ എത്ര കിട്ടി? മോഡ് എത്ര കിട്ടി? 5.76 എന്നല്ലേ കിട്ടണേ? അത് 5.55 ആണോ? 55 എന്നാണോ കിട്ടണേ? യെസ്, 5.55 എന്നാണ് പറയുന്നുണ്ട്. അപ്പൊ 5.56 എന്ന് എഴുതാം, അല്ലെങ്കിൽ 55 എന്ന് എഴുതിയാലും കുഴപ്പമില്ല. 25.55 കേട്ടോ. യെസ്, ഒന്ന് എല്ലാതും കൂടി ആൻസർ പറഞ്ഞ ആര് പറയും? ബി ആരും വിളിച്ചത് അറിയും. മീൻ എത്രയും നമുക്ക് കിട്ടി? പിത മീൻ എത്രയും നമുക്ക് കിട്ടിയിടാ സ്റ്റാർട്ടിങ്ങില്? മീഡിയനോ? മോഡ് മക്കളെ എപ്പോഴും സാധാരണ
ഈ മീൻ ആയിരിക്കും ഏറ്റവും വലുത് വരിക. മനസ്സിലായോ? മീൻ ഗ്രേറ്റർ ദാൻ, മീഡിയൻ ഗ്രേറ്റർ ദാൻ, മോഡ്. ഇതിനെ എംപെരിക്കൽ റിലേഷൻ ആണ് പറയാ. ഇതിങ്ങനെ ചിലപ്പോൾ ഇത് പ്രൂവ് ചെയ്യാൻ പറയും. ഇത് പ്രൂവ് ചെയ്യാൻ പറഞ്ഞ വായ പൊളിച്ചിരിക്കല്ല ചെയ്യണ്ടേ, ഇത് മൂന്നും കണ്ടുപിടിക്കണം. മനസ്സിലായോ? മീനും മീഡിയനും കണ്ടുപിടിക്കുമ്പോൾ മീനായിരിക്കും ഏറ്റവും വലുത് കിട്ടുക നിങ്ങൾക്ക്, രണ്ടാമത് മീഡിയം ആയിരിക്കും കേട്ടോ, ഏറ്റവും ചെറുതായിരിക്കും മോഡ് കിട്ടുക കേട്ടോ. അത് പ്രൂവ് ചെയ്യാൻ പറയുമ്പോൾ കേട്ടോ, പ്രൂവ് ചെയ്യാൻ പറയുമ്പോൾ മാത്സ് ആണെന്ന് വിചാരിച്ചിരിക്കരുത്. അതെന്താ ഉദ്ദേശിക്കണേ, ഇത് മൂന്നും കണ്ടുപിടിച്ചിട്ട് ഇതിൽ വലുത് മീനാണ്, സെക്കൻഡ് മീഡിയൻ ആണ്, തേർഡ് മോഡായിരിക്കും. കത്തിയോ? വീശി കാണിച്ചേ. 8 മാർക്കിന് ചിലപ്പോൾ ഇങ്ങനെയായിരിക്കും ചോദിക്കുക കേട്ടോ. പിന്നെ എംപെരിക്കൽ റിലേഷൻഷിപ്പ് എന്നാണ് പറയുക, എംപെരിക്കൽ റിലേഷൻഷിപ്പ്. ക്ലിയർ ആയോ അലക്സേ? അപ്പൊ മീൻ കാണാനും മീഡിയം കാണാനും മോഡ് കാണാനും മനസ്സിലായല്ലോ. ഇനി ഇതിന്റെയൊക്കെ അഡ്വാൻറ്റേജ് ചോദിച്ചാൽ എന്ത് പറയും? നല്ലൊരു ആവറേജിന് ഉണ്ടായിരിക്കേണ്ട ക്വാളിറ്റീസ് അറിയില്ലേ? അതേപോലെ മീന്റെയും മീഡിയന്റെയും മോഡിന്റെ ഒക്കെ അഡ്വാൻറ്റേജ് ചോദിച്ചാൽ അത് എഴുതാം. എന്താ? ഇറ്റ് ഈസ് ഈസി ടു കാൽക്കുലേറ്റ്, ഇറ്റ് ഈസ് സിമ്പിൾ ടു അണ്ടർസ്റ്റാൻഡ് എന്നൊക്കെ പറഞ്ഞ് എഴുതാം കേട്ടോ. നോട്ട് ചെയ്ത് വെച്ചോ. ഡൗട്ടാണ് സാറി? അക്ഷര ഡൗട്ടാണോടാ? അൺമ്യൂട്ട് ചെയ്തോടാ. ആ, മോഡ് മനസ്സിലായി, ഒന്നുകൂടെ പറഞ്ഞുതരാം. മോഡ് വരുമ്പോൾ മക്കളെ ഏറ്റവും വലിയ ഫ്രീക്വൻസി എടുക്കുക. എഫിൽ ഏറ്റവും വലുത് ഏതാ? 15 അല്ലേ? സോ നമ്മളത് റൗണ്ട് ചെയ്യുക. ഓക്കെ അല്ലേ? അത് റൗണ്ട് ചെയ്യുക. ഓക്കെ അല്ലേ? എന്നിട്ട് മോഡ് കാണാനായിട്ടുള്ള ഇക്വേഷൻ ഇതാണ്. എൽ പ്ലസ്, നിങ്ങൾക്ക് വേറെ പല ഇക്വേഷൻ, ഇത് സിമ്പിൾ ഇക്വേഷൻ ആണ്. എൽ പ്ലസ് d1/d1 പ്ലസ് d2 ഇൻറ്റു സി. ഓക്കെ അല്ലടാ അക്ഷര? എൽ എന്ന് പറഞ്ഞാൽ നമുക്ക് കിട്ടിയ ക്ലാസിന്റെ ലോവർ ലിമിറ്റ് എത്രയാത്? 20 പ്ലസ് d1 കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യണം? നമ്മൾ റൗണ്ട് ചെയ്ത എഫിലെ ഫ്രീക്വൻസി അതിന് തൊട്ട് മുമ്പത്തെ കുറയ്ക്കുക. എപ്പോഴും അങ്ങനെ ചെയ്യാം. അപ്പൊ 15 നിന്നും 10 കുറച്ചാൽ എത്ര? d1 5. ക്ലിയർ ആയ അക്ഷര? അപ്പൊ d1 5. അടിയിൽ d1 വീണ്ടും വരുന്നുണ്ട്, അപ്പൊ 5 ഇട്ട് കൊടുക്കുക. d2 കാണണമെങ്കിൽ എന്ത് ചെയ്യുക? ഈ ഫ്രീക്വൻസി തൊട്ട് അടുത്തത് കുറയ്ക്കുക. മറ്റേത് മുമ്പത്തെ അല്ലേ കുറച്ച്, d2 കാണാൻ അടുത്തത് കുറയ്ക്കുക. അപ്പൊ 15 11 പോയാൽ 4, അതാണ് d2. ഓക്കെ അല്ലേ? ഇൻറ്റു സി കാണാൻ ക്ലാസ് ഇന്റർവെല് 30 20 കുറയ്ക്കുക. ഓക്കെ അല്ലേ? സെറ്റ് അല്ലേ? യെസ്. 28 അവസാനം കൂട്ടാവും കേട്ടോ. അപ്പൊ 5 × 10 50, 5 4 കൂടി കൂട്ടിയാൽ 9. ഇവിടെ കൂട്ടാണ് ചെയ്യേണ്ടത്, ഗുണിച്ച് വെക്കരുത് കേട്ടോ. 5 + 4 9 ആണ്. ഓക്കെ അല്ലടാ? സെറ്റ് അല്ലേ? ഓക്കെ. ഇനി ആർക്ക് ഡൗട്ട്? യോജസ് ഡൗട്ട് ഉണ്ടോ? ചോദിച്ചു. ആ, അങ്ങനെ ചെയ്യാം, കുഴപ്പമില്ല. ആ, ചോദിച്ച മോനെ. ആ ആ 3 മീഡിയൻ മൈനസ് 2 മീൻ ചെയ്താൽ മോഡ് കിട്ടും. അങ്ങനെ മോഡ് കിട്ടും കേട്ടോ. ചിലപ്പോൾ എക്സാമിന് പറയും മീഡിയൻ ഇത്രയാണ്, മീൻ ഇത്രയാണ്, എങ്കിൽ മോഡ് എത്ര? അങ്ങനെ ചോദിച്ചാൽ എന്ത് ചെയ്യണം? ഒരു എക്സാമ്പിൾ പറഞ്ഞുതരാം. ഇപ്പൊ നമുക്ക് മീഡിയൻ നമുക്ക് 30 തന്നേക്കാം. മീഡിയൻ 30, മീൻ 32, എങ്കിൽ മോഡ് എത്ര? അപ്പൊ നിങ്ങൾ എങ്ങനെ കാണാം? ഈ ക്വസ്റ്റ്യൻ അപ്ലൈ ചെയ്യുക. 3 മീഡിയൻ, അപ്പൊ 3 ഇൻറ്റു മീഡിയൻ 30 അല്ലേ? 3 × 30 മൈനസ് 2 മീൻ അല്ലേ? അപ്പൊ 2 × 32. അപ്പൊ 3 × 30 എത്രയാ? 90 അല്ലേ? 3 × 30 എത്രയാ? 90. അപ്പൊ 90 നിന്നും 2 × 32 എത്രയാ? 64 കുറയ്ക്കുക. എത്ര വരിക? 26 ആണെങ്കിൽ വീശി കാണിച്ച്. 26 ആണെങ്കിൽ വീശി കാണിച്ച്. കത്തിയിലെ മോഡ് കാണാൻ ഇങ്ങനെ ചിലപ്പോൾ ചോദിക്കാം കേട്ടോ. മീഡിയനും മീനും തന്നിട്ട് മോഡ് കാണാൻ പറയും. അപ്പൊ 3 × മീഡിയൻ മൈനസ് 2 × മീൻ, ഇങ്ങനെ ഒരു ഇക്വേഷൻ ഉണ്ട് കേട്ടോ മോഡ് കാണാൻ. നോട്ട് ചെയ്ത് വെക്കാൻ എവിടെയെങ്കിലും കേട്ടോ. മോഡ് ഈസ് ഈക്വൽ ടു 3 മീഡിയൻ മൈനസ് 2 മീൻ എന്ന് പറയുന്ന ഇക്വേഷൻ ഉണ്ട്. നോട്ട് ചെയ്തോ എല്ലാവരും? യെസ്. ആ, യോജസ് ഇതെന്താണെന്നറിയോ? ക്വസ്റ്റ്യൻ പേപ്പറിൽ ചിലപ്പോൾ ഫൈൻഡ് മീൻ ഗ്രേറ്റർ ദാൻ മീഡിയൻ ഗ്രേറ്റർ ദാൻ മോഡ് എന്ന് പറയും. അപ്പൊ അതിനർത്ഥം നിങ്ങൾ ഇത് മൂന്നും കണ്ടുപിടിക്കണം എന്നർത്ഥം. അപ്പൊ ഇതിൽ ഏറ്റവും വലുത് മീൻ ആയിരിക്കും ഇവിടെ, രണ്ടാമത് ഹയസ്റ്റ് മീഡിയൻ ആയിരിക്കും, ഏറ്റവും ചെറുത് മോഡായിരിക്കും. അത് പ്രൂവ് ചെയ്യാനാ പറഞ്ഞേക്കണേ. കത്തിയോ? അപ്പൊ നിങ്ങൾ ഇത് കണ്ടുപിടിച്ചാൽ മാത്രം മതി. നിങ്ങൾ വെറുതെ ആൻസർ കണ്ടുപിടിച്ചാൽ മാത്രം മതി, മീനും മീഡിയനും മോഡും കേട്ടോ. കേട്ടില്ലടാ? കേട്ടില്ല. ആ, തരും, ഇതൊക്കെ തരും. എന്നിട്ട് ഇത് ചെയ്യാനാ പറയാ. ഓക്കെ. ആനൽസ കേട്ടില്ലടാ? ആ, പറഞ്ഞോ. ആ, സ്റ്റാറ്റിസ്റ്റിക്സ് 5 ചാപ്റ്റർ ആണ് കേട്ടോ. 5 ചാപ്റ്റേഴ്സ് പഠിക്കാനുണ്ട്. അത് ജിഷ്ണു സാർ വരുമ്പോ പറയും. ഇപ്പൊ വരും കുറച്ച് കഴിയുമ്പോ. ഓക്കെ മക്കളെ, അപ്പൊ എല്ലാവർക്കും ഇത് ക്ലിയർ ആയോ? മീൻ മീഡിയൻ മോഡ് ക്ലിയർ ആയോ? സഫാന് ആദ്യദേവേ ക്ലിയർ അല്ലടാ? യെസ്. മാറ്റുന്നുണ്ട്. എല്ലാവരും മോഡ് എഴുതി കഴിഞ്ഞു എന്ന് ഞാൻ കരുതുന്നു.
ഇനി ഇൻഡിവിജ്വൽ സീരീസിൽ മീൻ കാണാൻ അറിയാലോ എല്ലാവർക്കും. ഇൻഡിവിജ്വൽ സീരീസിൽ മീൻ കാണാൻ സിഗ്മ എക്സ് ബൈ എൻ. അപ്പൊ എല്ലാവരും ഒരിക്കൽ കൂടി നോക്കുക. അപ്പോൾ നല്ലൊരു അഡ്വാൻറ്റേജ് ഏതൊക്കെയാണ്, നല്ലൊരു പ്രോപ്പർട്ടിക്കുള്ള സവിശേഷതകൾ എന്തൊക്കെയാണെന്ന് ചോദിച്ചാൽ എന്ത് പറയും? വാട്ട് ആർ ദ ക്വാളിറ്റീസ് ഓഫ് എ ഗുഡ് ആവറേജ്? നല്ലൊരു ആവറേജ് എങ്ങനെയായിരിക്കണം? ഇറ്റ് ഷുഡ് ബി ഈസി ടു കാൽക്കുലേറ്റ്, ഇറ്റ് ഷുഡ് ബി സിമ്പിൾ ടു അണ്ടർസ്റ്റാൻഡ്, ഇറ്റ് ഹാസ് വെൽ ഡിഫൈൻഡ് ഫോർമുല. അറിയാലോ, അതൊക്കെ തന്നെ അഡ്വാൻറ്റേജ് ചോദിച്ചാൽ എഴുതിയാൽ മതി കേട്ടോ. അപ്പൊ ഇന്ന് എക്സാമിന് അക്കൗണ്ടിങ്ങിന്റെ അഡ്വാൻറ്റേജ് ഉണ്ടായിരുന്നില്ല, ഒബ്ജക്റ്റീവ്സ് ഉണ്ടായിരുന്നോ? കാണിച്ച് എഴുതിയിട്ടുണ്ടാവും അല്ലേ. പിന്നെ ഡാറ്റ് സ്റ്റേറ്റ്മെന്റ് ഈസ് ടു ചെക്ക് ദ അരിത്തമെറ്റിക്കൽ ആക്യുറസി. അരിത്തമെറ്റിക്കൽ ആക്യുറസി കാണാനുള്ള സ്റ്റേറ്റ്മെന്റ് ചോദിച്ചില്ലേ? ട്രയൽ ബാലൻസ് എഴുതിയില്ലേ? അതൊക്കെ പറഞ്ഞ ക്വസ്റ്റ്യൻ അല്ലേ. എന്താണ് മഹേശ്വര എന്താ പറയാൻ വന്നേക്കണത്? എന്താ? അപ്പൊ ഈ ചാപ്റ്ററിൽ നിങ്ങൾ നോക്കേണ്ടത് മീൻ കാണാൻ, മീഡിയം കാണാൻ, മോഡ് കാണാൻ. ഇനി മീനിന്റെ രണ്ട് ഇൻട്രസ്റ്റിംഗ് പ്രോപ്പർട്ടി ഏതൊക്കെയാ? ഇൻട്രസ്റ്റിംഗ് പ്രോപ്പർട്ടീസ് ഓഫ് മീൻ ആർക്കെങ്കിലും പറയാമോ? ഒന്ന് റീസാൻഡ് ചെയ്തേ, അത് എഴുതാൻ ചിലപ്പോൾ ചോദിക്കും. പറഞ്ഞ മഹേശ്വര. സാറ് മഹേശ്വരനെ വിളിക്കും. എന്താ മഹേശ്വർ? യെസ് യെസ് യെസ്, അതല്ലേ മോനെ മീൻ മീഡിയം മോഡ്. എന്ത് വേണം നിന്നെ? ഇത് സ്റ്റാർട്ട് ചെയ്യണത്. അക്കൗണ്ടൻസി പോയപ്പോ എല്ലാത്തിനും കിളി പോയാ? അക്കൗണ്ടൻസി പരീക്ഷ കഴിഞ്ഞപ്പോ കിളി പോയാ മഹേശ്വരെ? ആകാശ എന്താടാ? ഫസ്റ്റ് ചാപ്റ്റർ കേട്ടോ. ഏതിന്റെ ഇൻട്രസ്റ്റിംഗ് പ്രോപ്പർട്ടി പറഞ്ഞോ? യെസ് മക്കളെ, സം ഓഫ് ഓൾ ഐറ്റംസ് അല്ലെ, സം ഓഫ് ഡീവിയേഷൻസ് ഓഫ് ഐറ്റംസ് ഫ്രം മീൻ അല്ലേ? പറഞ്ഞടാ. പോയാ? പറഞ്ഞിട്ട് പോവല്ലേ, 1 മാർക്കിന്റെ ക്വസ്റ്റ്യൻ വരും ചിലപ്പോ. അത് ആകാശം ഒന്ന് വിളിച്ചാറേ. പറഞ്ഞടാ. നിങ്ങൾക്ക് എഴുതട്ടെ. സം ഓഫ് deviations of all items from the mean is always 0. പറഞ്ഞേ തന്നിട്ടുള്ളൂ അല്ലേ ഞാൻ? മക്കളെ ഇത് ഓർത്ത് വെക്കുക, ചിലപ്പോൾ 1 മാർക്കിന്റെ ക്വസ്റ്റ്യൻ വരും. അതായത് ഓരോ ഐറ്റംസും നമ്മൾ മീനിൽ നിന്ന് കുറയ്ക്കില്ലേ, ഓരോ ഐറ്റംസ് എടുത്തിട്ട് മീൻ വെച്ച് കുറയ്ക്കുമ്പോൾ കിട്ടുന്നതിന് ടോട്ടൽ എപ്പോഴും 0 ആയിരിക്കും കേട്ടോ. 1 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണേ വരും, ഓപ്ഷനിൽ 0 എന്നുണ്ടായിരിക്കും കേട്ടോ. അപ്പൊ ഓരോ ഐറ്റംസും നമ്മൾ എടുത്തിട്ട് മീനിന്ന് കുറയ്ക്കുമ്പോൾ കിട്ടുന്ന ആൻസർ 0 ആയിരിക്കും. ഇത് ചിലപ്പോൾ 8 മാർക്കിന്റെ ക്വസ്റ്റ്യൻ സബ് ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കും. ഇൻട്രസ്റ്റിംഗ് പ്രോപ്പർട്ടി ഓഫ് മീൻ എഴുതാൻ പറയും കേട്ടോ. അപ്പൊ ഈ സെന്റൻസ് ആണ് എഴുതി വെക്കേണ്ടത് കേട്ടോ. ഓക്കെ ആണോ? ഒന്ന് കാണിച്ചേ ദുർഗ, ക്ലിയർ അല്ലേ? 8 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ചിലപ്പോൾ മീനും മോഡും കാണാൻ പറയും. ഇത് സബ് ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കും, റൈറ്റ് ദ ഇൻട്രസ്റ്റിംഗ് പ്രോപ്പർട്ടി ഓഫ് മീൻ കേട്ടോ. അപ്പൊ മീനിന്റെ ഇൻട്രസ്റ്റിംഗ് പ്രോപ്പർട്ടി എഴുതാൻ പറഞ്ഞാൽ ഒരെണ്ണം ഇത് എഴുതാം. പിന്നെ വേണമെങ്കിൽ ഇത് ഇറ്റ് ഷുഡ് ബി ഈസി ടു കാൽക്കുലേറ്റ് എന്നോ, അല്ലെങ്കിൽ സിമ്പിൾ ടു അണ്ടർസ്റ്റാൻഡ് എന്നോ, അല്ലെങ്കിൽ വെൽ ഡിഫൈൻഡ് ഫോർമുല എന്നൊക്കെ എഴുതാം കേട്ടോ. ഓക്കെ അല്ലേ? സെറ്റ് അല്ലേ? ഇത് എന്തായാലും എഴുതണം കേട്ടോ. ഓക്കെ ആണെങ്കിൽ ഈസി കാണിച്ച എല്ലാവരും ഓക്കെ സെറ്റ്. അപ്പൊ നമുക്ക് നെക്സ്റ്റ് നമുക്ക് എന്ത് ചെയ്യാൻ പറയാം? ഫസ്റ്റ് ചാപ്റ്ററിലോട്ട് പോകാം. ഫസ്റ്റ് ചാപ്റ്റർ സ്റ്റാറ്റിസ്റ്റിക്സിന്റെ 5ാമത്തെ നമ്മുടെ കഴിഞ്ഞു. 5ലെ മീൻ മീഡിയം മോഡാണ് നോക്കേണ്ടത്. കണ്ടിന്യൂസ് മാത്രം നോക്കി പോവരുത്, ഡിസ്ക്രീറ്റും ഇൻഡിവിജ്വലും കൂടി നോക്കണം നിങ്ങൾ കേട്ടോ. ഇൻഡിവിജ്വലും ഡിസ്ക്രീറ്റും നോക്കണം. ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നാളെ രാവിലെ ചോദിക്കണം കേട്ടോ. യെസ്, കാണിച്ചു സാറേ ഫസ്റ്റ് ചാപ്റ്റർ. ഫസ്റ്റ് ചാപ്റ്ററിൽ നിങ്ങൾ പഠിക്കേണ്ടത് സ്റ്റാറ്റിസ്റ്റിക്സിന്റെ ഇൻട്രൊഡക്ഷൻ ആണ്. അതിൽ ആദ്യം നോക്കേണ്ടത് എന്താണ്? കുറച്ച് ഡെഫിനിഷൻസ് ആണ്. എന്തൊക്കെ ഡെഫിനിഷൻസ് സാറേ കാണിച്ചു? ആദ്യം കൺസ്യൂമർ ആരാണെന്ന് പഠിക്കണം. കൺസ്യൂമർ ആരാ? വെൻ യു ബൈ സം ഗുഡ്സ് ഫോർ യുവർ യൂസ് അല്ലേ, നിങ്ങളുടെ ഉപയോഗത്തിന് വേണ്ടി. വെൻ എ പേഴ്സൺ എഴുതിയാലും മതി കേട്ടോ. വെൻ എ പേഴ്സൺ ബൈ ഗുഡ്സ് ഫോർ ഓൺ യൂസ് എന്ന് പറയാം കേട്ടോ. ഒരു പേഴ്സൺ, ഒരു വ്യക്തി അവന്റെ സ്വന്തം ഉപയോഗത്തിന് വേണ്ടി സാധനം വാങ്ങിയാൽ അവരെ നമുക്ക് എന്ത് വിളിക്കാം? കൺസ്യൂമർ. ക്ലിയർ ആണെങ്കിൽ ഒന്ന് കഴിച്ച് കാണിച്ചേ. വെൻ എ പേഴ്സൺ ബൈ ഗുഡ്സ് ഫോർ ഓൺ യൂസ് അല്ലെ, സ്വന്തം ഉപയോഗത്തിന് വേണ്ടി സാധനങ്ങൾ വാങ്ങിയാൽ നമുക്ക് അവരെന്ത് വിളിക്കാം? കൺസ്യൂമർ, ഉപഭോക്താവ് എന്ന് പറയാം. അപ്പൊ ആരാണ് സെല്ലർ? സെല്ലർ ആരാ? ഇത് ഫസ്റ്റ് ചാപ്റ്റർ ആണ് കേട്ടോ. സെല്ലർ എന്ന് പറഞ്ഞാൽ ആരാ? വെൻ സമ്മൺ സെൽസ് ഗുഡ്സ് ടു മേക്ക് എ പ്രോഫിറ്റ് അല്ലെ, ലാഭം ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് സാധനങ്ങൾ വിൽക്കുന്ന ആളെ നമുക്ക് എന്ത് വിളിക്കാം? സെല്ലർ, വിൽപ്പനക്കാരൻ. ക്ലിയർ ആണെങ്കിൽ ഒന്ന് വീശി കാണിച്ചേ. സെല്ലർ ക്ലിയർ ആണെങ്കിൽ ഒന്ന് വീശി കാണിച്ചേ. എന്താണ് ആകാശം, എന്താ നീ കാണിച്ചോണ്ടിരിക്കണേ? വെൻ സമ്മൺ സെൽസ് ഗുഡ്സ് ടു മേക്ക് എ പ്രോഫിറ്റ്. അപ്പൊ ഷോപ്പ് കീപ്പർ, ഒരു കടക്കാരൻ സെല്ലർ ആകുന്നു. ആകാശം ചോദിച്ചു, എന്താ ഡൗട്ട്? ഏത്?
വൺ വേർഡ് ചോദിക്കാം, അല്ലെങ്കിൽ വാട്ട് ഈസ് അല്ലെങ്കിൽ ഹു ഈസ് എ സെല്ലർ എന്ന് ചോദിക്കാം കേട്ടോ. ഓക്കെ ഓക്കെ. ആദിദേവ ചോദിച്ച മോനെ. സ്റ്റാറ്റിസ്റ്റിക്സിന്റെ എക്സാമിന് 40 മാർക്കിന് ഉറപ്പായിട്ടും ക്വസ്റ്റ്യൻ ഉണ്ടാവും, ചിലപ്പോൾ അതിൽ കൂടുതൽ ഉണ്ടാവും. ഒരു തവണ 52 മാർക്കിന് ചോദിച്ചിട്ടുണ്ട്, 52 മാർക്സ്. 80ലാണ് അത് പാർട്ട് 1 പാർട്ട് ബി അങ്ങനെയല്ല ചോദിക്കുക, മിക്സ് ആക്കിയിട്ടായിരിക്കും ചോദിക്കുക കേട്ടോ. ചിലപ്പോൾ എക്കണോമിക്സിന്റെ ഒരു ക്വസ്റ്റ്യൻ ആദ്യത്തെ ആയിരിക്കും, രണ്ടാമത് ചിലപ്പോൾ സ്റ്റാർട്ട് ചെയ്യുന്നതായിരിക്കും, അങ്ങനെ ഡിഫറെന്റ് ആയിട്ടായിരിക്കും, മീൻസ് മിക്സ് ആയിട്ട് ക്വസ്റ്റ്യൻ ചോദിക്കുക, അല്ലാണ്ട് പാർട്ട് എ പാർട്ട് ബി എന്നല്ല ചോദിക്കുക കേട്ടോ. കേട്ടോ ആദിദേവേ? ഓക്കെ. അപ്പൊ സ്റ്റാറ്റി ആണോ എക്കണോമിക്സ് ആണെന്നുള്ളത് പഠിച്ചാലേ അറിയുള്ളൂ എവിടെ നിന്നാണ് ക്വസ്റ്റ്യൻ കേട്ടോ. ഓക്കെ ഓക്കെ. ജസ്ലിനെ ചോദിച്ചു അടുത്തുണ്ടോ സാറേ? പ്രൊഡ്യൂസർ. ഡയറക്റ്റ് അല്ലാതെ ഷോർട്ട് കട്ട് മെത്തേഡും സ്റ്റെപ്പ് ഡീവിയേഷൻ മെത്തേഡും അത് പഠിക്കണ്ട, വരൂല. കാരണം എക്സാമിന് ഇന്ന മെത്തേഡിൽ ചെയ്യാൻ ചോദിക്കില്ല, മീനോ മീഡിയനോ മോഡോ കാണാനേ പറയുള്ളൂ, നിങ്ങൾക്ക് ഇഷ്ടമുള്ള മെത്തേഡിൽ ചെയ്യാം. ഓക്കെ അല്ലടാ? പ്രൊഡ്യൂസർ, വെൻ എ പേഴ്സൺ ഓർ ഫേം പ്രൊഡ്യൂസസ് സം ഗുഡ്സ്, അല്ലെ? ചില സാധനങ്ങൾ ഉണ്ടാക്കുന്ന സ്ഥാപനത്തിനെയോ വ്യക്തിയെയോ നമുക്ക് എന്ത് വിളിക്കാം? പ്രൊഡ്യൂസർ എന്ന് പറയാം. ഓക്കെ അല്ലേ? അപ്പൊ പ്രൊഡക്റ്റ് ഉണ്ടാക്കുന്ന വ്യക്തിയെയോ സ്ഥാപനത്തിനെയോ നമുക്ക് എന്ത് പറയാം? പ്രൊഡ്യൂസർ എന്ന് പറയാം. ക്ലിയർ ആണോ? നമുക്ക് വിഷി കാണിച്ച പ്രൊഡ്യൂസർ ക്ലിയർ ആണെങ്കിൽ യെസ്. നെക്സ്റ്റ് വൺ ആണ്, നെക്സ്റ്റ് ഡെഫിനിഷൻ ആണ് സർവീസ് പ്രൊവൈഡർ. ആ പേരിൽ തന്നെ ഉണ്ട് അല്ലെ, സർവീസ് പ്രൊവൈഡർ. ദാറ്റ് മീൻസ് സർവീസ് പ്രൊവൈഡ് ചെയ്യുന്ന ആള് അല്ലെ. ഹു പ്രൊവൈഡ് സർവീസ് ഈസ് കോൾഡ് സർവീസ് പ്രൊവൈഡർ. ആരാണോ സർവീസ് നൽകുന്നത് അവരെ നമുക്ക് എന്ത് വിളിക്കാം? സർവീസ് പ്രൊവൈഡർ എന്ന് പറയാം. ക്ലിയർ അല്ലേ? സെറ്റ് അല്ലേ? എന്നൊക്കെ വിഷി കാണിച്ചേ. യെസ്. നെക്സ്റ്റ് ആണ് എംപ്ലോയി. എംപ്ലോയി എംപ്ലോയർ ഇങ്ങനെ മാച്ച് ചെയ്ത് പഠിക്കുക. എംപ്ലോയി എന്ന് പറഞ്ഞാൽ മറ്റൊരാൾക്ക് വേണ്ടിയിട്ട് ജോലി ചെയ്യുന്ന ആളെ, അത് സാലറി ഓർ വേജസ് ആഗ്രഹിച്ചുകൊണ്ട് വേറൊരാൾക്ക് വേണ്ടിയിട്ട് ജോലി ചെയ്യുന്ന ആളെയാണ് നമ്മൾ എംപ്ലോയി എന്ന് പറയുക. ജോലി കൊടുക്കുന്ന ആളെ നമുക്ക് എന്ത് വിളിക്കാം? എംപ്ലോയർ. ക്ലിയർ ആയോ? അപ്പൊ ജോലി ചെയ്യുന്ന ആള് തൊഴിലാളി, ആർക്ക് വേണ്ടിയാണ് ജോലി ചെയ്യുന്നത് അവരാണ് തൊഴിലാളി. ഇനി ആരാണ് ജോലി നൽകുന്നത് അവരെ നമുക്ക് എന്ത് വിളിക്കാം? എംപ്ലോയർ. ക്ലിയർ ആയോ? നമുക്ക് വീശി കാണിച്ച എല്ലാവരും എംപ്ലോയർ. എംപ്ലോയർ കണ്ടോ? വെൻ യൂസ് എംപ്ലോയ് സംബഡി ഗിവിംഗ് ദം വേജ് ഓർ സാലറി യു ആർ ദ എംപ്ലോയർ. നിങ്ങൾ ആർക്കാണോ ജോലി കൊടുക്കുന്നത് അല്ലെങ്കിൽ നിങ്ങൾ ആർക്കാണോ വേജസ് ഓർ സാലറി കൊടുക്കുന്നത് അവരെ നമുക്ക് എന്ത് വിളിക്കാം? എംപ്ലോയർ. ഓക്കെ അല്ലേ? യെസ്. ഇനി ഒരു 1 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണ് പ്രൊഡക്ഷൻ, കൺസംഷൻ, ഡിസ്ട്രിബ്യൂഷൻ. ഓർത്ത് വെക്കുക, PCD. പ്രൊഡക്ഷൻ, കൺസംഷൻ, ഡിസ്ട്രിബ്യൂഷൻ. ഇത് മൂന്നുമാണ് ഒരു ബേസിക് ആയിട്ട് എക്കണോമിക് ആക്ടിവിറ്റി. നിങ്ങൾ എക്കണോമിക് ആക്ടിവിറ്റി ബിസിനസ് സ്റ്റഡീസിൽ പഠിച്ചില്ലേ? സാമ്പത്തിക പ്രവർത്തനങ്ങൾ അല്ലെ. അതായത് മണി ആഗ്രഹിച്ചുകൊണ്ട് ചെയ്യുന്ന പ്രവർത്തനങ്ങളാണ് ഇത് മൂന്നെണ്ണം. ചിലപ്പോൾ ഫില്ല് ചെയ്യാൻ ചോദിക്കും. പ്രൊഡക്ഷൻ, കൺസംഷൻ ആൻഡ് ഡാഷ് ആർ ദ ബേസിക് എക്കണോമിക് ആക്ടിവിറ്റീസ്. ഏതാണ്? ഡിസ്ട്രിബ്യൂഷൻ. അപ്പൊ പ്രൊഡക്ഷൻ, കൺസംഷൻ ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ ഓർത്ത് വെക്കുക കേട്ടോ. ഓക്കെ ആണെങ്കിൽ കഴിച്ച് കാണിച്ച്. അടുത്തത് ഡാറ്റയുടെ ക്ലാസിഫിക്കേഷൻ ആണ്. ഡാറ്റ അമർനാഥ് നീ അവിടെ ബാക്ക്ഗ്രൗണ്ട് വിർച്വലൊക്കെ ആക്കിയിരുന്നു, നീ അവിടെ ശ്രദ്ധിക്കണ്ട കേട്ടോ. ഡാറ്റയുടെ ക്ലാസിഫിക്കേഷൻ ആണ്. ഡാറ്റയെ നമുക്ക് രണ്ടായിട്ട് തരംതിരിക്കാം. ക്വാണ്ടിറ്റേറ്റീവ് ഡാറ്റയുണ്ട്, ക്വാളിറ്റേറ്റീവ് ഡാറ്റയുണ്ട്. എന്താണ് ക്വാണ്ടിറ്റേറ്റീവ് എന്ന് പറയുന്നത് അമർനാഥ്? അർത്ഥം ക്വാണ്ടിറ്റി എന്ന് പറയുന്ന അർത്ഥം, ക്വാണ്ടിറ്റി എന്ന് പറയുന്ന അർത്ഥം അമർനാഥ് എന്താ ക്വാണ്ടിറ്റി എന്ന് പറഞ്ഞ അർത്ഥം? കേട്ടില്ല. അളവ്. ക്വാണ്ടിറ്റി എന്ന് പറഞ്ഞ അർത്ഥം അളവ് അല്ലെ. അപ്പൊ ക്വാണ്ടിറ്റേറ്റീവ് ഡാറ്റ എന്ന് പറയുന്നത് അളക്കാൻ പറ്റുന്ന ഡാറ്റ. മനസ്സിലായോ? അപ്പൊ ക്വാളിറ്റേറ്റീവോ? കൃത്യമായിട്ട് നമുക്ക് അളന്ന് തിട്ടപ്പെടുത്താൻ കഴിയൂല, അതാണ് ക്വാളിറ്റി. ചിലരുടെ ക്വാളിറ്റി അല്ലേ? ശരിയല്ലേ? ഇപ്പൊ നീ നല്ല സുന്ദരനാന്ന് ഞാൻ പറഞ്ഞു, നീ സമ്മതിക്കൂ? അറിയില്ലെന്നോ? എടാ, ഒരാളുടെ ഗ്ലാമർ എന്ന് പറഞ്ഞാൽ നമുക്ക് പറയാൻ പറ്റുന്നല്ലാതെ, പക്ഷെ അത് കറക്റ്റ് നമുക്ക് അളന്ന് തിട്ടപ്പെടുത്താൻ പറ്റുമോ? പറഞ്ഞാതെ പറ്റുമോ? അപ്പൊ നീ അവിടെ ബാക്ക്ഗ്രൗണ്ട് മാറ്റി കളിച്ചു. നീ ഇതാണ് നിന്നെ ഞാൻ പൊക്കിയത്, മനസ്സിലായോ? അപ്പൊ ക്വാളിറ്റേറ്റീവ് പറഞ്ഞതാണ് കൃത്യമായിട്ട് നമുക്ക് അളന്ന് തിട്ടപ്പെടുത്താൻ കഴിയാത്ത ഡാറ്റയാണ് ക്വാളിറ്റേറ്റീവ് ഡാറ്റ. മക്കളെ ക്ലിയർ ആണെങ്കിൽ വീശി കാണിച്ചേ. ക്വാണ്ടിറ്റേറ്റീവ് എന്ന് പറയുന്നത് എന്താ? അളക്കാൻ പറ്റുന്നത്. ക്വാളിറ്റേറ്റീവ് കറക്റ്റ് നമുക്ക് ന്യൂമറിക്കലി നമുക്ക് അളക്കാൻ പറ്റില്ല. അതായത് ക്വാളിറ്റി, ഒരാളുടെ ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ നമുക്ക് പറയാം അല്ലെ, ക്വാളിറ്റി ബേസിൽ നമുക്ക് പറയാം അത് ബെറ്റർ ആണ്, സൂപ്പർ ആണെന്നൊക്കെ പറയാം. പക്ഷെ കൃത്യമായിട്ട് നമുക്ക് മണി മെഷർമെന്റിൽ നമുക്ക് മെഷർ ചെയ്യാനായിട്ട് പറ്റത്തില്ല. ഓക്കെ അല്ലേ? യെസ്. അപ്പൊ ക്വാണ്ടിറ്റേറ്റീവ് ഡാറ്റയ്ക്ക് എക്സാമ്പിൾ ഹൈറ്റ്, വെയിറ്റ്, ഇൻകം, എക്സ്പോർട്ട്, അതൊക്കെ വേണമെങ്കിൽ മാർക്കൊക്കെ നമുക്ക് പറയാം, കറക്റ്റ് അളക്കാൻ പറ്റുന്നല്ലേ. പക്ഷെ ക്വാളിറ്റേറ്റീവിൽ സെക്സ്, കളറ്, ലിറ്ററസി, ഇന്റലിജൻസ്, ഹോണസ്റ്റി, ആറ്റിറ്റ്യൂഡ്,
ഇതൊക്കെ ക്വാളിറ്റേറ്റീവ് ഡാറ്റയാണ്. സെറ്റ് ആണോ? കാണിച്ച് എല്ലാവർക്കും ഓക്കെ അല്ലേ? ചിലപ്പോൾ കുറെ ഐറ്റംസ് ഒരു ഗ്രൂപ്പ് ചെയ്യാൻ പറയും. ക്വാണ്ടിറ്റേറ്റീവ് ക്വാളിറ്റേറ്റീവ് ഗ്രൂപ്പ് ചെയ്യാൻ പറയും. അപ്പൊ നിങ്ങൾക്ക് അറിഞ്ഞിരിക്കണം ക്വാണ്ടിറ്റേറ്റീവ് ഏതാണ്, ക്വാളിറ്റേറ്റീവ് ഏതാണ്. നെക്സ്റ്റ് നമ്മുടെ സ്റ്റാറ്റിസ്റ്റിക്സിന്റെ ഡെഫിനിഷൻ ആണ്. സ്റ്റാറ്റിസ്റ്റിക്സിനെ നമുക്ക് രണ്ടായിട്ട് ഡിഫൈൻ ചെയ്യാം. സിംഗുലർ സെൻസിലും ഡിഫൈൻ ചെയ്യാം, പ്ലൂറൽ സെൻസിലും ഡിഫൈൻ ചെയ്യാം. സിംഗുലർ സെൻസിൽ എന്താ പറയുന്നത് അറിയോ? ഇറ്റ് ഡിനോട്ട്സ് ദ വേരിയസ് മെത്തേഡ്സ് അഡോപ്റ്റഡ് ഫോർ ദ കളക്ഷൻ, പ്രസന്റേഷൻ, അനാലിസിസ് ആൻഡ് ഇന്റർപ്രിട്ടേഷൻ ഓഫ് ക്വാണ്ടിറ്റേറ്റീവ് ഇൻഫർമേഷൻ. അളക്കാൻ കഴിയുന്ന വിവരങ്ങളെ നമുക്ക് ഏതൊക്കെ മെത്തേഡുകൾ ഉപയോഗിച്ച് നമുക്ക് കളക്ട് ചെയ്യാം, ശേഖരിക്കാം, പ്രസന്റ് ചെയ്യാം, അവതരിപ്പിക്കാം, അനലൈസ് ചെയ്യാം, ഇന്റർപ്രറ്റ് ചെയ്യാം. ഇതിനൊക്കെ എല്ലാത്തിനെയും കൂടി നമ്മൾ പറയുന്ന പേരാണ് സ്റ്റാറ്റിസ്റ്റിക്സ്. അതാണ് സിംഗുലർ സെൻസ്. അപ്പൊ സിംഗുലർ സെൻസിൽ സ്റ്റാറ്റിസ്റ്റിക്സിന്റെ നിർവചനം എന്താണ്? ഇറ്റ് ഡിനോട്ട്സ് ദ വേരിയസ് മെത്തേഡ്സ് അഡോപ്റ്റഡ് ഫോർ ദ കളക്ഷൻ, പ്രസന്റേഷൻ, അനാലിസിസ് ആൻഡ് ഇന്റർപ്രിട്ടേഷൻ ഓഫ് ക്വാണ്ടിറ്റേറ്റീവ് ഇൻഫർമേഷൻ. ക്ലിയർ ആണെങ്കിൽ കൈശി കാണിച്ച്. സിംഗുലർ സെൻസ് അറിയാത്തവരുണ്ടെങ്കിൽ ഒന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കാം കേട്ടോ. പ്ലൂറൽ സെൻസിലാണ് ചോദിക്കുകയാണെങ്കിൽ വളരെ സിമ്പിളാണ്. അതായത് ചിലപ്പോൾ എക്സാമിന് ഇങ്ങനെ ചോദിക്കാം കേട്ടോ, ഡിഫൈൻ സ്റ്റാറ്റിസ്റ്റിക്സ് ഇൻ പ്ലൂറൽ നൗൺ. മനസ്സിലായോ? അപ്പൊ പ്ലൂറൽ നൗണിലാണ് ഡെഫിനിഷൻ ചോദിച്ചെങ്കിൽ ഇതാണ് എഴുതേണ്ടത്. ഇറ്റ് റെഫേഴ്സ് ടു ക്വാണ്ടിറ്റേറ്റീവ് ഇൻഫർമേഷൻ ഓർ ഡാറ്റ. ഓക്കെ അല്ലേ? അപ്പൊ സിംഗുലറും കഴിഞ്ഞു, പ്ലൂറലും കഴിഞ്ഞു. ഇനി ഈ ചാപ്റ്ററിലെ ഷുവർ ക്വസ്റ്റ്യൻ റെഡിയാണോ? ഷുവർ ക്വസ്റ്റ്യനിലോട്ട് പോകാൻ. ഈ ചാപ്റ്ററിൽ ഷുവർ ആയിട്ട് വരുന്ന ക്വസ്റ്റ്യൻ ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അത് കഴിഞ്ഞ് ചാപ്റ്റർ കഴിഞ്ഞു. സാറേ കാണിച്ചോ? ഇമ്പോർട്ടൻസ് ഓഫ് സ്റ്റാറ്റിസ്റ്റിക്സ്. മക്കളെ, സ്റ്റാറ്റിസ്റ്റിക്സിന്റെ ഇമ്പോർട്ടൻസ് ചിലപ്പോൾ അത് ഡയറക്റ്റ്ലി ചോദിക്കണമെന്നില്ല. ചിലപ്പോൾ നിങ്ങളോട് ചോദിക്കും സ്റ്റാറ്റിസ്റ്റിക്സ് ഇന്ന മേഖലയിൽ എത്രത്തോളം പ്രാധാന്യമുണ്ട്, അല്ലെങ്കിൽ ഈ പറയുന്ന മേഖലയിൽ ഈ പറയുന്ന സ്കോപ്പ് എങ്ങനെയാണ് സ്റ്റാറ്റിസ്റ്റിക്സിന്റെ, അല്ലെങ്കിൽ ഒരു എക്കണോമിക് സ്റ്റുഡന്റ് എന്ന രീതിയിൽ സ്റ്റാറ്റിസ്റ്റിക്സിനെ കുറിച്ച് നിങ്ങളോട് എഴുതാൻ പറഞ്ഞാൽ അതൊക്കെ ഇമ്പോർട്ടൻസ് ആണ് എഴുതേണ്ടത് കേട്ടോ. നിങ്ങൾക്ക് സ്റ്റാറ്റിസ്റ്റിക്സിനെ കുറിച്ച് എഴുതാൻ ഇമ്പോർട്ടൻസ് മാത്രമേ ഉള്ളൂ. അപ്പൊ സ്റ്റാറ്റിസ്റ്റിക്സ് എവിടെ കണ്ടാലും അത് ഇമ്പോർട്ടൻസ് ആണ്. ഓക്കെ അല്ലേ? അപ്പൊ കൈശി കാണിച്ചേ. അപ്പൊ സ്റ്റാറ്റിസ്റ്റിക്സ് എന്ന് പറഞ്ഞാൽ എന്താ? ഇറ്റ് ഇസ് എൻ ഇന്നോവേറ്റബിൾ ടൂൾ ഇൻ ദ ഹാൻഡ്സ് ഓഫ് ഇക്കണോമിസ്റ്റ്. അല്ലെ, ഒരു സാമ്പത്തിക ശാസ്ത്രജ്ഞന്റെ കൈകളിൽ ഒഴിച്ചുകൂടാനാവാത്ത ഒരു ടൂളാണ് സ്റ്റാറ്റിസ്റ്റിക്സ്. ഓക്കെ അല്ലെ? ഒരു എക്കണോമിസ്റ്റിന്റെ ഹാൻഡ്സുകളിൽ എന്താണ്? ഇന്നോവേറ്റബിൾ ആയിട്ടുള്ള, ഒഴിച്ചുകൂടാനാവാത്ത ഒരു ടൂളാണ് സ്റ്റാറ്റിസ്റ്റിക്സ്. സെക്കൻഡ് വൺ, ഇറ്റ് ഹെൽപ്സ് ടു അണ്ടർസ്റ്റാൻഡ് വേരിയസ് എക്കണോമിക് പ്രോബ്ലം. പലതരത്തിലുള്ള സാമ്പത്തിക പ്രശ്നങ്ങൾ മനസ്സിലാക്കാൻ നമ്മൾ എന്ത് സഹായിക്കുന്നു? സ്റ്റാറ്റിസ്റ്റിക്സ് സഹായിക്കുന്നു. 3, കോംപ്ലക്സ് ന്യൂമറിക്കൽ ഡാറ്റ. വളരെ കോംപ്ലക്സ് എന്ന് പറഞ്ഞാൽ എന്താ? കോംപ്ലിക്കേറ്റഡ് അല്ലെ, വളരെ ബുദ്ധിമുട്ടേറിയ ഡാറ്റാസിനെയൊക്കെ നമുക്ക് എന്ത് ചെയ്യാം? സിംപ്ലിഫൈഡ് ത്രൂ സ്റ്റാറ്റിസ്റ്റിക്സ്. സ്റ്റാറ്റിസ്റ്റിക്സ് ഉപയോഗിച്ച് നമുക്ക് സിമ്പിൾ ആക്കാൻ പറ്റുന്നു. മനസ്സിലായോ? അപ്പൊ കോംപ്ലക്സ് ആയിട്ടുള്ള ഡാറ്റാസിനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? സ്റ്റാറ്റിസ്റ്റിക്സ് ഉപയോഗിച്ച് സിംപ്ലിഫൈ ചെയ്യാം. നെക്സ്റ്റ്, വോളിയംനെസ് ഡാറ്റാസ് ആർ റെഡ്യൂസ്ഡ് ത്രൂ സ്റ്റാറ്റിസ്റ്റിക്സ്. വോളിയംനെസ് ഡാറ്റാസ് ആർ എന്നാണ് കേട്ടോ. ആർ റെഡ്യൂസ്ഡ് ത്രൂ സ്റ്റാറ്റിസ്റ്റിക്സ്. സ്റ്റാറ്റിസ്റ്റിക്സ് ഉപയോഗിച്ച് നമുക്ക് വോളിയംനെസ്, വോളിയം കൂടിയ വലിപ്പമേറിയ ഡാറ്റയെ നമുക്ക് ലഘൂകരിക്കാൻ, റെഡ്യൂസ് ചെയ്യാനായിട്ട് പറ്റും. അടുത്തത്, ഇറ്റ് ഹെൽപ്സ് ടു അസർട്ടൈൻ ട്രെൻഡ്സ് ആൻഡ് ടെൻഡൻസി. ഗതി നിർണ്ണയിക്കാൻ അല്ലെ, സ്റ്റാറ്റിസ്റ്റിക്സ് ഉപയോഗിച്ച് നമുക്ക് ഫ്യൂച്ചറിനെ നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റും. മനസ്സിലായി? ഭാവിയെ നമുക്ക് മുൻകൂട്ടി കാണാൻ പറ്റും. അതാണ് ട്രെൻഡ് ആൻഡ് ടെൻഡൻസീസ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ലാസ്റ്റ്, 6th പോയിന്റ്, ഇറ്റ് ഹെൽപ്സ് ടു ദ ഗവൺമെന്റ് ഫോർ മേക്കിംഗ് പ്ലാൻസ് ആൻഡ് പോളിസീസ്. ഗവൺമെന്റിനെ സഹായിക്കുന്ന സ്റ്റാറ്റിസ്റ്റിക്സ് എന്തിനു വേണ്ടിയിട്ടാ? ഫോർ മേക്കിംഗ് പ്ലാൻസ് ആൻഡ് പോളിസീസ്. കണ്ടോ? പ്ലാനുകളും പോളിസികളൊക്കെ. പ്ലാൻസ് എന്ന് പറയുന്നത് എന്താ? ആസൂത്രണം ചെയ്യാനും, പോളിസി എന്ന് പറയുന്ന നയങ്ങൾ അല്ലെ, ഈ നയങ്ങൾ ഉണ്ടാക്കാനും അതുപോലെ തന്നെ ആസൂത്രണം ചെയ്യാനൊക്കെ ഗവൺമെന്റിനെ സഹായിക്കുന്ന ഒരു ടൂൾ കൂടിയാണ് സ്റ്റാറ്റിസ്റ്റിക്സ്. ലാസ്റ്റ് പോയിന്റ് ആണ്, ഇറ്റ് ഹെൽപ്സ് ടു കമ്പയർ എക്സ്പോർട്ട് ആൻഡ് ഇമ്പോർട്ട് ഓഫ് എ കൺട്രി. ഒരു രാജ്യത്തിന്റെ എക്സ്പോർട്ട്, കയറ്റുമതിയും ഇമ്പോർട്ട്, ഇറക്കുമതിയും തമ്മിൽ പരസ്പരം താരതമ്യം ചെയ്യാനും നമ്മൾ എന്ത് സഹായിക്കുന്നു? സ്റ്റാറ്റിസ്റ്റിക്സ് ഹെൽപ്പ് ചെയ്യുന്നു. ക്ലിയർ ആണെങ്കിൽ വീശി കാണിച്ച എല്ലാവരും. മക്കൾ, ഇതിലൊരു 4 പോയിന്റോ അല്ലെങ്കിൽ 5 പോയിന്റോ ഉറപ്പായിട്ട് പഠിച്ചിട്ട് പോവാ. വെരി വെരി ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. അതുപോലെ സ്റ്റാറ്റിസ്റ്റിക്സിന്റെ ലിമിറ്റേഷൻസ്, അത് ചില ടെക്സ്റ്റ് ബുക്കിൽ ഉണ്ട്. ലിമിറ്റേഷൻ എന്ന് പറഞ്ഞാൽ അത് ക്വാണ്ടിറ്റേറ്റീവ് ആസ്പെക്ട് മാത്രമേ കൺസിഡർ ചെയ്യുള്ളൂ, അത് ഹിസ്റ്റോറിക്കൽ ആണെന്നൊക്കെ പറയുകയാണെങ്കിൽ എഴുതാം. അത് ലിമിറ്റേഷൻ ആണ് കേട്ടോ. 2 പോയിന്റ് നോട്ട് ചെയ്തോളൂ. ഇറ്റ് ഈസ് ഹിസ്റ്റോറിക്കൽ ആണ്. ഓൺലി ക്വാണ്ടിറ്റേറ്റീവ് ഇൻഫർമേഷൻസ് ആർ കൺസിഡർ. ക്വാണ്ടിറ്റേറ്റീവ് മാത്രമേ കൺസിഡർ ചെയ്യുള്ളൂ. അത് സ്റ്റാറ്റിസ്റ്റിക്സിന്റെ ലിമിറ്റേഷൻ ആണ്, പരിമിതി കേട്ടോ. 2 നോട്ട് ചെയ്ത് വെച്ചോ. നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ ഇല്ല, പക്ഷെ എനിക്ക് തോന്നുന്നത് NCERT ബുക്കിലോ ഏതോ ഒരു ബുക്കിൽ ഞാൻ കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് ആ 2 പോയിന്റ് ജസ്റ്റ് ഒന്ന് എഴുതി വെക്കുക. എവിടെ നിന്ന് വേണമെങ്കിലും ക്വസ്റ്റ്യൻ വരാലോ. ഓക്കെ, അപ്പൊ ഫസ്റ്റ് ചാപ്റ്റർ നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. അപ്പൊ 5th ചാപ്റ്ററും ഫസ്റ്റ് ചാപ്റ്ററും നമ്മുടെ ഇന്ന് സ്റ്റാറ്റിസ്റ്റിക്സ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി 2nd ചാപ്റ്റർ, 3rd ചാപ്റ്റർ, 4th ചാപ്റ്റർ, ഈ 3 ചാപ്റ്റർ നമ്മൾ നാളെ മോർണിംഗ് 6 to 7:30 ആയിരിക്കും ഡിസ്കസ് ചെയ്യുക. ഇനി നിങ്ങൾ ഇന്ത്യൻ ഇക്കോണമി ആയിരിക്കും ഡിസ്കസ് ചെയ്യുക. ഓക്കെ അല്ലേ?
അപ്പോൾ സ്റ്റാറ്റിസ്റ്റിക്സിലെ ഒന്നാമത്തതും അഞ്ചാമത്തെയും ചാപ്റ്റർ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്തു. 5 മീൻ മീഡിയൻ മോഡ് നന്നായി പഠിക്കുക. ഷുവർ ക്വസ്റ്റ്യൻ ആണ്. ചിലപ്പോൾ 8 മാർക്കിന് ചോദിച്ചില്ലെങ്കിലും ചിലപ്പോൾ മീൻ മാത്രമായിട്ട് ചോദിക്കാം, അല്ലെങ്കിൽ മീഡിയൻ മാത്രമായിട്ട് ചോദിക്കാം, അല്ലെങ്കിൽ മോഡ് മാത്രമായിട്ട് ചോദിക്കാം. അതിലെ ക്വാർട്ടൈൽ എന്തിന് ഈക്വൽ ആ? Q2 മീഡിയനോട് ഈക്വൽ ആണ്. അത് ഓർത്ത് വെക്കുക. പാർട്ടീഷൻ വാല്യൂ ആണ്, അറിയാലോ, അത് ഈക്വൽ ആണ്. അപ്പൊ ഫസ്റ്റ് ചാപ്റ്ററും 5th ചാപ്റ്റർ നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. എന്താ ആ ലിമിറ്റേഷൻ പറയാം. ഓൺലി ക്വാണ്ടിറ്റേറ്റീവ് ഇൻഫർമേഷൻസ് ആർ കൺസിഡേർഡ്. ക്വാണ്ടിറ്റേറ്റീവ് വിവരങ്ങൾ മാത്രം സ്റ്റാറ്റിസ്റ്റിക്സിൽ കൺസിഡർ ചെയ്യുന്നു. അതൊരു ലിമിറ്റേഷൻ ആണ്. പിന്നെ ഇറ്റ് ഈസ് ഹിസ്റ്റോറിക്കൽ. പഴയ ഡാറ്റ വെച്ചിട്ടാണ് നമ്മൾ ചെയ്യുക. അതൊരു ലിമിറ്റേഷൻ. ഇറ്റ് ഈസ് ഹിസ്റ്റോറിക്കൽ കേട്ടോ. ഏതിലടാ ദുർഗ? കിട്ടിയില്ലേ 2 പോയിന്റ്? ഓക്കെ. അപ്പോൾ ഫസ്റ്റത്തെയും അവസാനത്തെ ചാപ്റ്റർ സ്റ്റാറ്റി ഡിസ്കസ് ചെയ്തു. ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് 2nd, 3rd, 4th ആയിരിക്കും. ഓക്കെ അല്ലേ? 2nd, 3rd, 4th ആയിരിക്കും ഡിസ്കസ് ചെയ്യാനായിട്ട് പോവുക. അപ്പോൾ ഒരു 5 മിനിറ്റ് ബ്രേക്ക് എടുത്തോട്ടോ. 5 മിനിറ്റ് ബ്രേക്ക് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് എക്കണോമിക്സിന്റെ ക്ലാസ് ആയിരിക്കും കേട്ടോ. യെസ്, കറക്റ്റ് ടൈമിന് കയറണേ. ഇന്ത്യൻ ഇക്കോണമി ആണ്. യെസ്, ഗുഡ് ഈവനിങ്. ഓക്കെ, അപ്പൊ നിങ്ങൾ രജീഷ് സാറിന്റെ സ്റ്റാറ്റിസ്റ്റിക്സ് ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. പെട്ടെന്ന് ഞാൻ വന്നു അല്ലേ? അപ്പോൾ ഇത്രയും നേരം കുറച്ച് പ്രോബ്ലം കാര്യങ്ങളാണ്. അപ്പോൾ നിങ്ങൾ കുറേ നേരം പ്രോബ്ലംസ് കാര്യങ്ങളൊക്കെ നോക്കുമ്പോൾ ഇത്തിരി ബോറടിക്കും. അപ്പോൾ അത് കാരണം കൊണ്ട് ഒന്ന് തിയറി കയറാമെന്ന് വിചാരിച്ചു. അപ്പോൾ രജീഷ് സാറിന്റെ ബാലൻസ് നാളെ രാവിലെ ഉണ്ട്. അപ്പോൾ എല്ലാവരും മുടങ്ങാതെ തന്നെ രാവിലെ കയറിക്കോണം കേട്ടോ. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ സാറ് ബാക്കി വെച്ചിട്ടുണ്ട്. എന്നിട്ടാണ് സാറ് പോയിരിക്കുന്നത്. അപ്പോൾ എന്തായാലും നമുക്ക് ആ കാര്യങ്ങളൊക്കെ നന്നായിട്ട് പഠിക്കണം. ഇനി നമ്മുടെ തിയറി ഭാഗത്തേക്ക് വരികയാണെങ്കിൽ നമ്മൾ എന്തൊക്കെ കാര്യങ്ങളാണ് നോക്കേണ്ടതെന്നുള്ളതാണ് നമ്മൾ പറയാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് അധികം വലിച്ചു വാരി പഠിക്കുന്നതിൽ കാര്യമില്ല. നമ്മൾ എല്ലാ കാര്യങ്ങളും ഓൾറെഡി കവർ ചെയ്തതാണ്. അതിൻ്റെ എക്സാമുകൾ നമ്മൾ നല്ലപോലെ എഴുതിയിട്ടുള്ളതാണ്. 10 മാർക്കിൻ്റെ ആയിട്ടും എല്ലാ ദിവസങ്ങളിലൊക്കെ ആയിട്ട് നമ്മളത് കവർ ചെയ്തിട്ടുണ്ട് അല്ലേ? അപ്പോൾ ഇനി ആ ഭാഗത്ത് നിന്നും ഓരോ ചാപ്റ്ററിൽ നിന്നും എവിടെ നിന്നാണ് ക്വസ്റ്റ്യൻസ് വരുന്നത്, ആ ക്വസ്റ്റ്യൻ്റെ ഒരു നേച്ചർ എങ്ങനെയാണ്, അതാണ് നിങ്ങൾക്ക് ഇനി അറിയേണ്ടത്. അല്ലാതെ തിയറി പേപ്പറിൽ ഇനി അവിടെ എക്സ്പ്ലനേഷനോ അല്ലെങ്കിൽ അതിൻ്റെ ഒരു ഇൻ്റർപ്രിട്ടേഷനോ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്കത് ആവശ്യമില്ല. അത് ആവശ്യത്തിനും അനാവശ്യത്തിനും ഞാൻ വിത്ത് എക്സ്പ്ലനേഷൻ അടക്കം നിങ്ങൾക്ക് തന്നിട്ടുള്ളതാണ്. പിന്നെ പുതുതായിട്ട് വന്ന കുട്ടികൾക്കാണെങ്കിൽ അവരത് പഠിച്ചു കഴിഞ്ഞതാണ്. അപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം ഇത് എവിടെ നിന്നാണ് ഈ ചോദ്യം വരുന്നത് എന്നുള്ളതാണ് അറിയേണ്ടത്. അപ്പോൾ നമുക്ക് ആ കാര്യങ്ങളൊക്കെ ഒന്ന് ഡിസ്കസ് ചെയ്യാം അല്ലേ സാറേ? യെസ്, അപ്പം നമ്മൾ ആ കാര്യങ്ങളാണ് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ നമുക്ക് ഒട്ടും സമയം കളയേണ്ട. നമ്മൾ ഇന്ന് നോക്കാനായിട്ട് പോകുന്നത് എക്കണോമിക്സ്, ഇന്ത്യൻ എക്കോണമിയിലെ 3ാമത്തെ ചാപ്റ്റർ, 4ാമത്തെ ചാപ്റ്റർ, 5ാമത്തെ ചാപ്റ്റർ, 6ാമത്തെ ചാപ്റ്റർ, 7ാമത്തെ ചാപ്റ്റർ. ഇത്രയും ചാപ്റ്റേഴ്സ് ആണ് ക്രിസ്മസ് എക്സാമിന് നിങ്ങളെ കാത്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ആ ഒരു ഓർഡറിൽ തന്നെ അങ്ങോട്ട് പറഞ്ഞു പോവാം. നമുക്ക് ആദ്യം 3ാമത്തെ ചാപ്റ്റർ, വലിയ മാർക്കിന്റെ ചോദ്യങ്ങൾ വരാൻ സാധ്യതയുള്ള ചാപ്റ്റർ. ഓക്കെ, ലിബറലൈസേഷൻ, പ്രൈവറ്റൈസേഷൻ, ഗ്ലോബലൈസേഷൻ, എ ക്രിട്ടിക്കൽ അപ്രൈസൽ എന്നാണ് ഈ ഒരു ചാപ്റ്ററിന്റെ പേര്. 1991 ശേഷമുള്ള ഇന്ത്യൻ എക്കോണമി. ഈ ചാപ്റ്ററിൽ എന്താണ് ഏറ്റവും കൂടുതൽ ഫോക്കസ് ചെയ്യേണ്ടത്? ഞാൻ അതാണ് എല്ലാ കാര്യങ്ങളും ഞാൻ പറയും, ബട്ട് ഫോക്കസ്ഡ് ആയിട്ടുള്ള കാര്യങ്ങൾ ഒന്നുകൂടെ ഒന്ന് ഉറപ്പിച്ച് ഞാൻ പറയും. നിങ്ങൾ ശരിക്കായിട്ട് നോക്കിക്കോണം. ഓക്കെ, അപ്പോൾ അതിൽ ആദ്യം നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം വേൾഡ് ട്രേഡ് ഓർഗനൈസേഷൻ WTO ഉറപ്പായിട്ടും വരും. ഒന്നില്ലെങ്കിൽ അത് ആദ്യത്തെ MCQ ക്വസ്റ്റ്യൻസിൽ ഓപ്ഷൻ തരുമല്ലോ മക്കൾ. ഓപ്ഷൻ നിന്ന് എടുത്തെഴുതുന്ന നിങ്ങൾ എക്കണോമിക്സിന്റെ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ കണ്ടിരുന്നോ? ഉണ്ടെങ്കിൽ ഒന്ന് കഴിച്ച് കാണിച്ചേ. അതിൽ ആദ്യത്തെ ഒരു 5 ക്വസ്റ്റ്യൻ അല്ലെങ്കിൽ 10 ക്വസ്റ്റ്യൻ MCQ ആണ്. ബ്രാക്കറ്റിൽ നിന്ന് എടുത്ത് ഓപ്ഷൻ ABC ഓപ്ഷൻ തരും, അതിൽ നിന്ന് എടുത്ത് എഴുതുന്ന സംഭവമാണ്. അപ്പൊ അതില് ഒന്നില്ലെങ്കിൽ WTO ചോദിക്കും, അല്ലെങ്കിൽ പിന്നെ WTO നിസ്സാര ചോദ്യത്തിലേക്ക് ഒന്നും പോകില്ല. 6 മാർക്കിന്റെ നിങ്ങളുടെ മീൻ മീഡിയൻ മോഡ് എക്സ്പ്ലനേഷൻ ഒക്കെ വരുന്ന ചോദ്യമില്ലേ, അവിടെ എനിക്ക് നിങ്ങളോട് പേഴ്സണലി ഒരു ഉപദേശം എനിക്ക് നൽകാനുള്ളത്, മക്കളെ കാര്യം ശരിയാണ്, എക്കണോമിക്സ് ആണ്, ഞാൻ എക്കണോമിക്സ് ആണ് എടുത്തുകൊണ്ടിരിക്കുന്നത്, ഞാൻ അതിനെ ഒരുപാട് സപ്പോർട്ടൊക്കെ ചെയ്യും. പക്ഷേ സ്റ്റാറ്റിസ്റ്റിക്സിലെ മീൻ മീഡിയൻ മോഡ് ഒരു ക്വസ്റ്റ്യൻ വന്നാൽ ഒരു കാരണവശാലും വേണ്ടി അത് ഉറപ്പായിട്ട് വരികയും ചെയ്യും. അതിൻ്റെ ഓപ്ഷൻ ആയിട്ടായിരിക്കും നമുക്ക് പലപ്പോഴും തിയറി പേപ്പർ വരിക. ഞാനടക്കം +1 ചെയ്ത കാര്യം അതാണ് ചെയ്തത്. മീൻ മീഡിയം മോഡ് ആ ക്വസ്റ്റ്യൻ വന്നാൽ വിട്ടുകളയൂല. കാരണം മുഴുവൻ മാർക്കും കൈ കിട്ടുപോയി, ഒരൊറ്റ മാർക്ക് പോകില്ല. ഈ എസ്സേ എടുത്തുണ്ടെങ്കിൽ സ്പെല്ലിങ്ങും മോശമായി പോയി, കൈയക്ഷരം മോശം എന്നൊക്കെ പറഞ്ഞ് അതിന് വേണമെങ്കിൽ മാർക്ക് കുറയ്ക്കാം, 2-3 മാർക്ക് കുറയ്ക്കാം. അവിടെ അത് കുറയൂല. അപ്പൊ അത് എപ്പോഴും മനസ്സിലുണ്ടായിരിക്കണം കേട്ടോ. ഓക്കെ, അപ്പോ വേൾഡ് ട്രേഡ് ഓർഗനൈസേഷൻ എന്ന് പറയുന്ന ഒരു സംഭവം നിങ്ങൾ നോക്കിയിട്ടുണ്ടാവും. വേൾഡ് ട്രേഡ് ഓർഗനൈസേഷൻ WTO പലപ്പോഴും
WTO എന്ന് പറഞ്ഞിട്ടേ വരുള്ളൂ. ഇത് ആദ്യം ഗാട്ട് എന്നാണ് ഇതിനെ വിളിച്ചത്, ജനറൽ എഗ്രിമെന്റ് ഓഫ് താരിഫ് ആൻഡ് ട്രേഡ് എന്ന അർത്ഥം വരുന്ന ഗാട്ട്. 1948 ഇതിന്റെ പേര് ഗാട്ട് എന്നായിരുന്നു. 1991 ആ ഒരു കാലഘട്ടമായപ്പോഴാണ് ഇത് WTO അല്ല 1995 ആ ഒരു കാലഘട്ടത്തിലാണ് ഇത് WTO ആവുന്നത് കേട്ടോ. അപ്പൊ അതൊന്ന് നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടാവണം. പിന്നെ ഇതിന്റെ എയിംസ്, വേൾഡ് ട്രേഡ് ഓർഗനൈസേഷന്റെ എയിംസ് ആണ് അടുത്തൊരു പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻ. ഈക്വൽ ഓപ്പർച്യൂണിറ്റി ടു ഓൾ കൺട്രീസ് ഇൻ ദ ഇന്റർനാഷണൽ മാർക്കറ്റ്. അന്താരാഷ്ട്ര വിപണിയിൽ എല്ലാ രാജ്യങ്ങൾക്കും ഒരേ പരിഗണന നൽകുക എന്നുള്ളതാണ് അതിന്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത. പിന്നെ എൻകറേജിങ് ദ മൾട്ടിലാറ്ററൽ ട്രേഡ്, വിവിധോദ്ദേശ കച്ചവടങ്ങൾ, അതായത് രാജ്യവ്യാപകമായ കച്ചവടങ്ങളെ ഇത് സ്വാഗതം ചെയ്യുന്നു എന്നുള്ളതാണ്. അപ്പൊ ഇതൊക്കെയാണ് ഇതിന്റെ പ്രത്യേകതയായിട്ട് പറയുന്നത്. അപ്പൊ ഈ കാര്യങ്ങൾ നല്ല രീതിയിൽ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവണം. ഈ ചാപ്റ്ററിൽ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഫസ്റ്റ് ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ ഇതാണ്. ഇനി ഈ ചാപ്റ്ററിൽ ഏറ്റവും കൂടുതൽ MCQ-ലായിക്കോട്ടെ അല്ലെങ്കിൽ ചെറിയ മാർക്കിനായിക്കോട്ടെ ഏറ്റവും കൂടുതൽ ചോദ്യം ചോദിച്ചിട്ടുള്ളതാണ് ആൻസർ ആകാശം എന്തോ ഡൗട്ട് ചോദിക്കുന്നുണ്ടല്ലോ. മോനെ ഡൗട്ട്സുകളെല്ലാം കൂട്ടി വെച്ചിട്ട് അവസാനം ചോദിക്കുന്നതായിരിക്കും നല്ല. എന്നാലും അവൻ ചോദിച്ചാലേ നമുക്ക് ആൻസർ പറയാം. ആകാശം മോനെ പറയടാ. ഉണ്ട് സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻസും വരും കേട്ടോ. ഓക്കെ, ദെൻ ഔട്ട്സോഴ്സിംഗ് ആണ് പിന്നെ ഈ ചാപ്റ്ററിൽ ഏറ്റവും കൂടുതൽ ചോദിക്കാൻ സാധ്യതയുള്ള മറ്റൊരു പ്രധാനപ്പെട്ട ചോദ്യം എന്ന് പറയുന്നത്. ഡെഫിനറ്റ്ലി ദാറ്റ് ഈസ് ഔട്ട്സോഴ്സിംഗ്. നമ്മൾ പലപ്പോഴും വിട്ടുകളയുന്ന ഒരു ചോദ്യമുണ്ട്, പക്ഷെ ഇത് ചോദിക്കും. ഇത് പലപ്പോഴും ഇപ്പൊ ഞാൻ കഴിഞ്ഞ 2025 ഫെബ്രുവരിയിലെ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഇത് കണ്ടത് എക്സാമ്പിൾ ആണ്. അതായത് ഈ ഒരു പ്രോസസ്സിനെ വിളിക്കുന്ന പേരെന്താന്ന് അല്ലെ. അതായത് നമ്മുടെ ഇവിടെ പറയുന്ന ഒരു കാര്യമുണ്ട്, ഡെവലപ്ഡ് കൺട്രീസ് ആർ ഔട്ട്സോഴ്സിംഗ് മെനി സർവീസസ് ഫ്രം ദ ഡെവലപ്പിംഗ് കൺട്രീസ് ലൈക്ക് ഇന്ത്യ എന്ന് പറയുന്നുണ്ടല്ലോ. ഇതിനെ തന്നെ ഒരു ചോദ്യമാക്കിയിരിക്കും. അതായത് ഡെവലപ്ഡ് കൺട്രീസ് മേ ഡിപ്പെൻഡ് ദ ഹെൽപ്പ് ഓർ ദ സർവീസ് ഫ്രം ദ ഡെവലപ്പിംഗ് കൺട്രീസ് ലൈക്ക് വാട്ട് ഇസ് ദ നെയിം ഓഫ് ദിസ് പ്രോസസ്. ഈ ഒരു പ്രോസസ്സിനെ വിളിക്കുന്ന പേരെന്താണ്? അതിന്റെ ഓപ്ഷൻ ഗ്ലോബലൈസേഷൻ, ലിബറലൈസേഷൻ, ഔട്ട്സോഴ്സിംഗ്, അങ്ങനെയൊക്കെ ഫെറ എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ തരും. എന്നിട്ട് ഇതിൽ ഏതാണ് എന്നായിരിക്കും ചോദിക്കുക. അപ്പൊ അതിന്റെ ആൻസർ ഔട്ട്സോഴ്സിംഗ് ആണ്. അങ്ങനെയും ചോദിച്ചിട്ടുണ്ട്. എന്താണ് ഔട്ട്സോഴ്സിംഗ് എന്ന് ഡയറക്റ്റും ചോദിച്ചിട്ടുണ്ട്. അപ്പൊ ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. പിന്നെ ഈ ചാപ്റ്ററിൽ നമ്മൾ പിന്നെ ബാക്കിയുള്ള കാര്യങ്ങൾ നോക്കി പോകണം. അപ്പൊ അതിൻ്റെ അകത്ത് ഇതിൻ്റെ അകത്ത് ഈ ചാപ്റ്ററിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഞാൻ ലാസ്റ്റ് ആയിരിക്കും പറയാം. അപ്പോൾ അതിനു മുമ്പ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളാണ് ഞാൻ പറയാനായിട്ട് പോകുന്നത്. ഓക്കെ, ഷോർട്ട് കമ്മിങ്സ് ഓഫ് ഇന്ത്യൻ എക്കോണമി ഫ്രം 1951 to 1991. 1991 വരെ ഉണ്ടായ ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയുടെ ഷോർട്ട് കമ്മിങ്സ്, അതായത് പോരായ്മകൾ എന്തായിരുന്നു? അതായത് ലാർജ് ഇൻവെസ്റ്റ്മെന്റ് ഉണ്ടായിരുന്നില്ല. പിന്നെ എന്താണ്, ഫോറിൻ ഇൻവെസ്റ്റ്മെന്റിന് വളരെ അധികം തടസ്സങ്ങൾ ഉണ്ടായിരുന്നു. പിന്നെ പ്രൈവറ്റ് സെക്ടർ വളരെ കുറവായിരുന്നു. പിന്നെ ഹൈ ടാക്സ് ആയിരുന്നു ഇന്ത്യയിൽ. പിന്നെ ഇമ്പോർട്ട് ഡ്യൂട്ടി വളരെ വളരെ കൂടുതലായിരുന്നു. പബ്ലിക് പെർഫോമൻസ്, അതായത് പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ പെർഫോമൻസ് എന്ന് പറയുന്നത് വളരെ ദാരുണമായിരുന്നു എന്നുള്ളതാണ് ഇന്ത്യയുടെ ഷോർട്ട് കമ്മിങ്സ് എന്ന് പറയുന്നത്. ഇനി MRTP ആൻഡ് ഫെറ, ഇതിന്റെ ഫുൾ ഫോം അടക്കം പലപ്പോഴും ചോദിക്കാറുണ്ട്. സർ നെക്സ്റ്റ് സ്ലൈഡ് പ്ലീസ്. MRTP ആൻഡ് ഫെറ പലപ്പോഴും ചോദിക്കാറുണ്ട്. എന്താണ് MRTP? മോണോപോളീസ് ആൻഡ് റെസ്ട്രിക്റ്റീവ് ട്രേഡ് പ്രാക്ടീസ് ആക്ട്. മൊണോപോളിയെ തടയുന്നതിന് വേണ്ടി, കുത്തക വ്യാപാരങ്ങളെ തടയുന്നതിന് വേണ്ടി ഇന്ത്യ ഗവൺമെന്റ് വെച്ച് പുലർത്തിയിരുന്ന ഒരു സംഭവമാണ് MRTP. ഫെറ എന്ന് പറയുന്നത് ഫോറിൻ എക്സ്ചേഞ്ച് റെഗുലേഷൻ ആക്ട്, വിദേശ കച്ചവടങ്ങൾ ഇന്ത്യയിൽ നിയന്ത്രിക്കുക എന്നതായിരുന്നു ഇതിന്റെ ലക്ഷ്യങ്ങൾ. അപ്പൊ ഈ രണ്ട് കാര്യങ്ങൾ വളരെ ഇമ്പോർട്ടന്റ് ആണ്. എക്സാമിന് ചോദിക്കും. ഒന്നില്ലെങ്കിൽ ഇതിന്റെ ഫുൾ ഫോം ചോദിക്കും, അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട ഒരു MCQ ക്വസ്റ്റ്യൻ ചോദിക്കും. അങ്ങനെയൊക്കെയാണ് ഇതിനകത്ത് വരാറ്. MRTP അല്ലെങ്കിൽ ഫെറ ചോദിക്കാതെ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ പോലും ഞാൻ കണ്ടിട്ടില്ല. അപ്പോൾ വളരെ ഇമ്പോർട്ടന്റ് ആണ്. പിന്നെ അടുത്തത് എക്കണോമിക് ക്രൈസിസ് ആണ്. 1991 ഇന്ത്യയുടെ എക്കണോമിക് ക്രൈസിസ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ആ സമയത്താണ് ഇന്ത്യയിൽ പെട്രോളിയം പ്രൈസ് ഒക്കെ വളരെയധികം ഉയർന്നത്. കാരണം വിലയൊക്കെ വളരെയധികം കുറയുന്ന ഒരു സംഭവം ഇതുണ്ടായിരുന്നു. ഫോറിൻ എക്സ്ചേഞ്ച് ഒക്കെ ഇന്ത്യയിൽ തകിടം മറിയുന്ന ഒരു അവസ്ഥയിലേക്ക് വന്നു. പിന്നെന്താണ്, ഇന്റർനാഷണൽ കമ്മിറ്റ്മെന്റുകളൊക്കെ നമുക്ക് ഡീൽ ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് ഇന്ത്യ ഗവൺമെന്റ് പോയി. പിന്നെ എന്താണ്, സർ നെക്സ്റ്റ് സ്ലൈഡ് പ്ലീസ്. പിന്നെ നമ്മുടെ ക്രെഡിറ്റ് റേറ്റിംഗ് ഏജൻസികളൊക്കെ ഇല്ലേ, ഇപ്പൊ മൂഡീസ്, അമേരിക്കൻ സ്റ്റാൻഡേർഡ് ആൻഡ് പുവർ എന്നൊക്കെ പറയുന്ന കമ്പനികളൊക്കെ ഏജൻസികളൊക്കെ ഇന്ത്യയുടെ ക്രെഡിറ്റ് റേറ്റിംഗിനൊക്കെ വളരെയധികം താഴ്ത്തി കാണിച്ചു. ക്രെഡിറ്റ് റേറ്റിംഗ് എന്ന് വെച്ചാൽ കടം വാങ്ങിച്ചാൽ തിരിച്ചു കൊടുക്കാനുള്ള കഴിവ്. സിബിൽ സ്കോർ എന്ന് പറയും. ഇന്ത്യയുടെ സിബിൽ സ്കോർ ഒക്കെ വളരെ മോശമാണ് എന്ന് പറയുന്ന അവസ്ഥയിലേക്ക് എത്തി. അങ്ങനെ നമ്മൾ IBRDയുടെ ഫുൾ ഫോം പഠിച്ചു വെച്ചോണ്ട്, ഇന്റർനാഷണൽ ബാങ്ക് ഫോർ റീകൺസ്ട്രക്ഷൻ ആൻഡ് ഡെവലപ്മെന്റ്, അതൊന്ന് ഫുൾ ഫോം ഒന്ന് പഠിച്ചു വെച്ചേക്കുക, വളരെ ഇമ്പോർട്ടന്റ് ആണ്. അതേപോലെ തന്നെ IMF, ഇന്റർനാഷണൽ മോണിറ്ററി ഫണ്ട്, ഈ രണ്ട് ടീമിനെ ഇന്ത്യ എന്ത് ചെയ്തു, അപ്രോച്ച് ചെയ്തു. അപ്പൊ അവരെന്ത് ചെയ്തു, 7
ബില്യൺ US$ ഇന്ത്യക്ക് തന്നേക്കാം എന്ന് പറഞ്ഞു. അവിടെ നിന്നാണ് പിന്നെ ഇന്ത്യൻ എക്കോണമി പതിയെ പിച്ച വെച്ച് തുടങ്ങുന്നത് അല്ലെങ്കിൽ ഉയർത്തെഴുന്നേൽക്കുന്നത് അവിടെ മുതലാണ്. ഓക്കെ, പിന്നെ കണ്ടീഷൻസ് ഓഫ് വേൾഡ് ബാങ്ക് ആൻഡ് IMF നിങ്ങൾ വായിച്ചു നോക്കിയാൽ മതി. ആ ഭാഗത്തൊന്നും കാര്യമായിട്ട് വളരെ വലിയ ചോദ്യങ്ങളൊന്നും വരുന്നില്ല. ഈ ഒരു ഭാഗം നിങ്ങൾ വായിച്ചു നോക്കാം. ഓക്കെ, ഇനി ഇവിടെ നിന്ന് ചോദിച്ചിട്ടുള്ള ഏറ്റവും കൂടുതൽ ചോദിച്ചിട്ടുള്ള 1-2 ചോദ്യങ്ങൾ നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാം. ദ പോളിസി ഇൻട്രൊഡ്യൂസ്ഡ് ഇൻ 1991 ഈസ് നോൺ ആസ് 2025 ഫെബ്രുവരിയിൽ ചോദിച്ച ചോദ്യമുണ്ട്. അതായത് കഴിഞ്ഞ മോഡൽ എക്സാമിന് ചോദിച്ച ചോദ്യമാണ്. ഈ ചോദ്യത്തിന് ആൻസർ അറിയാവുന്നവരുണ്ടെങ്കിൽ ഒന്ന് കൈവച്ച് കാണിച്ചേ. ദ പോളിസി ഇൻട്രൊഡ്യൂസ്ഡ് ഇൻ 1991 ഇൻ ഇന്ത്യ. പോളിസി വെച്ചാൽ എക്കണോമിക് പോളിസി, അത് പ്രത്യേകിച്ച് പറയില്ല. എക്കണോമിക്സിൽ പിന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന പോളിസി എക്കണോമിക് പോളിസി ആണല്ലോ. ആര് പറയും? ആരാണ്? അലക്സിനോട് ചോദിച്ചു നോക്കാം. മോനെ അലക്സ്, മോനെ പറഞ്ഞടാ. ഇൻഡസ്ട്രിയൽ പോളിസി റെസൊല്യൂഷൻ ഇതാണോ ഇന്ത്യയില് ഇത് കൊണ്ടുവന്ന 1991 ഗ്രീൻ റവല്യൂഷൻ ആണോ? 5-year പ്ലാൻ ആണോ? അല്ല മോനെ, NEP ആണ്, ന്യൂ എക്കണോമിക് പോളിസി ആണ് കേട്ടോ. ഇൻഡസ്ട്രിയൽ മാത്രമല്ല കേട്ടോ. ഓക്കെ, അപ്പൊ അതൊന്ന് ജസ്റ്റ് എന്ത് ചെയ്തേക്കൊന്ന് നോക്കിയേക്കാം. ദെൻ അടുത്തൊരു ചോദ്യമാണ് WTO റീപ്ലേസ് ചെയ്ത് വേറെ മുമ്പ് ഏതോ ഒരു സംഭവത്തിനെയാണ് WTO റീപ്ലേസ് ചെയ്തത്. അതേതാണ്? ആര് പറയും? ആകാശ് മോനെ ചോദിച്ചടാ. അല്ല മോനെ പറഞ്ഞടാ. ആകാശ് സ്റ്റക്കായി പോയി. ആരാണ്? ബിയ. മോനെ പറഞ്ഞ മോനെ ബിയ. ഗാട്ടാണ് അല്ലെ? ഗാട്ടിന്റെ ഫുൾ ഫോം അറിയോ? അതും ചിലപ്പോ ചോദിക്കും. എഗ്രിമെന്റ്, ജനറൽ എഗ്രിമെന്റ് ഓഫ് ട്രേഡ് ആൻഡ് താരിഫ് കേട്ടോ. ഓക്കെ, അപ്പൊ അത് തരും. അതിന്റെ ഏതാണ് ഗാട്ട് എന്നൊക്കെ ചോദിക്കും കേട്ടോ. ഇനി അടുത്ത ഒരു പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ്. വിച്ച് ആക്ട് റെസ്ട്രിക്റ്റഡ് ഫോറിൻ ഇൻവെസ്റ്റ്മെന്റ് ബിഫോർ 1991? ഇന്ത്യയിൽ വിദേശ നിക്ഷേപങ്ങൾ നിയന്ത്രിച്ചിരുന്ന നിയമം ഏതായിരുന്നു? താഴെ തന്നിരിക്കുന്നത് MRTP ആക്ട്, ഫെറ ആക്ട്, ഫെമ ആക്ട്, സെബി ആക്ട്. ഇതിൽ ഏതാണ്? ആര് പറയും? സെബി മീൻസ് സെക്യൂരിറ്റി ആൻഡ് എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യ ആക്ട് കേട്ടോ. ദുർഗ മോനെ പറഞ്ഞടാ. ഗുഡ് ഈവനിങ്. എന്താണ്? FERA. യെസ്, ഫെറ. യെസ്, വെരി റൈറ്റ് ആൻസർ. അടിപൊളി. അപ്പോൾ ഇത് ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ ഇവിടെ നിന്ന് നിങ്ങൾക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. പിന്നെ അടുത്ത ഒരു കാര്യമാണ് എന്ത്? ഡിസിഷൻ ഓഫ് ഇന്ത്യ അണ്ടർ ദ കണ്ടീഷൻസ് ഗിവൺ ബൈ ദ വേൾഡ് ബാങ്ക്. 2 ഡിസിഷൻ ആണ് എടുത്തത്. ഏതൊക്കെയാണത്? ഒന്ന് സ്റ്റെബിലൈസേഷൻ മെഷേഴ്സ്, അതായത് താൽക്കാലികമായിട്ടുള്ള പ്രശ്നങ്ങളെ സ്റ്റെബിലൈസ് ചെയ്യുക. കുത്തനെയുള്ള വിദേശ ഇൻവെസ്റ്റ്മെന്റുകളും പ്രശ്നമാണ്. അപ്പൊ ചിലപ്പോൾ ഇന്ത്യയിലെ പലതും പൂട്ടിക്കെട്ടിപ്പോവും. അതേപോലെ തന്നെ കുത്തനെയുള്ള ഇൻവെസ്റ്റ്മെന്റുകൾ വരുമ്പോൾ അതിനുള്ള ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റ് ഇന്ത്യയിൽ ഉണ്ടാവില്ല. അപ്പൊ അതിന് വേണ്ട സ്റ്റെബിലൈസേഷൻ മെഷർ എടുത്തു. മറ്റൊന്ന് സ്ട്രക്ചറൽ അഡ്ജസ്റ്റ്മെന്റ് പ്രോഗ്രാമാണ്. ഇന്ത്യയെ മൊത്തത്തിലൊന്ന് അഴിച്ചു പണിയുക. ഇന്ത്യയുടെ എല്ലാ മേഖലയിലും, സമസ്ത മേഖലകളിലും ഘട്ടം ഘട്ടമായിട്ട് എന്ത് ചെയ്യുക? മാറ്റങ്ങൾ കൊണ്ടുവരിക. അതാണ് നമ്മുടെ എംപ്ലോയ്മെന്റ് സ്ട്രക്ചർ, നമ്മുടെ ബിസിനസ് സ്ട്രക്ചർ, നമ്മുടെ ഇൻവെസ്റ്റ്മെന്റ് സ്ട്രക്ചർ, എല്ലാത്തിലും മാറ്റങ്ങൾ. ടാക്സേഷൻ പോളിസി, ഇതിനകത്തൊക്കെ മാറ്റങ്ങൾ കൊണ്ടുവരുന്നതിനാണ് സ്ട്രക്ചറൽ അഡ്ജസ്റ്റ്മെന്റ് പ്രോഗ്രാംസ്. ഇത് രണ്ടും ഇന്ത്യയിൽ വിജയകരമായിട്ട് അപ്ലൈ ചെയ്തു. ഇപ്പൊ സ്റ്റെബിലൈസേഷൻ മെഷർ എന്താണ് എന്ന് പലപ്പോഴും ചോദിക്കാറുണ്ട്. സ്ട്രക്ചറൽ അഡ്ജസ്റ്റ്മെന്റ് എന്നുള്ളത് എക്സ്പ്ലെയിൻ ചെയ്തൊന്നും ഒരിക്കലും എന്ത് ചെയ്യാറില്ല, ചോദിക്കാറില്ല. ഓക്കെ, അപ്പൊ നമുക്ക് അടുത്ത സംഭവത്തിലേക്കാണ് ഇനി പോകേണ്ടത്. സ്റ്റെബിലൈസേഷൻ മെഷർ നിങ്ങൾ വായിച്ചു നോക്കുക. സ്ട്രക്ചറൽ അഡ്ജസ്റ്റ്മെന്റ് പ്രോഗ്രാംസും നിങ്ങൾ എന്ത് ചെയ്യുക? നന്നായിട്ട് വായിച്ച് മാത്രം എന്ത് ചെയ്യുക? നോക്കുക. ഓക്കെ, നെക്സ്റ്റ് പോട്ടെ സാറേ. ഇനി നമുക്ക് ഇതിനകത്ത് ഏറ്റവും കൂടുതൽ വരുന്ന ഭാഗത്തേക്കാണ് നമ്മൾ പോകുന്നത്. യെസ്, റീഫോംസ് വേരിയസ് സെക്ടർ ഇൻ ഇന്ത്യ അണ്ടർ ലിബറലൈസേഷൻ. ലിബറലൈസേഷൻ വന്നപ്പോൾ ഇന്ത്യയിലെ ഓരോ മേഖലകളിലും ഏതൊക്കെ മേഖലകളിലാണ് മാറ്റം വന്നത്? വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇൻഡസ്ട്രിയൽ സെക്ടർ, ഫിനാൻഷ്യൽ സെക്ടർ, ടാക്സേഷൻ സെക്ടർ, ഫോറിൻ എക്സ്ചേഞ്ച് സെക്ടർ, ട്രേഡ് ആൻഡ് ഇൻവെസ്റ്റ്മെന്റ് സെക്ടർ. ഈ 5 മേഖലകളിലാണ് മാറ്റം വന്നത്. അതിൽ തന്നെ ഇൻഡസ്ട്രിയൽ സെക്ടറിൽ വന്ന മാറ്റങ്ങളൊന്ന് സെപ്പറേറ്റ് നോക്കിക്കോണം. ഡീലൈസൻസിങ്, ഡീറിസർവേഷൻ ഓഫ് ദി ഗുഡ്സ് ഓഫ് സ്മോൾ സ്കെയിൽ സെക്ടർ, അമെൻമെന്റ് ഓഫ് MRTP ആൻഡ് ഫെറ. ഇതിന്റെ എക്സ്പ്ലനേഷൻ നിങ്ങൾ വേഗം വായിച്ചു പോവുക. കാരണം അതിൻ്റെ അകത്ത് വേറെ ഇപ്പൊ ഡീലൈസൻസിങ് എന്താണ് ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കുക. എല്ലാ മേഖലകളിലും വളരെ സ്ട്രാറ്റജിക് ആയിട്ടുള്ളതിന് മാത്രം ലൈസൻസ് മതി, ബാക്കിയുള്ളതിന് എന്ത് വേണ്ട? ലൈസൻസ് വേണ്ട. ഡീറിസർവേഷൻ എന്ന് പറയുന്നതാണ് ഗവൺമെന്റിനോ സ്മോൾ സ്കെയിൽ മേഖലയ്ക്കോ റിസർവേഷൻ പറഞ്ഞു വെച്ചിരുന്നു, അത് വേണ്ട, എടുത്തു കളഞ്ഞു. അതേപോലെ തന്നെ ഗവൺമെന്റിന്റെ പോലെ തന്നെ സ്മോൾ സ്കെയിലും അവിടെ റിസർവേഷൻ ചെയ്ത് ഒഴിവാക്കുകയാണ്. അമെൻമെന്റ് ഓഫ് MRTP ആൻഡ് ഫെറ, ഇതൊക്കെ എന്താ പറയാ, ഈ പറയുന്ന മാറ്റം വന്നു. അതേപോലെ തന്നെ ഫിനാൻഷ്യൽ സെക്ടറിൽ വന്ന മാറ്റങ്ങൾ നന്നായിട്ടൊന്ന് പഠിക്കേണ്ട ഒരു സംഭവം തന്നെയാണ്.
ഫിനാൻഷ്യൽ സെക്ടറിൽ എത്ര എണ്ണം പഠിക്കണം? 4 പഠിച്ചാൽ മതി. ബാങ്ക് ബ്രാഞ്ചസ് ലൈസൻസിങ് ലിബറലൈസ്ഡ്, ന്യൂ ജനറേഷൻ ഓഫ് പ്രൈവറ്റ് ബാങ്ക്സ് അലൗഡ്, ഡെപ്പോസിറ്റ് ആൻഡ് ലെൻഡിങ് റേറ്റ് റെഗുലേറ്റഡ്, CRR ക്രെഡിറ്റ് റിസർവ് റേഷ്യോ, SLS സ്റ്റാറ്റ്യൂട്ടറി ലിക്വിഡിറ്റി റേഷ്യോ, ഇതിലെല്ലാം മാറ്റങ്ങൾ കൊണ്ടുവന്നു. നിങ്ങൾക്ക് അറിയാവുന്നതാണ്, അല്ലെങ്കിൽ ഇതിനകത്ത് ഏതെങ്കിലും ഇഷ്ടമുള്ളവരെ പഠിക്കാം. അതേപോലെ തന്നെയാണ് ടാക്സ് മേഖലയിൽ നമ്മൾ കൊണ്ടുവന്ന മാറ്റങ്ങൾ. ഇനി ഞാൻ നിങ്ങളോടൊരു കാര്യം പറഞ്ഞോട്ടെ. ഈ ചോദ്യം ലിബറലൈസേഷൻ കാരണം കൊണ്ട് തന്നെ ചോദിക്കണമെന്നില്ല, അല്ലെങ്കിൽ പ്രൈവറ്റൈസേഷൻ കൊണ്ട് ചോദിക്കില്ല, അല്ലെങ്കിൽ ഗ്ലോബലൈസേഷൻ ചോദിക്കാറില്ല. പൊതുവെ ലിബറലൈസേഷൻ കൊണ്ടുവന്നുകൊണ്ടാണ് പറയാറ്. ചിലപ്പോൾ ഇതിന്റെ LPG 3 കാരണം കൊണ്ടാണ് ഇങ്ങനെ ഒരു മാറ്റം വന്നിട്ടുള്ളത്. അപ്പൊ അത് കാരണം കൊണ്ട് ഇത്തരം മേഖലകളിൽ വന്ന മാറ്റങ്ങൾ LPG കാരണം കൊണ്ട്, അല്ലെങ്കിൽ ലിബറലൈസേഷൻ കാരണം കൊണ്ട്, പ്രൈവറ്റൈസേഷൻ കാരണം കൊണ്ട്, ഗ്ലോബലൈസേഷൻ, ഏതാണെങ്കിലും നിങ്ങൾ ഇത് എഴുതിയാൽ മതി കേട്ടോ. ഓക്കെ, അപ്പൊ ഈ കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുക, നന്നായിട്ട് വായിച്ചു നോക്കുക. പിന്നെ നമ്മുടെ ഫോറിൻ എക്സ്ചേഞ്ചിൽ വന്ന മാറ്റങ്ങൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ ഈ പറയുന്ന എന്തെല്ലാം കാര്യങ്ങളിലാണ് അത് കൊണ്ടുവന്നതെന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ ട്രേഡ് ഇൻവെസ്റ്റ്മെന്റ്, ഇത്തരം കാര്യങ്ങൾ നോക്കുക. പിന്നെ പ്രൈവറ്റൈസേഷൻ എന്താണെന്നൊക്കെ നിങ്ങൾ വായിച്ചു നോക്കിയാൽ മാത്രം മതി. എയിംസ് ഓഫ് പ്രൈവറ്റ് ഡിസ്ഇൻവെസ്റ്റ്മെന്റ് പോളിസി വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇത് എന്തായാലും നിങ്ങൾ എന്ത് ചെയ്യണം, നോക്കിയിട്ടുണ്ടാവണം. ഇത് എക്സാമിന് ചോദിക്കാറുണ്ട്, വാട്ട് ആർ ദ എയിംസ് ഓഫ് ഡിസ്ഇൻവെസ്റ്റ്മെന്റ് ഓർ പ്രൈവറ്റൈസേഷൻ. ഇത് ഡിസ്ഇൻവെസ്റ്റ്മെന്റ് എന്നാണ് പലപ്പോഴും ചോദിക്കാറ്. അപ്പൊ അതുകൊണ്ട് തന്നെ നിങ്ങൾ എന്ത് ചെയ്യണം, ഇതൊന്ന് നോക്കിയിട്ടുണ്ടാവണം. ഡിസ്ഇൻവെസ്റ്റ്മെന്റ് കൊണ്ട് നമ്മൾ ഉദ്ദേശിച്ചത് ഇംപ്രൂവിങ് ദ മാനേജ്മെന്റ് ഓഫ് PSU വെച്ചാൽ പബ്ലിക് സെക്ടർ അണ്ടർടേക്കിംഗ് എന്നാണ്. ത്രൂ ദ സുപ്പീരിയർ മാനേജ്മെന്റ് ടെക്നിക്. അതായത് ഗവൺമെന്റ് നോക്കി നടത്തുന്ന ഒരുപാട് കമ്പനികളുണ്ട്. ആ കമ്പനികളെല്ലാം തന്നെ പ്രൈവറ്റൈസ് ചെയ്യുക, അല്ലെങ്കിൽ ആ കമ്പനികളുടെ ഷെയർ വിറ്റഴിക്കുക. അതിനാണ് ഡിസ്ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയുന്നത്. അതിനെ കൂടുതൽ കാര്യക്ഷമമാക്കുക. പ്രൈവറ്റ് മേഖലയ്ക്ക് കൊടുക്കുമ്പോൾ അത് കൂടുതൽ കാര്യക്ഷമമാവുകയാണ് ചെയ്യുന്നത്. ഇംപ്രൂവിങ് ഫിനാൻഷ്യൽ പെർഫോമൻസ് ഓഫ് PSUs ത്രൂ ദ ഫിനാൻഷ്യൽ ഡിസിപ്ലിൻ. അതായത് നമ്മളുടെ മികച്ച ഒരു ധനകാര്യപരമായിട്ടുള്ള കാര്യങ്ങൾ മെച്ചപ്പെടുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തും. നല്ലൊരു അച്ചടുക്കമുള്ള ധനകാര്യ വ്യവസ്ഥയിലേക്ക് നമ്മൾ എത്തും. പിന്നെ എന്താണ്, എൻഹാൻസിങ് എബിലിറ്റീസ് ഓഫ് കമ്പനീസ് ടു റൈസ് ഫിനാൻഷ്യൽ റിസോഴ്സസ് ഫ്രം ദ മാർക്കറ്റ്. അതായത് നമ്മൾ കുറച്ചും കൂടെ വളരും കമ്പനികൾ, വിപണികളിൽ നിന്നും അവർക്ക് ആവശ്യമുള്ള ഫണ്ട്, ധനസമാഹരണത്തിന് ഉതകുന്ന രീതിയിൽ കമ്പനികൾ വളരും, പ്രൈവറ്റ് ആണെങ്കിൽ. ഇതൊക്കെയാണ് അതിന്റെ ഗുണങ്ങളായിട്ട് പറയുന്നത്. പിന്നെ ഗ്ലോബലൈസേഷൻ എന്താണ് എന്നുള്ളത് നിങ്ങൾ വായിച്ചു നോക്കിയാൽ മാത്രം മതി. ഗ്ലോബലൈസേഷൻ എന്നുള്ള സംഭവം എന്താണ്. ഓക്കെ, പിന്നെ ഇന്ത്യൻ GDP ആഫ്റ്റർ എക്കണോമിക് റീഫോംസ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചോദ്യമാണ്, പലപ്പോഴും ചോദിക്കാറുണ്ട്. there was a significant increase in India's GDP. ഇന്ത്യയുടെ GDP-യിൽ വലിയ ഒരു മാറ്റം തന്നെയാണ് വന്നിട്ടുള്ളത്. പിന്നെ എന്താണ്, the 10th 5-year plan achieved a record growth rate of 7.9. അതായത് ഇന്ത്യയുടെ 10ാമത്തെ പഞ്ചവത്സര പദ്ധതി ആയപ്പോഴത്തേക്കും നമ്മൾ 7.9 എന്ന് പറയുന്ന ആ ഒരു വലിയ ഒരു അച്ചീവ്മെന്റിലേക്ക് നമ്മൾ എത്തി. During this period, India has been the second fastest growing major economy in the world. ഈ സമയത്ത് ലോകത്തിൽ അതിവേഗത്തിൽ വളരുന്ന 2ാമത്തെ സാമ്പത്തിക ശക്തിയായി ഇന്ത്യക്ക് മാറാൻ സാധിച്ചു. വർഷം എന്ന് പറയുന്നത് 2006 ശേഷമാണ്, 2011 വരെയുള്ള സമയം കേട്ടോ. അപ്പൊ ഈ ഇത്രയും കാര്യങ്ങൾ നോക്കുക. ഇനി അടുത്ത ഒരു സംഭവം പറയുന്നത് ഇന്ത്യൻ ഡിസ്ഇൻവെസ്റ്റ്മെന്റ് പോളിസിയാണ്. ഇത് നിങ്ങൾ ജസ്റ്റ് വായിച്ചാൽ മതി. ഇന്ത്യൻ ഡിസ്ഇൻവെസ്റ്റ്മെന്റ് പോളിസി, അതായത് 1991-1992 ഇന്ത്യ ടാർഗറ്റ് ചെയ്തത് 2500 കോടി രൂപയ്ക്കുള്ള പൊതു സ്വത്ത് വിറ്റഴിക്കുക എന്നുള്ളതാണ്. ഇത് ആ വർഷം തന്നെ 3040 കോടിയോളം നമ്മൾ വിറ്റഴിച്ചു. 2016-2017 ആയപ്പോഴത്തേക്കും ഇന്ത്യ 56500 കോടി രൂപയുടെ പൊതു സ്വത്തുക്കളാണ് വിറ്റഴിച്ചത്. അപ്പൊ നമ്മള് ഇത് കഥ അറിയാത്ത ആളുകൾ സോഷ്യൽ മീഡിയയിലൊക്കെ പറയുന്നില്ലേ, ജവഹർലാൽ നെഹ്റു തുടങ്ങി വെച്ചത്, ഇന്ദിരാഗാന്ധി തുടങ്ങി വെച്ചത്, രാജീവ് ഗാന്ധി തുടങ്ങി വെച്ചത്, പക്ഷെ ഇപ്പോഴത്തെ മന്ത്രിമാര് വിറ്റ് തൊലയ്ക്കുന്നത് എന്നും പറഞ്ഞുകൊണ്ട്. അത് സത്യം. അത് ഇപ്പൊ ഏത് മന്ത്രിയാണെങ്കിലും ഇപ്പോഴത്തെ കാലത്ത് വരുന്ന ഏതൊരാളാണെങ്കിലും ഇത് ചെയ്തേ പറ്റുള്ളൂ. കാരണം ഇത് അന്നത്തെ ഒരു ഗ്ലോബൽ വ്യവസ്ഥയും ഇന്നത്തെ ഗ്ലോബൽ വ്യവസ്ഥയും വ്യത്യാസമാണ്. ഗവൺമെന്റുകൾ അവരുടെ പൊതു സ്വത്തുക്കൾ പ്രൈവറ്റൈസ് ചെയ്യുന്ന കാലഘട്ടത്തിലാണ് ഇന്ന് ലോകത്തുള്ള എല്ലാ രാജ്യങ്ങളും. അത് ചെയ്യാത്ത രാജ്യങ്ങൾ ഏതൊക്കെയാണ്, അവരൊക്കെ സാമ്പത്തികമായിട്ട് അതപ്പതിച്ച് കിടക്കണം. അപ്പോൾ ഇന്ത്യ എന്ന് പറയുന്ന രാജ്യങ്ങൾ ഇനിയും വിറ്റഴിക്കൽ തുടർന്നുകൊണ്ടേയിരിക്കും. എന്തൊക്കെ സ്വത്ത് ഉണ്ടോ അതൊക്കെ എന്ത് ചെയ്തുകൊണ്ടിരിക്കും, ഡിസ്ഇൻവെസ്റ്റ്മെന്റ് ചെയ്തുകൊണ്ടേയിരിക്കും എന്നുള്ളതാണ്. പിന്നെ ക്രിറ്റിസിസം ഉണ്ട്. ഇങ്ങനെ വിറ്റഴിച്ചാലുള്ള പ്രശ്നങ്ങൾ എന്താണ്, വളരെ ഇമ്പോർട്ടന്റ് ആണ്, എക്സാമിന് ചോദിക്കാറുണ്ട്. ക്രിറ്റിസിസംസ് അഗെയിൻസ്റ്റ് ഡിസ്ഇൻവെസ്റ്റ്മെന്റ്, asset of several public sector undertaking have been undervalued, sold to the private sector, thereby bringing the huge losses to the government. അതായത്
ഇത് പൊതുമേഖലയ്ക്ക് വിൽക്കുന്നത് വളരെ വില കുറച്ചാണ്. അദാനിമാർക്ക് അംബാനിമാർക്കൊക്കെ ഇത് വളരെ വിലക്കുറവിന് കൊടുക്കുന്നു എന്നൊരു ഇത് പറയുന്നുണ്ട്. ഒരു ചുളു വിലയ്ക്കാണ് ഇത് അടിച്ചെടുക്കുന്നത്. ഗവൺമെന്റിന് വലിയ നഷ്ടമാണെന്ന് പറയുന്നുണ്ട്. The income from such disinvestment was not set aside for the developments of PSU. പക്ഷെ ഇങ്ങനെ നമ്മൾ വിറ്റഴിക്കുന്ന ഇതുകൊണ്ട് അതിൻ്റെ ഒരു ഡെവലപ്മെന്റ് കാണുന്നില്ല, അല്ലെങ്കിൽ അതേപോലെ പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ വളർച്ചയ്ക്കായിട്ട് ആ ഫണ്ട് ഉപയോഗപ്പെടുത്തുന്നില്ല. മറിച്ച് അല്ലാത്ത അല്ലെങ്കിൽ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റിന് അത് ഉപയോഗിക്കുന്നില്ല, മറിച്ച് കടം എഴുതിത്തള്ളാൻ, ഇതുകൊണ്ട് കുറെ കടങ്ങൾ രാജ്യത്തുള്ളത് എഴുതിത്തള്ളാൻ മാത്രമേ ഇത് ഉപയോഗിക്കുന്നുള്ളൂ. ഇങ്ങനെയൊക്കെയുള്ള പല വിമർശനങ്ങളും ഇതിന്റെ പിന്നിൽ വരുന്നുണ്ട്. അപ്പൊ അത് നിങ്ങൾ നന്നായിട്ട് എന്ത് ചെയ്തേക്കുക, വായിച്ചിട്ടുണ്ടാവും. ഓക്കെ, പിന്നെ നമ്മളൊരു ചോദ്യമാണ് റീഫോംസ് ഓഫ് അവർ ഫിസ്ക്കൽ പോളിസി ഡ്യൂറിങ് ദ എക്കണോമിക് റീഫോംസ്. അതായത് നമ്മുടെ ഫിസ്ക്കൽ പോളിസി, ധനനയത്തിൽ വന്ന മാറ്റങ്ങൾ എന്തെല്ലാമായിരുന്നു എന്നുള്ളതാണ്. ദ ഗവൺമെന്റ് ഇൻട്രൊഡ്യൂസ്ഡ് ലോവർ ടാക്സ് റേറ്റ് ടു കർബ് ടാക്സ് ഇവേഷൻ ആൻഡ് ഇൻക്രീസസ് പബ്ലിക് റവന്യൂ. പൊതുവരുമാനം കൂട്ടുന്നതിന് വേണ്ടി നമ്മൾ നികുതി വെട്ടിച്ചുരുക്കി. അപ്പൊ എന്താണ്, കൂടുതൽ ഇൻവെസ്റ്റ്മെന്റുകൾ വരുമല്ലോ. പക്ഷെ അത് നമുക്ക് കാര്യമായിട്ടുള്ളൊരു ഗുണം നമുക്ക് തന്നില്ല എന്ന് മാത്രമല്ല, നികുതി വരുമാനത്തിൽ രാജ്യം വലിയൊരു നഷ്ടം നേരിടുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. ഓക്കെ, ദെൻ ഇതൊക്കെയാണ് ഈ ചാപ്റ്ററിൽ ചോദിക്കുന്നത്. അതേപോലെ തന്നെ ഈ ചാപ്റ്ററിൽ ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ക്വസ്റ്റ്യൻ ആണിത്. ഇത് കഴിഞ്ഞ കൊല്ലം ചോദിച്ച ഒരു ചോദ്യമാണ്. ആ ചോദ്യം ഞാനൊന്ന് വായിക്കാം. സെല്ലിംഗ് ഓഫ് എ പാർട്ട് ഓഫ് ദ ഇക്വിറ്റി എന്ന് വെച്ചാൽ നമ്മുടെ സ്വത്ത്. ഓക്കെ, ഓഫ് പബ്ലിക് സെക്ടർ എന്റർപ്രൈസസ് ടു ദ പബ്ലിക് ഈസ് നോൺ ആസ്. അതായത് ഇത്തരത്തിൽ നമ്മുടെ പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ ഷെയറുകൾ, ഇക്വിറ്റി ഷെയർ, അതായത് ഉടമസ്ഥത ഓഹരി എന്നാണ് ഇക്വിറ്റി എന്ന് ഉദ്ദേശിച്ചത്. തുല്യത അല്ല കേട്ടോ, ഉടമസ്ഥത ഓഹരി. അത് നിങ്ങൾ വായിക്കുമ്പോൾ ശ്രദ്ധിക്കണം. ഇനി നിങ്ങൾക്ക് ഇംഗ്ലീഷ് പെട്ടെന്ന് പിടികിട്ടില്ല, തൊട്ടുപുറത്ത് മലയാളത്തിലും എഴുതി വെച്ചിട്ടുണ്ടാവും, ഒന്ന് വായിച്ചു നോക്കുക. അപ്പോ പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ ഉടമസ്ഥത ഓഹരികൾ വിറ്റഴിക്കുന്ന പ്രവൃത്തിയെ നമ്മൾ പറയുന്ന പേരെന്താണ്? ഓപ്ഷൻ എ ഗ്ലോബലൈസേഷൻ, ഓപ്ഷൻ ബി ഔട്ട്സോഴ്സിംഗ്, ഓപ്ഷൻ സി ലിബറലൈസേഷൻ, ഓപ്ഷൻ ഡി ഡിസ്ഇൻവെസ്റ്റ്മെന്റ്. ഇതിലേതാണ്? ആര് പറയും? അക്ഷരാർത്ഥത്തിൽ ഇതിന്റെ ഉത്തരം മോൻ പറയണം. യെസ്, വെരി ഗുഡ്, ഡിസ്ഇൻവെസ്റ്റ്മെന്റ് ആണ് കേട്ടോ. അപ്പൊ അതൊരിക്കലും എന്ത് ചെയ്യരുത്, മാറി പോകാൻ പാടില്ല. ഓക്കെ, അപ്പൊ ഇത്രയാണ് ഈ ചാപ്റ്ററിൽ മെയിൻ ആയിട്ട് നിങ്ങൾ എന്ത് ചെയ്യേണ്ടത്, നോക്കേണ്ടത്. ഇനി നമ്മൾ അടുത്ത ഒരു ചാപ്റ്ററിലേക്ക് പോയി. അപ്പൊ ഇത് 3ാമത്തെ ചാപ്റ്റർ ആണ്. ഇനി നമ്മൾ 4ാമത്തെ ഒരു ചാപ്റ്ററിലേക്ക് പോവുകയാണെന്ന് വിചാരിക്കുക. പോവർട്ടി എന്ന് പറയുന്ന ഒരു ചാപ്റ്ററിലേക്കാണ് നമ്മൾ പോകുന്നത്. പോവർട്ടി എന്ന് പറയുന്ന ചാപ്റ്ററിലേക്ക് നിങ്ങൾ പോകുമ്പോൾ ലാസ്റ്റ് ഭാഗങ്ങളിലേക്കാണ് നിങ്ങൾ ആദ്യം പോകേണ്ടത് എന്ന് ഞാൻ പറയും. ഏറ്റവും ലാസ്റ്റ് ഭാഗങ്ങളിലേക്ക്. അതായത് പോവർട്ടി ഇറാഡിക്കേഷൻ പ്രോജക്റ്റുകൾ ഉണ്ട് ഗവൺമെന്റിന്റെ. ആ ലാസ്റ്റ് ഷാൻ സാർ നമുക്ക് ലാസ്റ്റ് ഭാഗത്തേക്ക് ഒന്ന് പോകാം. നമുക്ക് അതൊന്ന് കാണിച്ചു കൊടുക്കാം. അതിൻ്റെ കുറച്ച് മുകളിലായിട്ട് ഇറാഡിക്കേഷൻ പ്രോജക്റ്റ് എന്നുണ്ട്. സ്ലൈഡ് നമ്പർ 6 ഒന്ന് എടുത്തുകൊണ്ട്. അതല്ല കഴിഞ്ഞിട്ട് താഴത്തോട്ടൊന്ന് 3 ആയിട്ട് കാണിക്കും. 3 പ്രോജക്റ്റ് കാണിക്കും. ഒറ്റ മിനിറ്റ് മക്കളെ, അതൊന്ന്. യെസ്, പോവർട്ടി അലിവേഷൻ പ്രോഗ്രാംസ്, ദാരിദ്ര്യ നിർമാർജന പദ്ധതികൾ. ഇതാണ് നിങ്ങൾ ഈ ചാപ്റ്ററിൽ ഏറ്റവും കൂടുതൽ ഫോക്കസ് ചെയ്യേണ്ടത്. സെൽഫ് എംപ്ലോയ്മെന്റ്, വേജ് എംപ്ലോയ്മെന്റ് പ്രോഗ്രാം, ഫുഡ് സെക്യൂരിറ്റി പ്രോഗ്രാം, സോഷ്യൽ സെക്യൂരിറ്റി പ്രോഗ്രാം. അപ്പൊ പല കുട്ടികളും എന്നോട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, സാറേ ഇതിന്റെ ഹെഡിങ് മാത്രം പഠിച്ചു വെച്ചാൽ മതി. ഇതിന്റെ ഹെഡിങ് ആണ് നിങ്ങൾ പ്രോപ്പറായിട്ട് പഠിക്കേണ്ടത്. അപ്പൊ ഉള്ളിലുള്ളതോ അതൊക്കെ അന്തരീക്ഷത്തിൽ എഴുതി കൂട്ടിക്കോണം എന്ന് പറയുന്ന പോലെ ഓൺ വേർഡ്സിൽ അടിച്ചങ്ങ് വിട്ടോണം കേട്ടോ. ഇതിന്റെ ഉള്ളിലുള്ള കാര്യങ്ങൾക്കെല്ലാം പ്രസക്തി നിങ്ങൾ ഈ ഒരു ഹെഡിങ് പഠിച്ചു വയ്ക്കുന്നതാണ്. നമുക്ക് ആദ്യം സെൽഫ് എംപ്ലോയ്മെന്റിലെ പദ്ധതികൾ നോക്കാം. ഞാനൊരു കാര്യം പറഞ്ഞോട്ടെ, നിങ്ങളുടെ ടെക്സ്റ്റിൽ സെൽഫ് എംപ്ലോയ്മെന്റിൽ ഇത് കൂടാതെ വേറെ കുറച്ച് പുതിയ പ്രോജക്റ്റുകൾ, ഇത് പഴയ പ്രോജക്റ്റുകളാണ്, ഇപ്പൊ പുതിയ കുറച്ച് പ്രോജക്റ്റുകൾ ഇംപ്ലിമെന്റ് ചെയ്തിട്ടുണ്ടാവും. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ അത് എഴുതിയാൽ മതി കേട്ടോ. ഓക്കെ ആണെങ്കിൽ ഒന്ന് കൈവീശി കാണിച്ച്. അപ്പൊ ഈ ചാപ്റ്ററിൽ ഏറ്റവും ആദ്യം നിങ്ങൾ നോക്കേണ്ടതാണ്. അപ്പോൾ സെൽഫ് എംപ്ലോയ്മെന്റ് അല്ലെങ്കിൽ വേജ് എംപ്ലോയ്മെന്റ് പ്രോഗ്രാമിൽ വരുന്നതാണ് പ്രൈം മിനിസ്റ്റർ റോസ്ഗാർ യോജന, PMRY. അതിപ്പോഴും ഉണ്ട്. അതേപോലെ തന്നെ നെഹ്റു റോസ്ഗാർ യോജന ഇപ്പൊ ഇല്ല. അതേപോലെ തന്നെ സ്വർണ ജയന്തി ഗ്രാം സ്വസ്ഗാർ യോജന, റൂറൽ എംപ്ലോയ്മെന്റ് ഗ്യാരണ്ടി പ്രോഗ്രാം, അത് ഇപ്പോൾ നാഷണൽ റൂറൽ ഗവൺമെന്റ് ഗ്യാരണ്ടി സ്കീം അങ്ങനെ ചേഞ്ച് ചെയ്തിട്ടുണ്ട്. മഹാത്മാഗാന്ധി നാഷണൽ റൂറൽ
എംപ്ലോയ്മെന്റ് ഗ്യാരണ്ടി സ്കീം അഥവാ MGNREGP എന്ന് പറയുന്നത് ഇപ്പോഴത്തെ മാറ്റാൻ പോകുന്നു, പേര് മാറ്റാൻ പോകുന്നു. അപ്പൊ അതിന്റെ പേരിൽ ഇപ്പോഴത്തെ സമരമൊക്കെ നടക്കാൻ പോകുന്നു പറയുന്നുണ്ട്, അല്ലെങ്കിൽ പാർലമെന്റിന് മുമ്പിൽ കുത്തിരിപ്പൊക്കെ തുടങ്ങുന്നു എന്ന് പറയുന്നുണ്ട്. അപ്പോ ഇതൊക്കെയാണ് പ്രോജക്റ്റുകൾ, ഇത്തരം പ്രോജക്റ്റുകൾ. ഇതിനെ നമ്മൾ മലയാളത്തിൽ തൊഴിലുറപ്പ് പദ്ധതി എന്ന് പറയും, ഈ 5ാമത്തെ. അപ്പൊ ഇത് ഈ പറയുന്ന ഹെഡിങ് ആണ് നിങ്ങൾ എന്ത് ചെയ്യേണ്ടത്, ഇവിടെ പ്രധാനമായിട്ട് നോക്കേണ്ടത്. അപ്പൊ സെൽഫ് എംപ്ലോയ്മെന്റ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് പിടികിട്ടി. സാറ് മുമ്പത്തെ സ്ലൈഡ് തന്നെ ഒന്നുകൂടെ എടുത്തേ, തൊട്ട് മുമ്പത്തെ സ്ലൈഡ് തന്നെ. യെസ്. ഇനി ഇതിനകത്ത് രണ്ടാമത് വരുന്നതാണ് ഫുഡ് സെക്യൂരിറ്റി പ്രോഗ്രാംസ്. ഫുഡ് സെക്യൂരിറ്റി പ്രോഗ്രാംസിലെ പ്രധാനപ്പെട്ട സംഭവങ്ങൾ ഞാൻ കാണിച്ചു തരാം. സാറേ ഫുഡ് സെക്യൂരിറ്റി പ്രോഗ്രാംസിലെ പ്രധാനപ്പെട്ടതൊന്നും എടുക്കാമോ? അല്ല യെസ് അല്ല പോട്ടെ. യെസ്, ഫുഡ് സെക്യൂരിറ്റി പ്രോഗ്രാമിൽ വരുന്നത് PDS, പബ്ലിക് ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റം, പച്ച മലത്തിൽ പറഞ്ഞ റേഷൻ കട. നമ്മുടെയൊക്കെ വീടിന്റെ അവിടെയൊക്കെ കാണുന്ന റേഷൻ കടകളെയാണ് PDS എന്ന് പറയുന്നത്. ഇന്റഗ്രേറ്റഡ് ചൈൽഡ് ഡെവലപ്മെന്റ് സ്കീം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. 0 വയസ്സ് മുതൽ 6 വയസ്സ് വരെയുള്ള കുഞ്ഞുങ്ങൾ, അമ്മമാർ, അവർക്ക് അതായത് അവർക്ക് വേണ്ട പ്രൊട്ടക്ഷൻ, അല്ലെങ്കിൽ ലാക്ടേറ്റിംഗ് വുമൺ അല്ലെങ്കിൽ പ്രഗ്നന്റ് ആയിട്ടുള്ള വുമൺസിനൊക്കെ ഈ ഒരു ഇതിൽ വരുന്നുണ്ട്. പിന്നെ മിഡ് ഡേ മീൽ അറ്റ് സ്കൂൾ, അതായത് 1ാം ക്ലാസ് മുതൽ 8ാം ക്ലാസ് വരെയുള്ള കുട്ടികൾക്ക് ഉച്ചയ്ക്ക് കഞ്ഞി കൊടുക്കുന്ന ഒരു ഇത്. പിന്നെ അന്നപൂർണ സ്കീം ഉണ്ട്. അതേപോലെ തന്നെ അന്ത്യോദയ അന്നയോജന എന്ന് പറയുന്ന ഒരു സ്കീം. ഇതൊക്കെ ഭക്ഷണം പ്രൊവൈഡ് ചെയ്യുന്ന, ഫുഡ് പ്രൊവൈഡ് ചെയ്യുന്ന പദ്ധതികളാണ്. ഓക്കെ, അപ്പൊ ഇതിന്റെ എക്സ്പ്ലനേഷനും നിങ്ങൾ എന്ത് ചെയ്യുക, വായിച്ചു നോക്കുക. പിന്നെ അടുത്തത് 3ാമത്തെ കാറ്റഗറിയിൽ വരുന്നതാണ് സോഷ്യൽ സെക്യൂരിറ്റി പ്രോഗ്രാംസ് ആണ്. ഞാൻ കാണിച്ചു തരാം. യെസ്, സോഷ്യൽ സെക്യൂരിറ്റി പ്രോഗ്രാമിൽ വരുന്നതാണ് ആം ആദ്മി ഭീമ യോജന. ഇപ്പൊ ഇല്ലാന്ന് തോന്നുന്നത്. അതേപോലെ തന്നെ ഇവിടെ ഇന്ത്യ എന്നല്ല, ഇന്ദിരാഗാന്ധി നാഷണൽ ഓൾഡ് ഏജ് പെൻഷൻ സ്കീം, നാഷണൽ സോഷ്യൽ അസിസ്റ്റൻസ് പ്രോഗ്രാം, ജനശ്രീ ഭീമ യോജന. ഇങ്ങനെ 1-2 ഇത് നിങ്ങൾ പഠിച്ചു വെച്ചേക്കുക. നിങ്ങളുടെ ടെക്സ്റ്റിലുള്ള പുതിയ പദ്ധതികൾ പഠിക്കുന്നതാണ് ഏറ്റവും നല്ലത്. അപ്പൊ ഇത്തരത്തിലുള്ള സോഷ്യൽ സെക്യൂരിറ്റി, ഫുഡ് സെക്യൂരിറ്റി, സെൽഫ് എംപ്ലോയ്മെന്റ്, ഈ 3 പോവർട്ടി ഇറാഡിക്കേഷന്റെ എക്സാമ്പിൾ അടക്കം നിങ്ങൾ നോക്കി വെച്ചിട്ടുണ്ടാവണം ഈ ചാപ്റ്ററിലെ മോസ്റ്റ് റെലവന്റ് വൺ. ഇത് നിസ്സാര മാർക്കിന്റെ ചോദ്യം അല്ല കേട്ടാ, essay ക്വസ്റ്റ്യൻ ആണ്. ഈ ചാപ്റ്ററിൽ നിന്ന് essay ആണ് ചോദിക്കാം. ഇത് നോക്കിയതിന് ശേഷം നിങ്ങൾ നേരെ എന്ത് ചെയ്യാം, ഈ ചാപ്റ്ററിന്റെ ആദ്യ ഭാഗങ്ങളിലേക്ക് പോവുക. അപ്പൊ ആദ്യ ഭാഗങ്ങളിലേക്ക് നമുക്കൊന്ന് പോകാം അല്ലേ സാറേ? യെസ്, ആദ്യ ഭാഗങ്ങളിലേക്ക് പോകുമ്പോൾ പോവർട്ടി എന്താണ് എന്നുള്ളത് നിങ്ങൾ വായിച്ചു നോക്കുക. ദെൻ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് പോവർട്ടി ആണ് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളതാണ്. ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് പോവർട്ടി എന്ന് വെച്ചാൽ ഇല്ലിറ്ററസി ആയിരിക്കും, അതുപോലെ തന്നെ ഇൽ ഹെൽത്ത് ആയിരിക്കും, അൺഎംപ്ലോയ്മെന്റ് ആയിരിക്കും, വർക്കിംഗ് ഇൻ ദ അണ്ടർ ഗാനിഷ്ഡ് സെക്ടർ ആയിരിക്കും, അൺഓർഗനൈസ്ഡ് സെക്ടർ ആയിരിക്കും. ഇതൊക്കെയാണ് ഇവര് നോ ഇലക്ട്രിസിറ്റി, നോ ഡ്രിങ്കിങ് വാട്ടർ, ഇതൊക്കെയാണ് ഇവർ നേരിടുന്ന കുറെ പ്രശ്നങ്ങളായിട്ട് നമുക്ക് പറയാനായിട്ട് ഉള്ളത്. ഒരു 3-4 നിങ്ങൾ എന്ത് ചെയ്യുക, പഠിക്കാം. പിന്നെ ഇതിൻ്റെ അകത്ത് വരുന്ന ഒരു ചോദ്യം വെച്ചാൽ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് പോർ വരുന്നു. പിന്നെ പോവർട്ടി ലൈൻ, ചിലപ്പോൾ പലപ്പോഴും എക്സാമിന് ഒരു പോവർട്ടി ലൈൻ തരും, എന്നിട്ട് അത് നമ്മളോട് ഐഡന്റിഫൈ ചെയ്യാൻ പറയും. പോവർട്ടി ലൈൻ എന്ന് വെച്ചാൽ പോവേഴ്സ് എന്ന് പറയുന്നത് 4-5 ടൈപ്പ് ഉണ്ട്. ഞാൻ കാണിച്ചു തരാം ഏതൊക്കെയാണ് 4-5 ടൈപ്പ്. കാറ്റഗറീസ് ഓഫ് പോർ, ഓൾവേസ് പോർ, എപ്പോഴും ദരിദ്രരായിട്ടുള്ളത്. അതേപോലെ തന്നെ യൂഷ്വലി പോർ, അതായത് ചിലപ്പോൾ അവര് പൂറാവുന്നു, അതായത് ഇപ്പോൾ മത്സ്യത്തൊഴിലാളികൾ, മീനൊക്കെ ഉള്ള സമയത്ത് ഓക്കെ, മീനില്ലെങ്കിൽ അല്ലെങ്കിൽ കർഷകരൊക്കെ ഇതിനകത്ത് വരാറുണ്ട്. പിന്നെ ചേർണിങ് പൂർ എന്ന് വെച്ചാൽ സാധ്യതയുണ്ട് എന്ന് പറയുന്നതാണ്. ഒക്കേഷണലി പൂർ എന്ന് പറയുന്നതിൽ അവർ ഒരിക്കലും അങ്ങനെ പോർട്ടിലേക്ക് പോകണ്ട. പിന്നെ വലിയ ബിസിനസ്സുകാരൊക്കെ ബിസിനസ് ഒക്കെ പൊളിഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ പോയേക്കാം. പിന്നെ നെവർ പൂർ, ഒരിക്കലും ദാരിദ്ര്യത്തിലേക്ക് പോകേണ്ട ആവശ്യമില്ല. ഇപ്പൊ ഉദാഹരണം പറയുകയാണെങ്കിൽ സച്ചിൻ ടെണ്ടുൽക്കർ എന്ന് പറയുന്ന ഒരു വ്യക്തി ഭാരതരത്ന വരെ കിട്ടിയ വ്യക്തിയാണ്. ഒരു കാരണവശാലും ദാരിദ്ര്യത്തിലേക്ക് പോകേണ്ട യാതൊരു ആവശ്യമില്ല. കാരണം എന്താണെന്നറിയാമോ, ഭാരതരത്ന പോലെയുള്ള ഒരു അവാർഡ് കിട്ടിയ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ആ സ്റ്റേറ്റിന്, മഹാരാഷ്ട്ര എന്ന് പറയുന്ന സ്റ്റേറ്റിന്റെ ഫേസ് ആണ്. അപ്പൊ അയാൾ ഒരിക്കലും പട്ടിണി നടക്കാനോ അയാൾ ഒരിക്കലും ദാരിദ്ര്യം അനുഭവിക്കാനോ അവർ സമ്മതിക്കില്ല. സച്ചിന്റെ വീടും കുടുംബവും പോയാലും ജീവിതകാലം മുഴുവനും പുള്ളിക്ക് ഗവൺമെന്റ് ഗസ്റ്റ് ഹൗസിൽ താമസിക്കാം, ഫ്രീ ട്രെയിനിൽ യാത്ര ചെയ്യാം, അതും ഫസ്റ്റ് ക്ലാസ് AC ഫ്രീ ആയിട്ട് യാത്ര ചെയ്യാം. ഇനി പുള്ളി ആ സ്റ്റേറ്റ് വിട്ട് വേറെ ഏതെങ്കിലും സ്റ്റേറ്റിൽ പോയിരിക്കും, ഇപ്പൊ തമിഴ്നാടോ കേരളത്തിലൊക്കെ വന്നു കഴിഞ്ഞാൽ അവിടുത്തെ സർക്കാരിന്റെ വിശിഷ്ട അതിഥിയാണ്. 1 കൊല്ലം താമസിച്ചാലും 10 കൊല്ലം താമസിച്ചാലും സർക്കാരിന്റെ വിശിഷ്ട അതിഥിയായിട്ട് താമസിക്കാം. അപ്പൊ പുള്ളി ദരിദ്രനല്ല, ഈ സ്വത്തൊക്കെ പോയാലും പുള്ളി ദരിദ്രനല്ല. അപ്പൊ അങ്ങനെയുള്ള ആളുകളുണ്ട്. അല്ലാത്ത ആളുകൾക്കൊക്കെ ഇപ്പൊ പോയി കഴിഞ്ഞാൽ ഓക്കെ, ചിലപ്പോൾ ദരിദ്രനായേക്കാം എന്നൊക്കെ പറയുന്ന ഒരു അവസ്ഥ. ഓക്കെ, അപ്പോ ഇതാണ് എന്ത് ഈ പറയുന്ന ഇതിൻ്റെ അകത്ത് നിങ്ങൾ നോക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്. പിന്നെ നെക്സ്റ്റ് അതിനകത്ത് നോക്കേണ്ടത്, അടുത്തതായിട്ട് നോക്കുന്നത് കോസസ് ഓഫ് പോവർട്ടി ഇൻ ഇന്ത്യ. ഇതാണ് പിന്നെ മറ്റൊരു പ്രധാനപ്പെട്ട ഈ ചാപ്റ്ററിൽ വരുന്നത്. എന്തൊക്കെയാണ് ഇന്ത്യയുടെ പോവർട്ടി ഉണ്ടാവാനുള്ള കാരണം? ഒന്നുണ്ട് ലോ ഇൻകം,
പിന്നെ അൺഎംപ്ലോയ്മെന്റ്, ലാക്ക് ഓഫ് അസറ്റ്, അതായത് സ്വത്തുക്കളില്ലാതെ വരിക, പോപ്പുലേഷൻ എക്സ്പ്ലോഷൻ, അതായത് ജനസംഖ്യയിൽ സംഭവിച്ച വിസ്ഫോടനം, ഇതെല്ലാം ഒരു പരിധിവരെ ഇതാണ്. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മൾ ഈ പറയുന്ന എന്താ പറയുക കോസസ്. പിന്നെ ഒരെണ്ണം കൂടെ നോക്കണം ഈ ചാപ്റ്ററിൽ, 3 അപ്രോച്ചസ് ടു പോവർട്ടി അലിവേഷൻ, അതായത് ദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിന് മുന്നോട്ട് വയ്ക്കുന്ന 3 അപ്രോച്ചുകൾ. ഗ്രോത്ത് ഓറിയന്റഡ് അപ്രോച്ച്, വളർച്ച സംബന്ധമായിട്ടുള്ളൊരു ഇത്. എംപ്ലോയ്മെന്റ് ജനറേഷൻ, തൊഴിൽ ഇതാക്കുക. പിന്നെ പ്രൊവൈഡിങ് മിനിമം ബേസിക് അമ്യൂണിറ്റീസ്, അതായത് അമ്യൂണിറ്റീസ് എന്ന് വെച്ചാൽ അടിസ്ഥാന സൗകര്യങ്ങൾ, ഏറ്റവും കുറഞ്ഞ അടിസ്ഥാന സൗകര്യങ്ങൾ പ്രൊവൈഡ് ചെയ്യുക. ഇത്രയാണ് ഈ ചാപ്റ്ററിൽ വരുന്നത്. ഞാൻ ഈ ചാപ്റ്ററിൽ നിങ്ങളോട് പറയുന്നത് അധികം വായിച്ച് നിങ്ങൾ ഈ ചാപ്റ്റർ സമയം കളയരുത്. അതായത് ഞാൻ ആദ്യം തന്നെ ഈ ചാപ്റ്ററിലെ ഏറ്റവും അവസാനം കിടക്കുന്ന ആ പോവർട്ടി അലിവേഷൻ പ്രോഗ്രാംസ്, ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് പുവർ, കോസസ് ഓഫ് പോവർട്ടി, പിന്നെ ഈ പറയുന്ന പോവർട്ടി ലൈൻ, പിന്നെ ഇത് അപ്രോച്ചസ് ഓഫ് പോവർട്ടി അലിവേഷൻ, ഇത്രയും കാര്യങ്ങളാണ് ഈ ചാപ്റ്ററിൽ നിങ്ങൾ ഫോക്കസ് ചെയ്ത് പഠിക്കേണ്ടത്. ഓക്കെ ആണെങ്കിൽ ഒന്ന് കൈവീശി കാണിച്ച്. ഓക്കെ ആണെങ്കിൽ യെസ്. ഇനി അടുത്ത ചാപ്റ്ററിലേക്കാണ് നമ്മൾ പോകുന്നത്. 5ാമത്തെ ചാപ്റ്റർ. 5ാമത്തെ ചാപ്റ്ററിന്റെ പകുതിയോളം ഭാഗം ഡിലീറ്റഡ് ആണ്. അപ്പോൾ ബാക്കി പകുതി ഭാഗങ്ങൾ മാത്രമാണ് 5ാമത്തെ ചാപ്റ്ററിൽ നിന്ന് നമ്മൾ ഫോക്കസ് ചെയ്ത് പഠിക്കേണ്ടതായിട്ടുള്ളത്. അപ്പൊ അതുകൊണ്ട് തന്നെ അതിൻ്റെ അകത്ത് ഏതൊക്കെ ചോദ്യങ്ങളാണ് ഏറ്റവും കൂടുതൽ ആവർത്തിച്ച് വന്നിരിക്കുന്നത് എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. അപ്പൊ ആ കാര്യങ്ങളാണ് നിങ്ങൾ എന്ത് ചെയ്യേണ്ടത്, പഠിക്കേണ്ടത്. മുഴുവൻ ഇതിൻ്റെ അകത്തും നിങ്ങൾക്ക് വലിച്ചു വാരി ഒന്നും തന്നെ പഠിക്കാനില്ല എന്നുള്ളതാണ് ഏറ്റവും കൂടുതൽ എക്സാമിന് വന്നിട്ടുള്ളത്. ഇനി ഇവിടെ നിന്ന് അങ്ങോട്ട് ഞാൻ ഏറ്റവും കൂടുതൽ എക്സാമിന് വന്ന കാര്യങ്ങളെ പറയുന്നുള്ളൂ. നമുക്ക് നോക്കാം. ആദ്യം നമ്മൾ 5ാമത്തെ ചാപ്റ്റർ, ഹ്യൂമൻ ക്യാപിറ്റൽ ഫോർമേഷൻ ഇൻ ഇന്ത്യ. ഇന്ത്യയിലെ ഹ്യൂമൻ ക്യാപിറ്റൽ, മാനവ വിഭവ രൂപീകരണം എന്നൊക്കെ നമുക്ക് മലയാളത്തിൽ പറയാം. അപ്പൊ ഇതിൽ എന്തൊക്കെയാണ് നോക്കേണ്ടത് എന്നുള്ളതാണ്. ഒന്ന് ഇത് തന്നെയാണ്, സോഴ്സസ് ഓഫ് ഹ്യൂമൻ ക്യാപിറ്റൽ ക്രിയേറ്റഡ്. സോഴ്സസ് ഓഫ് ഹ്യൂമൻ ക്യാപിറ്റൽ എന്ന് മാത്രം നിങ്ങൾ പഠിച്ചാൽ മതി. എഡ്യൂക്കേഷൻ, ഹെൽത്ത്, ഓൺ ദ ജോബ് ട്രെയിനിങ്, മൈഗ്രേഷൻ, ഇൻഫോർമേഷൻ, ഇത് പഠിക്കുക. ഇതിന്റെ എക്സ്പ്ലനേഷൻ വേണം. എഡ്യൂക്കേഷൻ എന്താണ് എന്നുള്ളത് നിങ്ങൾ എഡ്യൂക്കേഷൻ കോൺവേർട്സിൽ എഴുതിയാൽ മതി. എഡ്യൂക്കേഷൻ എന്താന്ന് ഒരു സെന്റൻസ് എങ്കിലും നിങ്ങൾ പഠിച്ചു വെച്ചിരിക്കണം, ഒരു സെന്റൻസ് എങ്കിലും. അതായത് ഗവൺമെന്റ് അപ്രോച്ച് ഇൻവെസ്റ്റ്മെന്റ് ലോട്ട് ഓഫ് മണി ഇൻ എഡ്യൂക്കേഷൻ, എഡ്യൂക്കേഷൻ പീപ്പിൾ കോൺട്രിബ്യൂട്ട് ടു ദ സബ്സ്റ്റാൻഷ്യലി ടു ദ കൺട്രീസ് എക്കണോമിക് ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെന്റ്. ഒരു രാജ്യത്തിന്റെ വളർച്ചയ്ക്ക് ഏറ്റവും അത്യന്താപേക്ഷിതമായിട്ടുള്ള ഒരു കാര്യമാണ് വിദ്യാഭ്യാസം. അതെങ്ങനെയാണ് ബെനിഫിഷ്യൽ ആവുന്നത്? വളരെ ഇമ്പോർട്ടന്റ് ആണ്. വൈ എഡ്യൂക്കേഷൻ ഈസ് ഡിസൈറബിൾ ആൻഡ് ബെനിഫിഷ്യൽ. ഒരു 5 എണ്ണമെങ്കിലും പഠിച്ചു വയ്ക്കുക, ഒരു 5 എണ്ണമെങ്കിലും. അതുകൊണ്ട് നമ്മുടെ ക്വാളിറ്റി ഓഫ് ലൈഫ് കൂടുന്നു, നമ്മുടെ സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ് കൂടുന്നു, നമ്മുടെ ബൈയിങ് കപ്പാസിറ്റി കൂടുന്നു, നമ്മുടെ സോഷ്യൽ സ്റ്റാറ്റസ് കൂടുന്നു. ടു അണ്ടർസ്റ്റാൻഡ് ദ വേൾഡ്, ലോകത്തെ മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അതേപോലെ തന്നെ ഹെൽത്ത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഹെൽത്ത് എന്താണ്? ഒരാളുടെ WHO പറയുന്ന ഒരു വ്യക്തിയുടെ ഫിസിക്കലി, മെന്റലി, സോഷ്യലി ഉള്ള ഒരു വെൽബീയിങ്ങിനെയാണ് ഹെൽത്ത് എന്ന് പറയുന്നത്. അത് തന്നെ എഴുതി വെച്ചാലും മതി. പിന്നെ ഹെൽത്ത് എങ്ങനെ ഡിസൈറബിൾ ആവുന്നു, അല്ലെങ്കിൽ ഹെൽത്തിൽ വരുന്ന ഒരു എങ്ങനെയാണ് നമുക്ക് ഹെൽത്ത് സാധ്യമാക്കാൻ പറ്റുന്നത്? പ്രിവെന്റീവ് മെഡിസിൻസിലൂടെ, വാക്സിനേഷനിലൂടെ, കൊറേറ്റീവ് മെഡിസിൻസിലൂടെ, ട്രീറ്റ്മെന്റ് ചെയ്യുന്ന അതായത് മറ്റ് കുത്തിവെപ്പ് കാര്യങ്ങളിലൂടെ, സോഷ്യൽ മെഡിസിൻ സമൂഹത്തിൽ സ്പ്രെഡ് ചെയ്യുന്ന മരുന്നുകളിലൂടെ, അല്ലെങ്കിൽ നാട്ടറിവിലൂടെ, അതേപോലെ തന്നെ പ്രൊവിഷൻ ഓഫ് ക്ലീൻ ഡ്രിങ്കിങ് വാട്ടർ, നല്ല വെള്ളം, പ്രൊവിഷൻ ഓഫ് ദ സാനിറ്റൈസേഷൻ ഫെസിലിറ്റീസ്, നല്ല ശുചിത്വത്തിലൂടെയൊക്കെ നമുക്ക് ആരോഗ്യത്തെ നിലനിർത്താൻ പറ്റും. ഇത് തന്നെ ഓൺ ദ ജോബ് ട്രെയിനിങ്ങും നിങ്ങൾ എന്ത് ചെയ്തിട്ടുണ്ടാവണം, നോക്കിയിട്ടുണ്ടാവണം. വർക്കേഴ്സ് സെൻഡ് ക്യാമ്പസ് ട്രെയിനിങ് ദ ഫാക്ടറി ഗെയിൻ എൻഹാൻസ്ഡ് ദ പ്രൊഡക്ടിവിറ്റി എന്നുള്ളതാണ്. നമ്മൾ ഇതിന് വേണ്ടിയിട്ട് വിടുന്ന അല്ലെങ്കിൽ അവരൊക്കെ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്നു. അതിനെയാണ് നമ്മൾ ഈ പറയുന്ന, അല്ലെങ്കിൽ ദ വർക്കേഴ്സ് ആർ ഗിവൺ ട്രെയിനിങ് ദ ഫാക്ടറീസ് ഇറ്റ് സെൽഫ് അണ്ടർ ദ എക്സ്പീരിയൻസ്ഡ് സൂപ്പർവൈസർ. ഒരു നല്ല കഴിവുള്ള ഒരാളുടെ കീഴിൽ ഇവരെ പഠിപ്പിക്കുന്നു, കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്നു. അപ്പൊ നിങ്ങൾ അക്കൗണ്ടന്റ് ആയി, ഒറ്റയടിക്ക് അക്കൗണ്ടിങ് ചെയ്യാനല്ലോ പറയാ. ഏതെങ്കിലും ഒരു നല്ലൊരു അക്കൗണ്ടന്റിന്റെ കീഴിൽ നിങ്ങളെ പ്രാക്ടീസ് ചെയ്യിപ്പിക്കും. നിങ്ങൾ നന്നായിട്ട് ചെയ്യുന്നു എന്ന് കാണുമ്പോഴാണ് നിങ്ങൾക്ക് കണക്കൊക്കെ തരിക. അതേപോലെ തന്നെ മൈഗ്രേഷൻ എന്ന് പറയുന്നത് നിങ്ങൾ എന്ത് ചെയ്തിട്ടാണ് വായിച്ചു നോക്കിയിട്ടുണ്ടാവണം. മൈഗ്രേഷൻ എന്ന് പറയുന്നത് നമ്മൾ ഒരു സ്ഥലത്തു നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് കുടിയേറി പാർക്കുന്നതിനെ, ട്രാൻസ്ഫർ ചെയ്യുന്നതിനെയാണ് മൈഗ്രേഷൻ എന്ന് പറയുന്നത്. മലയാളികൾക്ക് ഏറ്റവും വലിയ പരിപാടി ഇതാണ്. ഇപ്പൊ നമ്മുടെ നാട്ടിൽ ഏറ്റവും കൂടുതൽ സയൻസ് എടുത്ത് കുട്ടികൾ പഠിക്കുന്നു. എന്തിനാണ്? +2 കഴിഞ്ഞ് കഴിഞ്ഞാൽ ഏതെങ്കിലും അയൽപക്കത്തെ സംസ്ഥാനങ്ങളിൽ നഴ്സിംഗ് പഠിക്കാം. മനസ്സിലായില്ലേ? ഇവിടുന്ന് എങ്ങനെയെങ്കിലും സ്ഥലം വിടണം എന്ന് ചിന്തിക്കുന്ന എത്ര ആൾക്കാരുണ്ട്. അപ്പൊ മൈഗ്രേഷൻ നമ്മുടെ പിള്ളേരെ പറഞ്ഞ് മനസ്സിലാക്കേണ്ട ആവശ്യമൊന്നുമില്ല, അല്ലേ? റീസൺ ഫോർ മൈഗ്രേഷൻ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. അപ്പൊ അതൊക്കെ നിങ്ങൾ എന്ത് ചെയ്തേക്കാം, പഠിച്ചു വെച്ചേക്കാം. പിന്നെ മൈഗ്രേഷൻ വരുന്ന കോസ്റ്റ് എന്തെല്ലാമാണ്. ഓക്കെ, ആസ് വെൽ ആസ് ദ ഇൻഫോർമേഷൻ. നമുക്ക് മൈഗ്രേറ്റ് ചെയ്യാനും നല്ലൊരു ജോലി നേടാനും നമുക്ക് നല്ലൊരു
തൊഴിൽ കണ്ടെത്തി ഇതാക്കാനൊക്കെ നമ്മളെ സഹായിക്കുന്ന ഒരു സാധനമാണ്. നമ്മുടെ ഹ്യൂമൻ ഡെവലപ്മെന്റ് വളർത്തിയെടുക്കാൻ, നമ്മുടെ കരിയർ വളർത്തിയെടുക്കാൻ നമ്മളെ സഹായിക്കുന്ന ഒരു സാധനമാണ് ഇൻഫോർമേഷൻ. കൃത്യമായ അറിവ് ലഭിച്ചാൽ മാത്രമല്ലേ നമുക്ക് ഇതൊക്കെ ഉണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമുള്ളൂ. ഇപ്പൊ ഞാൻ നന്നായിട്ട് M.Com പഠിച്ചു പാസ്സായി, ഞാൻ നല്ലൊരു അക്കൗണ്ടന്റ് ആയി മാറി, ഇനി എനിക്ക് വേണ്ട നല്ലൊരു ജോലിയാണ്, പക്ഷെ ഇവിടെ കിട്ടില്ല, വേറൊരു സ്ഥലത്ത് പോകണം, വേറൊരു സ്ഥലം പോകുന്ന സ്ഥലം അടിപൊളിയായിരിക്കണം, അല്ലെങ്കിൽ ഞാൻ അതിന്റെ നല്ലൊരു കോഴ്സ് പഠിക്കാൻ തീരുമാനിച്ചു, പഠിക്കുന്ന കോഴ്സ് നന്നായിരിക്കണം, എനിക്ക് അനുയോജ്യമായിരിക്കണം, അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പൊ അതിന് വേണ്ടി നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്നതിനെയാണ് ഇൻഫോർമേഷൻ എന്ന് പറയുന്നത്. അപ്പൊ ഇൻഫോർമേഷനും വളരെ ഇമ്പോർട്ടന്റ് ആണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കുക കേട്ടോ. അപ്പോ ഇതൊക്കെയാണ് നമ്മൾ ഇവിടെ പറയുന്നത്. പിന്നെ ഹ്യൂമൻ ക്യാപിറ്റൽ, ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. ഈ ക്വസ്റ്റ്യൻ വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഹ്യൂമൻ ക്യാപിറ്റൽ ആൻഡ് എക്കണോമിക് ഗ്രോത്ത്. ഒരു രാജ്യത്ത് ഹ്യൂമൻ ക്യാപിറ്റൽ സംഭവിച്ചാൽ അതുകൊണ്ട് ഒരു രാജ്യത്തിനുള്ള ഗുണങ്ങൾ എന്തൊക്കെയാണെന്നുള്ളതാണ്. ഒരു 4 എണ്ണമെങ്കിൽ നിങ്ങൾ പഠിച്ചു വെച്ചിട്ടുണ്ടാവണം. എഡ്യൂക്കേഷൻ, ഹെൽത്ത്, ഓൺ ദ ജോബ് ട്രെയിനിങ്, ജോബ് മാർക്കറ്റ് ഇൻഫർമേഷൻസ് ആൻഡ് മൈഗ്രേഷൻസ് ലെഡ് ദ ഹ്യൂമൻ ക്യാപിറ്റൽ ഫോർമേഷൻ. ഹ്യൂമൻ ക്യാപിറ്റൽ ഫോർമേഷൻ ലെഡ് ദ എക്കണോമിക് ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെന്റ്. ഒരു രാജ്യത്തിന്റെ വളർച്ചയ്ക്ക് ഇത് ഉറപ്പായിട്ടും സഹായിക്കും. It may be difficult to establish the causes and cause-effect relationship, but the beneficial effect of the human capital formation, economic growth and development is very obvious. അതായത് കാര്യം ഇത് ഉണ്ടാക്കിയെടുക്കുക എന്ന് പറയുന്നത് വളരെയധികം കഷ്ടപ്പാടാണ്. പക്ഷെ ഇത്തരം കാര്യങ്ങൾ നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്നത് മൂലം നമ്മൾക്ക് സാമ്പത്തിക വളർച്ച ഉണ്ടാവും എന്നുള്ളത് ഒരു തർക്കമില്ലാത്ത കാര്യം കേട്ടോ. പിന്നെ ഹ്യൂമൻ ക്യാപിറ്റലും ഫിസിക്കൽ ക്യാപിറ്റലും തമ്മിലുള്ള സിമിലാരിറ്റീസും ഡിസിമിലാരിറ്റീസും ഇത്രേ ഉള്ളൂ ഈ ചാപ്റ്റർ. അപ്പൊ ചോദിക്കും ഇതിപ്പോ കുറെ ഉണ്ടല്ലോ സാറേ എന്ന് പറയും. എടാ പക്ഷെ ഇതിൻ്റെ അകത്തുനിന്നേ ഇത്രയും ആകുള്ളൂ എങ്കിലും ഇതിൻ്റെ അകത്തുനിന്ന് ഞാൻ നോക്കിയെടുത്തോളം 2-3 ക്വസ്റ്റ്യൻസേ ഫോക്കസ്ഡ് ആയിട്ട് വരുന്നുള്ളൂ. അപ്പൊ ഞാൻ ഏറ്റവും കൂടുതൽ കണ്ട 1-2 ചോദ്യങ്ങൾ ഞാനിവിടെ നിങ്ങളുടെ അടുത്തൊന്ന് പറഞ്ഞുതരാം. ആദ്യം തന്നെ ഞാൻ കാണിച്ചു തരാം. ഒന്ന് ഈ ഒരു ക്വസ്റ്റ്യൻ ആണ് ഏറ്റവും കൂടുതൽ ഞാൻ ചോദിച്ച് കണ്ടിരിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ഇത് 2024 ഡിസംബറിൽ, അതായത് കഴിഞ്ഞ കൊല്ലം ക്രിസ്മസ് എക്സാമിന് ചോദിച്ച ഒരു ചോദ്യമാണ്. ഡിസ്കസ് ദ ഫോളോയിങ് ആസ് എ സോഴ്സ് ഓഫ് ഹ്യൂമൻ ക്യാപിറ്റൽ. ഇൻവെസ്റ്റ്മെന്റ് ഇൻ എഡ്യൂക്കേഷൻ, ഇൻവെസ്റ്റ്മെന്റ് ഇൻ ഹെൽത്ത്. മക്കളെ ഇത് 6 മാർക്കിനായിട്ടാണ് ചോദിച്ചത്. ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. ഇത് 23ാമത്തെ ക്വസ്റ്റ്യൻ ആയിട്ടാണ് ചോദിച്ചത്. ഇതിന്റെ താഴെ വേറൊരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. അത് എന്തോ ഗ്രീൻ റെവല്യൂഷൻ ആയിരുന്നു. വാട്ട് ആർ ദ ഇമ്പോർട്ടൻറ്റ് ഫാക്ടേഴ്സ് ഓഫ് ഗ്രീൻ റെവല്യൂഷൻ, അങ്ങനെ എന്താ കണ്ടാണ് ചോദിച്ചത്. അപ്പൊ ഇത് നിങ്ങൾ നോക്കിയേ, ഇൻവെസ്റ്റ്മെന്റ് ഇൻ എഡ്യൂക്കേഷൻ. അപ്പൊ എഡ്യൂക്കേഷൻ എന്താണെന്ന് ജസ്റ്റ് എഴുതുക. പിന്നെ എഡ്യൂക്കേഷന്റെ ഇൻവെസ്റ്റ്മെന്റുകൾ എന്തൊക്കെയാണ് എന്നുള്ള കാര്യം നമ്മൾ എഴുതി വെച്ചാൽ മതി. 4-5 പോയിന്റ് എഴുതുക. അത് കഴിഞ്ഞിട്ട് നേരെ ഇൻവെസ്റ്റ്മെന്റ് ഇൻ ഹെൽത്ത്. ഹെൽത്ത് എന്താന്ന് പറയാ, ഹെൽത്തിന് വേണ്ടിയിട്ട് നമ്മൾ വരുന്ന വാക്സിനേഷൻ, കറക്റ്റീവ് മെഡിസിൻ, സോഷ്യൽ മെഡിസിൻ, അല്ലെ, ക്ലീൻ ഡ്രിങ്കിങ് വാട്ടറിനൊക്കെ വരുന്ന. ചിലപ്പോൾ ഈ എഡ്യൂക്കേഷൻ ഇതിന് പകരം നമ്മുടെ ഹെൽത്തിന് പകരം ചിലപ്പോൾ ചോദിക്കാൻ പോകുന്നത് മൈഗ്രേഷൻ ഇൻവെസ്റ്റ്മെന്റ് ആയിരിക്കും. എഡ്യൂക്കേഷനും മൈഗ്രേഷനും ആയിരിക്കും. അപ്പൊ അതുകൊണ്ട് ഏതെങ്കിലും ഒന്ന് എന്ന് എനിക്ക് ഫോക്കസ് ചെയ്യാൻ പറ്റാത്തതുകൊണ്ടാണ് ഞാനത് 4 നിങ്ങളോട് നോക്കാൻ പറഞ്ഞത്. പിന്നെ ഒരു ചോദ്യം ചോദിച്ചിരിക്കുന്നത് ഇതാണ് കേട്ടോ. ഇതും അതേ വർഷം തന്നെ ചോദിച്ചാണ്. വിച്ച് ഓഫ് ദ ഫോളോയിങ് കംസ് അണ്ടർ ദ ഹെൽത്ത് സെക്ടർ. ഈ താഴെ തന്നിരിക്കുന്നവയിൽ ഇത് ആദ്യത്തെ ക്വസ്റ്റ്യൻ ആയിട്ടാണ് വരുന്നത്. ഹെൽത്ത് സെക്ടറിൽ പെടുന്നത് ഏതാണ്? NCERT, ICMR, UGC, AICTE. ഇതിലേതാണ് ഹെൽത്ത് സെക്ടറുമായി ബന്ധപ്പെട്ട് വരുന്നത്? ആരെങ്കിലും ഒരാളൊന്ന് പറയാമോ? നഹാനോട് ചോദിക്കാം. മോനെ പറഞ്ഞേടാ. ICMR ആണ്. അതിന്റെ ഫുൾ ഫോം അറിയാമോ? ഇന്ത്യൻ കൗൺസിൽ ഓഫ് മെഡിക്കൽ റിസർച്ച്. ആ ചോദിച്ചോ. ചാപ്റ്റർ 1ഉം 2ഉം എക്സാമിന് ചോദിക്കാനുള്ള ചോദ്യം വളരെ കുറവാണ്. പക്ഷെ ചാപ്റ്റർ 2വിൽ നിന്നും കാർവേ കമ്മിറ്റിയും ഗ്രീൻ റെവല്യൂഷൻ ചോദിക്കും. അതായത് സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രി കൊണ്ടുവന്ന കാർവേ കമ്മിറ്റി, സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രി, ദെൻ ഗ്രീൻ റെവല്യൂഷൻ. അതൊന്ന് നോക്കി വെച്ചേക്കണം കേട്ടോ, സെക്കൻഡ് ചാപ്റ്ററിൽ നിന്ന്. ഓക്കെ. അപ്പോ ഇതാണ് ഇവിടെ ഞാൻ കണ്ടിട്ടുള്ള ഈ ചാപ്റ്ററുമായി ബന്ധപ്പെട്ട് ഞാൻ കണ്ടിട്ടുള്ള ചോദ്യങ്ങൾ എന്ന് പറയുന്നത് ഇതാണ്. അപ്പൊ ഇത് എക്സാമിന് ഉറപ്പായിട്ടും ചോദിക്കാൻ സാധ്യതയുള്ള ചോദ്യമാണ് കേട്ടോ. അപ്പൊ ഈ ഒരു ഭാഗങ്ങൾ നല്ല രീതിയിൽ കവർ ചെയ്തിട്ടുണ്ടാവണം. ഇനി ആരാണ് സാർ അത്? KR മഹേശ്വർ ആണ് അടുത്ത ചോദ്യവുമായി വന്നിരിക്കുന്നത്. നമുക്ക് ചോദിച്ചു നോക്കാം. മോനെ പറയടാ. ഗുഡ് ഈവനിങ്. ICMR, ഇന്ത്യൻ കൗൺസിൽ ഓഫ് മെഡിക്കൽ റിസർച്ച്. അപ്പൊ നമുക്ക് മനസ്സിലായല്ല, മെഡിക്കൽ M കാണുമ്പോൾ തന്നെ മനസ്സിലാക്കണേ, മെഡിക്കൽ. അപ്പൊ അത് ഹെൽത്ത് സെക്ടറുമായിട്ട് ബന്ധപ്പെട്ടാണ് കേട്ടോ. ഓക്കെ. അപ്പോ അടുത്തത് നിങ്ങളുടെ ഈ ചാപ്റ്റർ, അതായത് ഈ ഒരു സെക്ഷനിൽ ഏറ്റവും കൂടുതൽ ചോദ്യത്തിന് സ്കോപ്പുള്ള ഒരു ചാപ്റ്ററാണ് നമ്മുടെ റൂറൽ ഡെവലപ്മെന്റ് എന്ന് പറയുന്നത്.
റൂറൽ ഡെവലപ്മെന്റിൽ നിന്ന് നല്ല രീതിയിൽ ചോദ്യങ്ങൾ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം കേട്ടോ. നല്ല രീതിയിൽ, അതായത് 6ാമത്തെ ചാപ്റ്റർ 7ാമത്തെ ചാപ്റ്ററിൽ നിന്നും നല്ല രീതിയിൽ ചോദ്യങ്ങൾ നിങ്ങളെ കാത്ത് ഇരിക്കുന്നുണ്ട് എന്നുള്ളതാണ് അതിൻ്റെ ഒരു സത്യാവസ്ഥ. ഓക്കെ, അപ്പോൾ ഇതിൽ വരുന്ന ഒരു ചോദ്യമാണ്, അതായത് ഞാൻ എല്ലാവരും പറയുന്നില്ല, പരത്തി പിടിച്ച് പറയുന്നില്ല, പക്ഷേ ഇതിൽ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് റൈറ്റ് എ ഷോർട്ട് നോട്ട് ഓൺ ഓർഗാനിക് ഫാമിംഗ്. അതായത് ഓർഗാനിക് ഫാമിംഗ് എന്ന് പറഞ്ഞാൽ ജൈവ കൃഷി. ജൈവ കൃഷിയെ കുറിച്ച് ഒരു ഷോർട്ട് നോട്ട് ചോദിക്കാറുണ്ട്, ചിലപ്പോൾ അതിന്റെ ബെനിഫിറ്റ് ചോദിക്കാറുണ്ട്, ചിലപ്പോൾ അതിന്റെ ഡ്രോബാക്ക്. അപ്പൊ എന്താണ് നിങ്ങൾ ഇതിന്റെ ഓർഗാനിക് ഫാമിംഗ് എന്താണെന്ന് എഴുതുമ്പോൾ തന്നെ അതിന്റെ ബെനിഫിറ്റ് കിട്ടുന്നുണ്ട് അല്ലേ. അപ്പോൾ ഓർഗാനിക് ഫാം എന്ന് വെച്ചാൽ ഡെവലപ്മെന്റ് അല്ലെ. ഓർഗാനിക് ഫാമിങ്ങിന്റെ ഒരു ബെനിഫിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 4-5 ഒക്കെ പഠിച്ചു വെച്ചാൽ മതി. അത് തന്നെ നിങ്ങൾക്ക് ഷോർട്ട് നോട്ട് ആയിട്ട് എഴുതാം. മനസ്സിലായില്ലേ ഓർഗാനിക് ഫാമിങ്ങിനെ കുറിച്ച് എഴുതാം അല്ലെ. ഓർഗാനിക് ഫാമിംഗ് ഹാസ് ദ ഹൈ ന്യൂട്രീഷണൽ വാല്യൂ. അതായത് ഒരുപാട് ന്യൂട്രീഷണൽ ആയിട്ടുള്ള പോഷക മൂല്യങ്ങളുള്ള ഒരു വസ്തുവാണ് ഈ ഓർഗാനിക് ഫാമിംഗ് എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് ലേബർ ഇൻറ്റൻസീവ്. ഇത് തൊഴിൽ പരമായിട്ട്, അതായത് നമ്മൾ മെഷീനൊന്നും ഉപയോഗിച്ചല്ല, കൂടുതലും മനുഷ്യന്മാർ തന്നെ നട്ട് നനച്ചൊക്കെ ചെയ്യുന്ന ഒരു പരിപാടിയാണ്. ഇറ്റ് ജനറേറ്റ് മോർ എംപ്ലോയ്മെന്റ്. അതുകൊണ്ട് തന്നെ ധാരാളം തൊഴിലവസരങ്ങൾ. ഇപ്പോൾ ഒരുപാട് രാജ്യങ്ങൾ ഓർഗാനിക് ഫാമിംഗ് സപ്പോർട്ട് ചെയ്യുന്ന ഒരുപാട് രാജ്യങ്ങളുണ്ട്. അവിടെയൊക്കെ തൊഴിലാളികൾ ഇന്ത്യയിൽ നിന്ന് കൊണ്ടുപോകുന്നുണ്ട് ഇത് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതൊരു സംഭവമാണ്. ഓർഗാനിക് ഫുഡ് ഹാസ് ഹ്യൂജ് ഇന്റർനാഷണൽ മാർക്കറ്റ്. ഹയർ ഇൻകം ക്യാൻ ബി ഏൺഡ് ത്രൂ എക്സ്പോർട്ട്. അതുകൊണ്ട് തന്നെ അതായത് ഈ ഓർഗാനിക് ഫാമിങ്ങിന്റെ ക്വാളിറ്റി എന്ന് പറയുമ്പോൾ, പ്രത്യേകിച്ച് നിങ്ങളൊരു സത്യം മനസ്സിലാക്കണം, ഇന്ത്യൻ ഓർഗാനിക് ഫുഡുകൾ ഭയങ്കര ക്വാളിറ്റിയാണെന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഇത് നല്ല രീതിയിൽ നമ്മൾ എക്സ്പോർട്ട് ചെയ്യുന്നുണ്ട്. നമ്മൾ ഏറ്റവും കൂടുതൽ എക്സ്പോർട്ട് ചെയ്യുന്നത് UGC ഗൾഫ് കൺട്രികളിലാണ് ഇത് ഏറ്റവും കൂടുതൽ ഇത് പോകുന്നത്. സോറി, UGC GCC അല്ലെ, ഗൾഫ് കൺട്രികളിലേക്കാണ് ഇത് എന്ത് ചെയ്യുന്നത് ഏറ്റവും കൂടുതൽ എക്സ്പോർട്ട് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഓസ്ട്രേലിയ നമ്മൾ ഭയങ്കരമായിട്ട് എക്സ്പോർട്ട് ചെയ്യുന്ന ഒരു സ്ഥലമാണ്. ഓസ്ട്രേലിയക്കൊക്കെ കൂടുതൽ ഫ്രൂട്ട്സ് ഒക്കെ നമ്മൾ ഇവിടുന്ന് കൊണ്ടുപോകും. ഇതൊക്കെ ഓർഗാനിക് ആണെന്ന് അവർക്ക് നിർബന്ധമുണ്ട്. അതേപോലെ തന്നെ ഇറ്റ് ഈസ് എക്കോ ഫ്രണ്ട്ലി ആൻഡ് സസ്റ്റൈനബിൾ. ഇത് പരിസ്ഥിതി സൗഹാർദ്ദപരമാണ്, എന്നെന്നും നിലനിൽക്കുന്നതാണ്. 4 ഗുണങ്ങൾ കിട്ടിയില്ലേ. ഇനി ഇതേപോലെ തന്നെ ലിമിറ്റേഷൻസ് ചോദിക്കാറുണ്ട്. ഓർഗാനിക് ഫാമിങ്ങിന്റെ ലിമിറ്റേഷൻസ് പൊതുവെ ചോദിക്കാറില്ല. ലിമിറ്റേഷൻസ് എന്ന് പറഞ്ഞ് ചോദിക്കാറില്ല. പക്ഷേ ക്വസ്റ്റ്യൻ പേപ്പറിൽ പലപ്പോഴും റൈറ്റ് എനി ടു മെറിറ്റ്സ് ആൻഡ് ഡിമെറിറ്റ്സ് ഓഫ് ഓർഗാനിക് ഫാമിംഗ്, അതായത് ഗുണങ്ങൾ ചോദിച്ചു കൊടുത്ത് ഒപ്പം തന്നെ ചിലപ്പോൾ ദോഷങ്ങളും ചോദിക്കാറുണ്ട്. അല്ലാണ്ട് ദോഷങ്ങൾ മാത്രമായിട്ട് ഇതേവരെ ഒരു എക്സാമിന് ഞാൻ കണ്ടിട്ടില്ല. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്തിരിക്കണം, ഇതിന്റെ ദോഷങ്ങളും പഠിച്ചു വെച്ചിരിക്കണം. ദോഷങ്ങളാകുമ്പോൾ പിന്നെ കുറെ ഒന്നും പഠിച്ചൊന്നും വെക്കേണ്ട. നിങ്ങളൊരു 3-4 പഠിച്ചു വെച്ചാലും മതിയാവും. കാരണം 2 ഗുണവും 2 ദോഷമൊക്കെയാണ് ചോദിക്കാറ്. അപ്പൊ അതുകൊണ്ട് ഒരു 2-3 പഠിച്ചു വെച്ചേക്കാം. ഒന്ന്, ഇൻആഡിക്വേറ്റ് ഇൻഫ്രാസ്ട്രക്ചർസ് ആൻഡ് മാർക്കറ്റിംഗ് പ്രോബ്ലംസ്. അതായത് ഈ ഓർഗാനിക് സാധനങ്ങൾക്ക് വേണ്ട അടിസ്ഥാന സൗകര്യങ്ങളോ ഇത് വിറ്റഴിക്കാൻ വേണ്ട മാർക്കറ്റ് ഒന്നും ഇന്ത്യയിൽ ഇല്ല. കാരണം ഇതൊക്കെ ഓർഗാനിക് ആണെന്നൊക്കെ പറഞ്ഞ് കൊണ്ടു കൊടുത്ത് ഞാനെങ്കിലും വാങ്ങിച്ചു കഴിക്കുമോ? ഇല്ല. പിന്നെ ലെസ് അവയർനെസ് അബൌട്ട് ഓർഗാനിക് ഫാമിംഗ്. അതായത് ഓർഗാനിക് ആയിട്ടുള്ള സാധനം കൊണ്ട് അതിന് കാണാനൊരു ഭംഗിയോ മേനയോ കളറൊന്നും ഉണ്ടാവില്ല. അപ്പൊ അത് നമ്മളെ കണ്ണി പിടിക്കൂല, നമ്മൾ ഇഷ്ടപ്പെടൂല, അതിനെക്കുറിച്ചുള്ള വിവരബോധമില്ല. അതേപോലെ തന്നെ റിലക്റ്റൻസ് ഓഫ് ഫാമേഴ്സ് ടു ഇംപ്ലിമെന്റ് ദ ഓർഗാനിക് ഫാം. റിലക്റ്റൻസ് മടി. ഫാർമേഴ്സിന് ഇത്തരത്തിലുള്ള ഓർഗാനിക് ഫാമിംഗ് ഇംപ്ലിമെന്റ് ചെയ്യാൻ മടിയാണ്. പിന്നെ ഈൽഡ് ഫ്രം ഓർഗാനിക് ഫാമിംഗ് ഇസ് ലെസ് ദാൻ ദ മോഡേൺ ഫാമിംഗ്. അതായത് ഇതിൽ നിന്നും കിട്ടുന്ന വിളവ് വളരെ കുറവാണ്. എല്ലാവരും ഒന്നും വിളഞ്ഞൊന്നും വരുമൊന്നുമില്ല ഓർഗാനിക്കിൽ. മറ്റേന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല, 10 എണ്ണം കുത്തിയാൽ 10 മുളച്ചു വരും. ഇതങ്ങനെ വരില്ല. ഓർഗാനിക് പ്രോഡക്ട്സ് ഹാവ് എ ഷോർട്ടർ ലൈഫ്. മാത്രമല്ല ഇത് പെട്ടെന്ന് കേടായി പോകും. നമ്മൾ വേഗം വാങ്ങിച്ച് ഉപയോഗിച്ചപ്പോൾ തക്കാളിയൊക്കെ വേഗം വാങ്ങിച്ച് കറി വെച്ച് കഴിച്ചില്ലാന്നെങ്കിൽ 2 ദിവസത്തിനുള്ളിൽ ചെയ്യുന്നു. മറ്റേത് അങ്ങനെയല്ല, ഒരാഴ്ച വരെ ഇരുന്നുള്ളൂ, ഒരു കുഴപ്പമുണ്ടാവില്ല. അപ്പൊ അതാണ് ഇതിന് തമ്മിലുള്ള വ്യത്യാസം. അപ്പൊ ഇതൊന്ന് ജസ്റ്റ് നോക്കി വെച്ചോണം. ഇനി ഈ ചാപ്റ്ററിലെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ചോദ്യത്തിലേക്ക് വരാം. ഹൗ ടു അറ്റൈൻ റൂറൽ ഡെവലപ്മെന്റ് ഇൻ ഇന്ത്യ. ഇന്ത്യയിലെ റൂറൽ ഡെവലപ്മെന്റ് എങ്ങനെ സാധ്യമാക്കും? സജസ്റ്റ് ചെയ്യാനാണ് പലപ്പോഴും ക്വസ്റ്റ്യൻ വരാറ്. സജസ്റ്റ് എനി 2 or more suitable method for the rural development in India എന്നൊക്കെ ആയിരിക്കും ചിലപ്പോൾ ചോദിക്കാറ്. അപ്പൊ അത് നിങ്ങൾ നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടാവണം. അപ്പോൾ എന്തൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റും? ഡെവലപ്മെന്റ് ഓഫ് ഹ്യൂമൻ റിസോഴ്സസ് ഇൻക്ലൂഡിങ് ദ ലിറ്ററസി, എസ്പെഷ്യലി ദ വുമൻസ് ലിറ്ററസി അല്ലെ. അപ്പൊ നമുക്ക് വിദ്യാഭ്യാസം കൊടുക്കാം ഗ്രാമങ്ങളിലുള്ളവർക്ക്. ലാൻഡ് റീഫോംസ്, ഭൂപരിഷ്കരണം നടത്താം. ഡെവലപ്മെന്റ് ഓഫ് ദ പ്രൊഡക്റ്റീവ് റിസോഴ്സസ് ഇൻ എ റൂറൽ ഏരിയ, ഗ്രാമീണ മേഖലകളിൽ പ്രൊഡക്റ്റീവ് റിസോഴ്സുകൾ ഉപയോഗപ്പെടുത്താം. ഇൻഫ്രാസ്ട്രക്ചർ, അടിസ്ഥാന സൗകര്യങ്ങൾ കൂട്ടാം. അങ്ങനെ കുറച്ച് കാര്യങ്ങൾ പഠിച്ചാൽ മതി. പിന്നെ ഈ ചാപ്റ്ററിൽ നിന്ന് ഒരു മാച്ച് ദ ഫോളോയിങ്ങിന് വരെ ചോദിച്ചിട്ടുള്ള ഒരു ചോദ്യമാണ് ഓൾട്ടർനേറ്റീവ് മാർക്കറ്റ്. അപ്നി മാണ്ടി അത് എവിടെയാണ്? പഞ്ചാബ്. ഞാനത് വിന്നേഴ്സിലെ ക്ലാസ് കാണുന്ന കുട്ടികൾക്ക് ഞാനിത് മാച്ച് ദ ഫോളോയിങ് ഇട്ടിട്ടുണ്ട്. ഒരു തവണ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഇട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് കൈ വെച്ച് കാണിച്ച്. ഇതിന്റെ മാച്ച് ദ ഫോളോയിങ് ഒന്ന് പഠിച്ചു വെച്ചോണം. ഹരാസ്പർ മണ്ടി എവിടെയാണ്? പൂനെയിലാണ്. റൈറ്റ് ടു ബസാർ ഹൈദരാബാദ് ആണ്. ആന്ധ്രാപ്രദേശ് തെലങ്കാനയിലാണ്.
ഉഴവർ സന്ദേ എവിടെയാണ്? തമിഴ്നാട്ടിലാണ്. അപ്പൊ അതൊക്കെ ഒന്ന് നോട്ട് ചെയ്ത് വെച്ചേക്കാം കേട്ടോ. പിന്നെ അടുത്ത ഒരു സംഭവമാണ് അഗ്രികൾച്ചർ മാർക്കറ്റ് സിസ്റ്റം. എന്താണ്? അതായത് ഒരു പ്രോഡക്റ്റ് ഒരു കൃഷി ചെയ്ത് അതിന് പ്രൊക്വയർ ചെയ്ത് അതിനെ സ്റ്റോറിങ് ചെയ്ത് അതിനുശേഷം അത് പ്രോസസ് പാകപ്പെടാൻ വെച്ച് അതിനുശേഷം അത് പാക്ക് ചെയ്ത് അതിനുശേഷം ഹൈ ക്വാളിറ്റി, ലോ ക്വാളിറ്റി, തേർഡ് ക്വാളിറ്റി എന്നൊക്കെ പറഞ്ഞ് അതിനെ കാറ്റഗറൈസ് ചെയ്ത് പിന്നെ അത് ട്രാൻസ്പോർട്ടേഷൻ ചെയ്ത് മാർക്കറ്റുകളിലേക്ക് എത്തിക്കുന്ന ഓവറോൾ പ്രോസസ്സിന് നമ്മൾ പറയുന്ന പേരാണ് അഗ്രികൾച്ചർ മാർക്കറ്റ് സിസ്റ്റം. അതേപോലെ തന്നെ അഗ്രികൾച്ചർ മാർക്കറ്റ് സിസ്റ്റത്തിൽ നിലനിൽക്കുന്ന പ്രോബ്ലംസ് എന്തൊക്കെയാണ് എന്നുള്ളത് നിങ്ങൾ പഠിച്ചിരിക്കണം. വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അല്ലേ? എന്തൊക്കെയാണ്? ഒന്ന്, ലോ പ്രൈസ് ഫോർ സപ്ലൈ ഓഫ് അഗ്രികൾച്ചറൽ പ്രോഡക്റ്റ്. അഗ്രികൾച്ചറൽ പ്രോഡക്റ്റുകൾക്ക് ഏറ്റവും കുറഞ്ഞ സപ്ലൈ കിട്ടുന്നുള്ളൂ എന്നുള്ളതാണ്, കുറഞ്ഞ പൈസയെ കിട്ടുന്നുള്ളൂ എന്നുള്ളതാണ് ഒരു പ്രശ്നം. പിന്നെ വെൻ ദ അഗ്രികൾച്ചർ പ്രോഡക്ട്സ് റീച്ച് ദ മാർക്കറ്റ് ടുഗദർ പ്രൈസ് ഫോൾ. എല്ലാവരും ഒരുമിച്ച് പച്ചക്കറികളൊക്കെ ഈ മാർക്കറ്റിലേക്ക് കൊണ്ടുവരുമ്പോൾ പച്ചക്കറിയുടെ വില താഴത്തോട്ട് പോകും. അതാണ് മറ്റൊരു പ്രശ്നം. do not have the storage facility. ഇതൊന്നും കാലാകാലങ്ങളോട് സൂക്ഷിച്ചു വെക്കാനുള്ള കോൾഡ് സ്റ്റോറേജ് ഫെസിലിറ്റി ഒന്നും ഇന്ത്യയിലെ കർഷകരുടെ കയ്യിലില്ല. പിന്നെ എന്താണ്? കമ്പൽ ദ ഫാർമേഴ്സ് ടു സെൽ ദർ പ്രൊഡക്റ്റ് അറ്റ് ലോ പ്രൈസ് ഇമ്മീഡിയറ്റ്ലി. അതുകൊണ്ട് തന്നെ ഇത് ഏറ്റവും കുറഞ്ഞ സമയത്തിനുള്ളിൽ എത്രയും പെട്ടെന്ന് കുറഞ്ഞ വിലയും കുറഞ്ഞ വില, കൂടിയ വിലയും കൂടിയ വിലയിൽ വിറ്റഴിക്കാൻ കർഷകർ നിർബന്ധനാവാറുണ്ട്. അപ്പൊ ഇതൊക്കെയാണ് ഇതിന്റെ പ്രശ്നങ്ങളായിട്ട് പറയുന്നത്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി ഉറപ്പിച്ച് പറയുന്ന ഒരു ചോദ്യത്തിലേക്ക് നമുക്ക് പോവാം. ദാറ്റ് ഈസ് ഗ്രീൻ റെവല്യൂഷൻ, വൈറ്റ് റെവല്യൂഷൻ, ഗോൾഡൻ റെവല്യൂഷൻ, സിൽവർ റെവല്യൂഷൻ, ഗ്രേ റെവല്യൂഷൻ, ബ്ലൂ റെവല്യൂഷൻ, ബ്ലാക്ക് റെവല്യൂഷൻ, യെല്ലോ റെവല്യൂഷൻ. ഈ സാധനം പലപ്പോഴും ചോദിക്കാറുണ്ട്. ഫൈനൽ എക്സാമിലാണ് ഏറ്റവും കൂടുതൽ ചോദിക്കാറ്, ക്രിസ്മസ് എക്സാമിനും ചോദിക്കും. അപ്പൊ ഇത് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി അടുത്ത ഒരു പ്രധാനപ്പെട്ട ഒരു സംഭവമാണ് റൂറൽ ഡെവലപ്മെന്റ് സാധ്യമാക്കാനായിട്ട് നമുക്ക് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാം, അല്ലെങ്കിൽ ഗവൺമെന്റ് ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ്. നാഷണലൈസ് ചെയ്തു, 14ഓളം ബാങ്കുകളെ നാഷണലൈസ് ചെയ്തു, നബാർഡ് സെറ്റ് ചെയ്തു അല്ലെ, പ്രയോറിറ്റി സെക്ടർ ലെൻഡിങ്, ഗ്രീൻ റെവല്യൂഷൻ സാധ്യമാക്കി, അങ്ങനെയൊക്കെയാണ്. ഇനി ഇതിൻ്റെ അകത്ത് കുറച്ച് കാര്യങ്ങളൊക്കെ നിങ്ങൾ വായിച്ചു പോയാൽ മതി. മൾട്ടി ഏജൻസി ക്രെഡിറ്റ്, അതിനകത്ത് നബാർഡ് എന്താണെന്ന് വായിച്ചു പോകണം. സർ നെക്സ്റ്റ് സ്ലൈഡ്. കൊമേഴ്ഷ്യൽ ബാങ്ക് എന്താണെന്ന് വായിച്ചു പോകണം. റീജിയണൽ റൂറൽ ബാങ്ക് എന്താണെന്ന് വായിച്ചു പോകണം. കോപ്പറേറ്റീവ് ക്രെഡിറ്റ് സ്ട്രക്ചർ എന്താണെന്ന് വായിച്ചു പോകണം. ലാൻഡ് ഡെവലപ്മെന്റ് ബാങ്ക് എന്താണെന്ന് വായിക്കണം. സെൽഫ് ഹെൽപ്പ് ഗ്രൂപ്പ് വായിക്കണം. അതിൽ കുടുംബശ്രീ ഒന്ന് പ്രത്യേകം നോട്ട് ചെയ്തേക്കണം കേട്ടോ. കുടുംബശ്രീ വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സംഭവമാണ് എന്ന് നിങ്ങൾ എന്ത് ചെയ്യുക, മനസ്സിലാക്കുക. ഓക്കെ, ഇനി അടുത്ത ഒരു ചോദ്യം, വൈ റൂറൽ ഡെവലപ്മെന്റ് ഈസ് എസെൻഷ്യൽ ഇൻ എ കൺട്രി ലൈക്ക് ഇന്ത്യ. ഇത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ചോദ്യമാണ് മക്കളെ. ഇത് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇൻ ഇന്ത്യ മെജോറിറ്റീസ് ഓഫ് ദ പീപ്പിൾ സ്റ്റിൽ ലിവ് ഇൻ ദ റൂറൽ ഏരിയ. ഇന്ത്യയിലും ഭൂരിഭാഗം ആളുകളും ഗ്രാമങ്ങളിൽ ജീവിക്കുന്നവരാണ്. വാട്ട് ആർ ദ റൂറൽ പോപ്പുലേഷൻസ് ഹാസ് നോട്ട് ദ ബെനിഫിഷ്യൽ ദ മച്ച് ഗ്രോത്ത്. അതുകൊണ്ട് തന്നെ ഇന്ത്യ എന്ന് പറയുന്ന ഇന്ത്യയിൽ നടക്കുന്ന ഈ പറയുന്ന മാറ്റങ്ങളൊന്നും ഈ ഗ്രാമങ്ങളിൽ ആളുകൾ അറിയുന്നില്ല എന്നുള്ളതാണ്. ദ ഗ്രോത്ത് റേറ്റ് ഓഫ് അഗ്രികൾച്ചർ ഡിക്ലൈൻസ് അബൌട്ട് ദ 3% പെർ ആനം ഡ്യൂറിങ് 1991 to 2012. അതായത് ആനം എന്ന് വെച്ചാൽ വർഷം. ഓരോ വർഷവും 3% വെച്ച് അഗ്രികൾച്ചർ ഗ്രോത്ത് ഇന്ത്യയിൽ കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഗ്രാമത്തിന് വലിയ രക്ഷയില്ലാത്ത അവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇതൊക്കെയാണ് നമ്മൾ നേരിടുന്ന പ്രശ്നങ്ങളായിട്ട് പറയുന്നത്. ഓക്കെ, അപ്പൊ അതുകൊണ്ട് തന്നെ ഇവിടെ എന്ത് വേണം, ഒരു റൂറൽ ഡെവലപ്മെന്റ് ഇറ്റ് ഈസ് എസെൻഷ്യൽ, ഇവിടെ അത്യാവശ്യമാണ്. ഓക്കെ, പിന്നെ അത് കഴിഞ്ഞിട്ടുള്ള ഒരു ക്രിട്ടിക്കൽ അപ്രൈസലൊക്കെ നിങ്ങൾ എന്ത് ചെയ്താൽ വായിച്ചു നോക്കുക. റൂറൽ ഡെവലപ്മെന്റ് എന്ന് പറയുന്നത് ഒരു അവർ നേരിടുന്ന ചലഞ്ച് എന്ന് പറയുന്നതൊക്കെ നിങ്ങൾ എന്ത് ചെയ്യുക, ഒരു വായിച്ചു പോവുക. പിന്നെ അതേപോലെ തന്നെ ക്രിട്ടിക്കൽ അപ്രൈസൽ നിങ്ങൾ വായിച്ചു പോവുക. പിന്നെ അടുത്തത്, വാട്ട് ആർ ദ ഇമ്പോർട്ടൻസ് മെഷേഴ്സ് ടേക്കൺ ബൈ ദ ഗവൺമെന്റ് ടു അഗ്രികൾച്ചർ മാർക്കറ്റിംഗ്. അതിന് വേണ്ടിയിട്ട് ഗവൺമെന്റിന് എന്തൊക്കെ കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റിയെന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് എഴുതാവുന്നുള്ളൂ, ഓൺ വേർഡ്സിലാണെങ്കിൽ പോലും നമുക്ക് എഴുതാവുന്നുള്ളൂ. റെഗുലേറ്റഡ് മാർക്കറ്റ് കൊണ്ടുവരാൻ ശ്രമിക്കുക, ബേസിക് ഇൻഫ്രാസ്ട്രക്ചർ കൊണ്ടുവരാൻ ശ്രമിക്കുക, ഗോഡൌണുകൾ കൊണ്ടുവരാൻ ശ്രമിക്കുക, കോപ്പറേറ്റീവ് മാർക്കറ്റിംഗ് സിസ്റ്റം ഇംപ്ലിമെന്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. പിന്നെ താങ്ങുവില, അതായത് മിനിമം സപ്പോർട്ട് പ്രൈസ് ഗവൺമെന്റ് ഓരോ പ്രോഡക്റ്റുകൾക്കും കൊണ്ടുവരാനായിട്ട് ശ്രമിക്കുക. ഇതൊക്കെയാണ് നമുക്ക് അവിടെ ചെയ്യാനായിട്ട് പറ്റിയ കാര്യങ്ങൾ. അതൊക്കെ നിങ്ങൾ വായിച്ചു നോക്കുക കേട്ടോ. പിന്നെ ഇതിനകത്ത് ഇനി വരുന്നത് നമ്മുടെ ആനിമൽ ഹസ്ബൻഡറി, വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. ആനിമൽ ഹസ്ബൻഡറി നല്ലപോലെ എന്ത് ചെയ്യുക, വായിച്ചു നോക്കുക. ആനിമൽ ഹസ്ബൻഡറിയുടെ ബെനിഫിറ്റ്സ് ഏറ്റവും കൂടുതൽ എക്സാമിന് ചോദിച്ചിട്ടുള്ളതാണ്. സർ നെക്സ്റ്റ് സ്ലൈഡ് പ്ലീസ്. ബെനിഫിറ്റ്സ് ഓഫ് ആനിമൽ ഹസ്ബൻഡറി. അതിന് തൊട്ട് താഴെ ഒരു പോയിന്റ് ഉണ്ട് മക്കളെ. ദ ലാൻഡ് മാർക്ക് in India's livestock rearing has been the implementers of Operation Flood, not the point. പലപ്പോഴും എക്സാമിന് ചോദിച്ചിട്ടുണ്ട് കേട്ടോ, ഓപ്പറേഷൻ ഫ്ലഡ്. അത് നിങ്ങൾ വിചാരിക്കും എൻ്റെ വലിയ ക്വസ്റ്റ്യൻ അല്ല, കുഞ്ഞു ക്വസ്റ്റ്യൻ ആണ്, ചെറിയ ക്വസ്റ്റ്യൻ, 1 മാർക്കിന്റെ ഒക്കെ ചോദ്യമായിട്ടാണ് അത് വരാറ്. ചിലപ്പോൾ മറ്റേ ഞാൻ പറയാം MCQ ക്വസ്റ്റ്യൻ, ഓപ്പറേഷൻ ഫ്ലഡ് എന്തുമായി ബന്ധപ്പെട്ടതാണ്, അങ്ങനെയൊക്കെ ആയിരിക്കും ചോദിക്കുക കേട്ടോ.
പിന്നെ ഫിഷറീസ് ഇതേപോലെ തന്നെയാണ്. ഫിഷറീസ് എന്താണെന്ന് നിങ്ങൾ വായിച്ചു നോക്കിയിട്ടുണ്ടാവണം. അതിനേക്കാൾ ഇമ്പോർട്ടൻ്റ് ആണ് ഫിഷർമാൻ കമ്മ്യൂണിറ്റി അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ, വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ ഹോർട്ടിക്കൾച്ചർ എന്താണ് എന്നുള്ളത് നിങ്ങൾ വായിച്ചു നോക്കിയിട്ടുണ്ടാവണം. പിന്നെ നമ്മുടെ ഹോർട്ടിക്കൾച്ചർ എന്ന് പറഞ്ഞാൽ മനസ്സിലായില്ല, ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസ്. പിന്നെ മറ്റ് ITS മേഖലകൾ നമ്മൾ കൃഷിയെ എങ്ങനെ സഹായിക്കുന്നു എന്നുള്ളതാണ്. പ്രൊവൈഡിങ് ഇൻഫർമേഷൻസ് ടു ഫാർമേഴ്സ് ടു അഗ്രികൾച്ചർ പ്രൈസ്, അതായത് ഓരോ കർഷകർക്കും കൃത്യമായിട്ട് അതിന്റെ പ്രൈസ്, അതായത് വില അറിയിക്കുകയാണ് അല്ലെ, മാർക്കറ്റിലെ വില വിവരങ്ങൾ അറിയാൻ പറ്റുന്നു. പ്രൊവൈഡിങ് ഇൻഫർമേഷൻ റിഗാർഡിംഗ് ദ വെദർ, കാലാവസ്ഥയെ കുറിച്ച് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കുന്നു. പ്രൊവൈഡിങ് ഇൻഫർമേഷൻ അബൌട്ട് ദ അഗ്രികൾച്ചർ ഇൻപുട്ട്, അതായത് കാർഷിക ഉൽപ്പന്നങ്ങൾ കൃഷി ചെയ്യാൻ വേണ്ടി വാങ്ങിക്കുന്ന ഇൻപുട്ടുകളുടെ വില, അതെന്തോരം ഇട്ട് കൊടുക്കണം, എങ്ങനെയൊക്കെയാണ് അതിന്റെ ചേരുവകൾ, ഇതൊക്കെ അവരെ മനസ്സിലാക്കുന്നത്. പിന്നെ അടുത്തത് ചെറിയ മാർക്കിലാണെങ്കിലും ചോദിക്കും, ഗവൺമെന്റ് ഇനീഷ്യേറ്റീവ് ദ അഗ്രികൾച്ചർ സെക്ടർ, കാർഷിക മേഖലയിൽ ഗവൺമെന്റ് എന്തെല്ലാം കാര്യങ്ങൾ ജനങ്ങൾക്ക് ചെയ്തു കൊടുക്കണം. ഒന്ന് കിസാൻ ക്രെഡിറ്റ് കാർഡ് KCC, പിന്നെ റീഹാബിലിറ്റേഷൻ പാക്കേജസ്, പിന്നെ ലോ ഇൻട്രസ്റ്റ് ഓഫ് അഗ്രികൾച്ചറൽ ലോൺ, പിന്നെ ലോൺ റിട്ടേൺ ഓഫ്, ഇത്രയും കാര്യങ്ങൾ നോക്കിയിട്ടുണ്ടാവണം. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ ഒരു ക്വസ്റ്റ്യൻ കൂടെ നിങ്ങൾക്ക് ഞാൻ ഒന്ന് കാണിച്ചു തരാം. വേണ്ട, ഓപ്പറേഷൻ ഫ്ലഡ് റിലേറ്റഡ് ടു മിൽക്ക് പ്രൊഡക്ഷൻ, വീറ്റ് പ്രൊഡക്ഷൻ, ഹോർട്ടിക്കൾച്ചർ, ഫിഷ് പ്രൊഡക്ഷൻ. ഓപ്പറേഷൻ ഫ്ലഡ് എന്ന് പറയുന്നത് എന്തുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ്? ആർക്ക് പറയാൻ പറ്റും? ആർക്ക് പറയാൻ പറ്റും? ആര് പറയും? അറിയാവുന്നവർ കൈ വീശി കാണിച്ച്. ആരാണ്? മിഥുൻ. മിഥുൻ ചക്രവർത്തിയാണോ? വെറും മിഥുനാണോ? യെസ്. ഗുഡ് ഈവനിങ് മോനെ. ഇതിൽ ഏതാണ്? മിൽക്ക് പ്രൊഡക്ഷൻ ആണ്. അപ്പൊ ചിലപ്പോ മിൽക്കിന് പകരം ഈ ഓപ്ഷൻ ഇപ്പൊ മിൽക്ക്, വീറ്റ്, ഹോട്ട് ഇതൊക്കെ പറഞ്ഞു. ചിലപ്പോ അതിൽ തരാൻ പോണ വേറെ രീതിയിലായിരിക്കും. കാറ്റിൽസ്, അല്ലെങ്കിൽ ഫിഷസ്, അല്ലെങ്കിൽ പോൾട്രി ഫാം, ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ടായിരിക്കും. അപ്പൊ കാറ്റിലാണ് കേട്ടോ. അപ്പൊ മിൽക്ക് എന്നായിരിക്കും അപ്പോൾ ഓപ്ഷൻ വരിക, കാറ്റിൽ നിന്നായിരിക്കും. ഓക്കെ ആണെങ്കിൽ ഒന്ന് കൈവച്ച് കാണിച്ച്. ഇത് കന്നുകാലികളെ വർദ്ധിപ്പിക്കുക എന്നുള്ളതാണ് ഇതിന്റെ ഉദ്ദേശം കേട്ടോ. ഇനി നമ്മൾ ലാസ്റ്റ് ചാപ്റ്ററിലേക്ക് പോവുകയാണ്. ഇതുകൂടെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഇന്നത്തെ സെഷൻ ഞാൻ വൈൻഡ് അപ്പ് ചെയ്യാണ്. നമ്മൾ അധികം നേരം നിങ്ങളെ വലിച്ചിരുത്തി, കാരണം എക്സാം ആണ്, വലിച്ചു നീട്ടി ഇരുത്തുന്നില്ല. നാളെ ഉച്ചയ്ക്കാണ് എക്സാം. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഒരു കാര്യം ഉറപ്പ് ഞാൻ പറയാം, ഇന്ന് ഞാൻ നേരത്തെ വിടുന്നത്, നാളെ മോർണിംഗ് നിങ്ങളെല്ലാവരും ക്ലാസ് അറ്റൻഡ് ചെയ്യണം. സ്റ്റാറ്റിസ്റ്റിക്സ് ആണ്. എല്ലാ കാര്യങ്ങളും പറഞ്ഞു കഴിഞ്ഞിട്ടില്ല, ഒരുപാട് കാര്യങ്ങൾ ഇനിയും പറയാനുണ്ട് കേട്ടോ. ഡയഗ്രാംസോ ജീവൊന്നും പറഞ്ഞ സാറ് കഴിഞ്ഞിട്ടില്ലല്ലോ. അപ്പൊ അതൊക്കെ സാർ നാളെ ആയിരിക്കും പറയാം കേട്ടോ. നോക്കിയേ, ലാസ്റ്റ് ചാപ്റ്ററും കൂടെ പറയാണ് എംപ്ലോയ്മെന്റ്, ഗ്രോത്ത്, ഇൻഫോർമലൈസേഷൻ ആൻഡ് അതർ ഇഷ്യൂ. ഈ ലാസ്റ്റ് ചാപ്റ്റർ ആകുമ്പോൾ പിള്ളേർ ചോദിക്കും, ഇതിന് അത് കാര്യമായിട്ടൊന്നും പറ്റില്ല, വെറും തെറ്റിദ്ധാരണ കേട്ടാ. ഏറ്റവും കൂടുതൽ ചോദിക്കുന്ന രണ്ടാമത്തെ ചാപ്റ്റർ ഇതാണ്. ഈ ചാപ്റ്ററിൽ നിന്ന് നല്ല രീതിയിൽ ചോദ്യങ്ങൾ വരുന്നുണ്ട്. ഇതിൽ ഏറ്റവും കൂടുതൽ നോക്കേണ്ടത് വർക്കേഴ്സ് പോപ്പുലേഷൻ റേഷ്യോ. ഉറപ്പായിട്ടും ചോദിക്കും വർക്കേഴ്സ് പോപ്പുലേഷൻ റേഷ്യോ. വർക്കേഴ്സ് പോപ്പുലേഷൻ റേഷ്യോ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇറ്റ്സ് ദ റേഷ്യോ ഓഫ് വർക്കേഴ്സ് ടു ദ ടോട്ടൽ പോപ്പുലേഷൻ. അപ്പൊ ഇതിനൊരു പ്രത്യേകത ഉണ്ട്. രാജ്യത്ത് പണിയെടുക്കുന്നവരുടെ ഇത് ശതമാനം കണ്ടെത്തുന്ന ഏത് റേഷ്യോയിലൂടെയാണ്? പല റേഷ്യോകളും പറയും. ലിക്വിഡിറ്റി, സ്റ്റാറ്റ്യൂട്ടറി റേഷ്യോ, വർക്കേഴ്സ് പോപ്പുലേഷൻ റേഷ്യോ എന്നൊക്കെ പറഞ്ഞു തരും. വിമൺ റേഷ്യോ, അതിൽ വർക്കേഴ്സ് പോപ്പുലേഷൻ റേഷ്യോ ആണ് കേട്ടോ. അപ്പൊ അത് ചോദിക്കും. പിന്നെ ഇങ്ങനെ ഒരു ടേബിൾ എക്സാമിന് ഉറപ്പായിട്ടും തരും. ഇങ്ങനെ ഒരു ടേബിൾ തന്നിട്ട് വേറൊന്നും തരില്ല. ഈ ടേബിൾ ഒന്ന് വിവരിക്കാനേ പറയുള്ളൂ. ഇപ്പൊ ഇവിടത്തെ ഈ ടേബിള് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. ഇതിലാണുങ്ങൾ എത്രത്തോളം വരുന്നുണ്ട്? 5.4% ടോട്ടൽ വരുന്നത്. അത് ഗ്രാമീണ മേഖലകളിൽ 54.3%, നഗര അർബൻ മേഖലയിൽ 54.6%. വുമൻസ് ആണെങ്കിൽ 21.9% വരുന്നുള്ളൂ. ഗ്രാമീണ മേഖല റൂറൽ ഏരിയയിൽ 24.8%, അർബൻ ഏരിയയിൽ വളരെ താഴെയാണ്, 14.7% മാത്രമേ പണിയെടുക്കുന്നുള്ളൂ. പോപ്പുലേഷൻ വർക്കേഴ്സ് റേഷ്യോ ആണ്. ടോട്ടൽ എന്ന് പറയുന്ന രാജ്യത്ത് പണിയെടുക്കുന്നവർ 38%, അല്ലേ? ആര്? ഈ പറയുന്ന മൊത്തം ആൾക്കാർ. ഇനി റൂറൽ ഏരിയയിൽ പണിയെടുക്കുന്നത് 39%, അർബൻ ഏരിയയിൽ പണിയെടുക്കുന്നത് 35%. ഇതേ കാര്യമാണ് ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്ത് വെച്ചിരിക്കുന്നത്. ഓക്കെ, അറൌണ്ട് 39% ഓഫ് പോപ്പുലേഷൻസ് ആർ വർക്കേഴ്സ്. രാജ്യത്ത് 39%, അതായത് 38.6 എന്ന് പറഞ്ഞാൽ 39% ആൾക്കാരാണ് പണി എടുക്കുന്നവർ. ദ വർക്കേഴ്സ് പോപ്പുലേഷൻ റേഷ്യോ 40% ഇൻ റൂറൽ ഏരിയ. നോക്കിയാൽ ഗ്രാമീണ മേഖല 39.9, ദാറ്റ് മീൻസ് 40%. ഇങ്ങനെ ഈ സംഭവത്തെ ഒന്ന് വിശദീകരിച്ച് എഴുതിയാൽ മതി. ശരിയാണെങ്കിൽ ഒന്ന് കൈവച്ച് കാണിച്ചേ, ശരിയാണെങ്കിൽ. അപ്പൊ ഇത് എക്സാമിന് ചോദിക്കും മക്കളെ. ഞാൻ കാണിച്ചു തരാം. 2025 ഫൈനൽ എക്സാമിനാണോ മോഡൽ എക്സാമിനാണോ അറിയില്ല, ഇത് ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. 19ാമത്തെ ക്വസ്റ്റ്യൻ ആയിട്ടാണ് വന്നത്. ദ ഫോളോയിങ് ടേബിൾ ഷോ വർക്കേഴ്സ് പോപ്പുലേഷൻ റേഷ്യോ ഇൻ ഇന്ത്യ ഫോർ ദ ഇയർ 2017-2018. അനാലിസിസ് ഇറ്റ്. ഇതിനെ വിശദമാക്കാനാണ്. സെയിം സംഭവം അങ്ങനെ എഴുതി വെച്ചാൽ മതി. ഇത് വായിച്ചിട്ട്
വായിച്ച് അങ്ങനെ എഴുതി പോയിന്റ് ആയിട്ട് എഴുതി വയ്ക്കുക, അല്ലെങ്കിൽ ഒരു പാരഗ്രാഫ് പോലെ അങ്ങനെ എഴുതി വെച്ചാൽ മതി. പറ്റുമെങ്കിൽ ഒന്ന് കൈവീശി കാണിച്ച്, പറ്റുമെങ്കിൽ യെസ്. അപ്പോൾ ഏതോ ഒരുത്തൻ കൈവീശി കാണിക്കുന്നുണ്ട് സാറേ, എന്താണ് ആരാണ്? ആദിദേവ് ആദ്യം തന്നെ കൈവീശി കാണിച്ച് അല്ലേ? ഓക്കെ, ഏതാണ് ഇത്? എടാ ആൻസർ വേറെ പ്രത്യേകിച്ചൊന്നുമില്ല, ഞാൻ കാണിച്ചു തരാം, നീ വേണമെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്തോളൂ. ഇതാണ് അതിന്റെ ആൻസർ. ഇത് പക്ഷേ ഈ ടേബിളിന്റെ ആൻസർ ആണ്, മറ്റേ ടേബിളിന്റെ ആൻസർ നീ കണ്ടെത്തണം. ഇത് ഓൺ വേർഡ്സിൽ എഴുതേണ്ട സാധനമാണിത്, മനസ്സിലായില്ലേ? ഇത് തന്നെ നിങ്ങളൊരു കാര്യം ചെയ്താൽ മതി, ഇത് തന്നെ പെർസെൻറ്റേജ് ഒക്കെ മാറ്റിയൊക്കെ ഇട്ട് കഴിഞ്ഞാൽ എഴുതാൻ പറ്റും, നോ പ്രോബ്ലം കേട്ടോ. ഓക്കെ, അപ്പൊ അടുത്തത്, അപ്പൊ ഈ ഒരു ടേബിള് വളരെ ഇമ്പോർട്ടന്റ് ആണ് എന്ന് നിങ്ങൾ എന്ത് ചെയ്യുക, മനസ്സിലാക്കാം. ഓക്കെ, ഇനി അടുത്തത്, ഇത് ഏറ്റവും കൂടുതൽ എക്സാമിന് ചോദിച്ചിട്ടുള്ള ചോദ്യമാണ്. റീസൺ ഫോർ ദ ലോവർ വർക്ക് പാർട്ടിസിപ്പേഷൻ ഇൻ വുമൺ. അറിയാലോ, ഞാൻ ഇനി എപ്പോഴും പ്രത്യേകിച്ച് പറയണോ, ഏറ്റവും കൂടുതൽ ഞാൻ പറഞ്ഞിട്ടുള്ള കാര്യമാണ് എന്തുകൊണ്ട് സ്ത്രീകളുടെ ഇത് കുറയുന്നു. ഇല്ലിറ്ററസി ആണ്, അവര് വേണ്ടത്ര എഡ്യൂക്കേഷൻ അറ്റൈൻമെന്റ് ചെയ്തിട്ടില്ല സ്ത്രീകൾ ഇന്ത്യയിൽ. നമ്മൾ കേരളത്തിൽ നോക്കിയിട്ട് കാര്യമില്ല, ഇന്ത്യയിൽ പലയിടത്തും അത്രയില്ല. പിന്നെ മെനി മെൻ വാണ്ട് ദെയർ വൈഫ്സ് ആസ് ഹൗസ് വൈഫ്. മിക്ക ആണുങ്ങൾക്ക് ആവശ്യം സ്ത്രീകള് വീട്ടിൽ ജോലികൾ ചെയ്ത്, സ്ത്രീകളും പ്രിഫർ ചെയ്യുന്നതാണ്. പിന്നെ ഹൈ ഇൻകം കിട്ടുന്നത് അർബൻ ഏരിയയിലാണ്, സ്ത്രീകൾക്ക് അർബൻ ഏരിയയിലേക്കുള്ള ഓപ്പർച്യൂണിറ്റി വളരെ ഇന്ത്യയിൽ കുറവാണ്. അങ്ങനെയൊക്കെയുള്ള പല പ്രശ്നങ്ങളുണ്ട്. ഗ്രാമത്തിൻ്റെ നാട്ടുകാരുടെയും വീട്ടുകാരെയൊക്കെ തീരുമാനങ്ങളൊക്കെ നോക്കിയിട്ട് ഒരു സ്ത്രീക്ക് ഒരു ഗ്രാമം വിട്ട് നഗരത്തിലൊക്കെ ഒന്ന് ജോലി ചെയ്യാൻ പറ്റുള്ളൂ. അപ്പം അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. പിന്നെ അടുത്തത് ഈ ചാപ്റ്ററിലെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഭാഗമാണ് കാഷ്വലൈസേഷൻ. സെൽഫ് എംപ്ലോയിഡ്, കാഷ്വൽ വേജ് ലേബർ, റെഗുലർ സാലറിഡ്. ഇതിന്റെ അർത്ഥം, അതിന്റെ മീനിങ് മനസ്സിലാക്കി പഠിക്കണം മക്കളെ. കാരണം ഇതിന്റെ അത് ഒരിക്കലും ഡയറക്റ്റ് ചോദ്യം വരൂല, ഡയറക്റ്റ് ചോദ്യമല്ല. സെൽഫ് എംപ്ലോയിഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരാളൊന്ന് പറഞ്ഞു എനിക്കിപ്പോൾ അറിയണം. സെൽഫ് എംപ്ലോയിഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? എനിക്ക് മീനിങ്, നിങ്ങൾക്ക് ഇതിന്റെ മീനിങ് അറിയാം, മലയാളത്തിൽ പറഞ്ഞാൽ മതി. സെൽഫ് എംപ്ലോയിഡ് ആര് പറയും? യെസ്, ഒരാളൊന്ന്, ആകാശ് മോനെ പറഞ്ഞടാ. അത് തന്നെ, കാരണം എക്സാമിന് ചോദിക്കാൻ പോകുന്ന രാമു എന്ന് പറയുന്ന ആള് ഒരു പെട്രോൾ പമ്പിൽ ജോലിക്ക് നിൽക്കുകയാണ്. അവൻ അവിടെ നിന്നതുകൊണ്ടാണ് ജീവിക്കുന്നത്. അപ്പൊ അവൻ ചെയ്യുന്ന ജോലി എന്താണ്? ഇങ്ങനെയൊക്കെ ആയിരിക്കും എക്സാമിന് ചോദിക്കുക. അല്ലെങ്കിൽ അവന്റെ ജോലിയുടെ പ്രത്യേകത എന്ത്? അപ്പൊ നമ്മൾ മനസ്സിലാക്കണം, ദാറ്റ് ഈസ് റെഗുലർ സാലറിന്നോ അല്ലെങ്കിൽ ഏതാണ് അവന്റെ ജോലി എന്ന് മനസ്സിലാക്കിയിട്ട് അത് എങ്ങനെ എഴുതേണ്ടി വരും. മനസ്സിലായില്ലേ? അപ്പോ ഇത് ഈ രീതിയിലാണ് പഠിക്കുന്നത്. അപ്പൊ സെൽഫ് എംപ്ലോയിഡ് അങ്ങനെ. അപ്പൊ കാഷ്വൽ വേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാലോ, സെൽഫ് എംപ്ലോയിഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മളൊരു കട നടത്തുന്നു, നമുക്ക് ജീവിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ തന്നെ ഒരു ബിസിനസ് കണ്ടെത്തി, നമ്മൾ തന്നെ ആ കട നടത്തി, നമ്മൾ ആ കട നോക്കി നടത്തി പോകുന്നു. ദാറ്റ് ഈസ് കോൾഡ് സെൽഫ് എംപ്ലോയിഡ്. കാഷ്വൽ വേജ് ലേബർ ആണെങ്കിൽ എന്താണ് അതിനർത്ഥം? കാഷ്വൽ വേജ് ലേബർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കടകളില്ല, സ്വന്തമായിട്ട് ബിസിനസ് ഇല്ല, ഒന്നുമില്ല. നമ്മൾ ആരെങ്കിലും പണിക്ക് വിളിക്കുന്നു, ആ പണിക്ക് വലിയ ഉറപ്പൊന്നുമില്ല. ഇന്ന് പണിയുണ്ടെങ്കിൽ ഇന്നുണ്ട്, നാളെ ഇല്ലെങ്കിൽ നാളില്ല. കൃഷിത്തൊഴില്, റെയിൽവേ പോർട്ടർ ജോലി, കൺസ്ട്രക്ഷൻ വർക്ക്, ഇതൊക്കെ ഇങ്ങനത്തെ ഇതിലാണ് പെടുന്നത്. പിന്നെ മറ്റൊന്നാണ് റെഗുലർ സാലറീഡ് എംപ്ലോയി എന്ന് പറയുന്നത്. റെഗുലർ സാലറീഡ് എംപ്ലോയി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മക്കളെ, അതിൻ്റെ അകത്തുള്ളൊരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജോലി സെക്യൂർഡ് ആയിരിക്കും, നമുക്ക് മാസാമാസം ശമ്പളം കിട്ടുള്ളൂ, പെട്ടെന്നൊന്നും നമ്മൾ ജോലിയിൽ നിന്ന് ഇറക്കി വിടാനൊന്നും പറ്റുമൊന്നുമില്ല. ബാങ്ക് ഉദ്യോഗസ്ഥനും ടീച്ചേഴ്സും അവിടെയാണ്. നിങ്ങൾ ഇതിൻ്റെ എക്സാമ്പിൾസ് ശരിക്കും നോക്കി വെച്ചോളാം. കാരണം എക്സാമ്പിൾസിനെ ബേസ് ചെയ്തായിരിക്കും എന്ത് ചെയ്യുന്നത്, ചോദ്യങ്ങൾ വരുന്നത്. പിന്നെ ഇതിൻ്റെ അകത്ത് നിങ്ങൾ നോക്കേണ്ടത് ഡിസ്ട്രിബ്യൂഷൻ ഓഫ് വർക്ക് ഫോഴ്സ് ഇൻ അർബൻ റൂറൽ ഏരിയ എന്നൊക്കെ പറയുന്നത് ഇതേപോലെ ടേബിളൊക്കെ തരും. ഇപ്പം ഞാൻ നെക്സ്റ്റ് ഇതേപോലെ ടേബിളൊക്കെ തരും, അത് എക്സ്പ്ലെയിൻ ചെയ്യാനേ പറയുള്ളൂ. പിന്നെ ഈ പ്രൈമറി സെക്ടർ, സെക്കൻഡറി സെക്ടർ, ടെറിഷറി സെക്ടർ വായിച്ചു പോയാൽ മതി. അതിനകത്തൊന്നും വലിയ കഥയൊന്നുമില്ല. എംപ്ലോയ്മെന്റ് ഇൻ ഫേംസ് ആൻഡ് ഫാക്ടറീസും നിങ്ങൾ എന്ത് ചെയ്താൽ മതി, വായിച്ചു പോയാൽ മതി. അവിടെയും ഇതേപോലെ ഒരു ടേബിൾ തന്നിട്ട്, നെക്സ്റ്റ് ടേബിൾ തന്നിട്ട് ആ ടേബിൾ അനലൈസ് ചെയ്യാനാണ് പറയുക. പക്ഷെ അടുത്ത സാധനം ഇത് നെക്സ്റ്റ് ടേബിൾ, ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. ജോബ് ലെസ് ഗ്രോത്ത്, അത് എന്താണ് എന്നുള്ളത് ഒന്ന് വിശദീകരിക്കാനായിട്ട് പറയാറുണ്ട്. പിന്നെ ചേഞ്ചിങ് എംപ്ലോയ്മെന്റ് സെക്ടർ വായിച്ചു പോവുക, അവിടെ കാര്യമായിട്ടുള്ള ഒരു ചോദ്യത്തിന് സ്കോപ്പ് ഇല്ല. പിന്നെ നെക്സ്റ്റ് ലാസ്റ്റ് ഭാഗത്തേക്ക് നമ്മൾ വരികയാണെങ്കിൽ ഇൻഫോർമലൈസേഷൻ ഓഫ് ഇന്ത്യൻ വർക്കേഴ്സ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. ഇന്ത്യയിൽ തൊഴിലാളികൾ ഇൻഫോർമലൈസ്ഡ് ആയി പോകുന്നു. There are different kinds of employment workers in unorganized sectors receive the very low incomes. Those working in the organized receive the salaries, other benefits and pensions in other leaves. അതായത് ഇന്ത്യയിൽ പല തരത്തിലുള്ള ജോലികളുണ്ട്. ഒരു വർക്കേഴ്സ് എന്ന് പറയുന്ന അൺഓർഗനൈസ്ഡ് സെക്ടറിൽ വളരെ കുറഞ്ഞ വരുമാനത്തിലാണ് ജീവിക്കുന്നത്. If the economic and social conditions of the peoples are improved, more workers should move to the organized sectors and unorganized sector. അതായത് നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, നമ്മളുടെ സാമ്പത്തിക രംഗം മെച്ചപ്പെടുന്നതോട് ഒരുപാട് പേർക്ക് അൺഓർഗനൈസ്ഡ് സെക്ടറിൽ നിന്ന് ഓർഗനൈസ്ഡ് സെക്ടറിലേക്ക് എത്താൻ പറ്റും അല്ലേ? പക്ഷെ ഇവിടെ നടക്കുന്നില്ല.
only 28 million of the formal sector in this only around the 7% of the total. 28 മില്യൺ ആൾക്കാർ ഇന്ത്യയിൽ ഓർഗനൈസ്ഡ് സെക്ടറിലാണ്. പക്ഷെ അത് ഇന്ത്യയുടെ മൊത്തം പണിയെടുക്കുന്നവരുടെ പെർസെൻറ്റേജിൽ വെറും 7% മാത്രമേ വരുന്നുള്ളൂ. ബാക്കി 97% ആൾക്കാരും അല്ലാത്ത 93% ആൾക്കാർ അല്ലാത്ത ടൈപ്പ് ജോലിയാണ് ചെയ്യുന്നതെന്ന് മനസ്സിലാക്കുക. അപ്പൊ അതിന് ഗവൺമെന്റ് എന്തെല്ലാം കാര്യങ്ങൾ, ഇതാണ് മെയിൻ. ഇൻഫോർമലൈസേഷൻ അല്ല, അപ്ലിഫ്റ്റ്മെന്റ് ഓഫ് വർക്കേഴ്സ് അൺഓർഗനൈസ്ഡ് സെക്ടർ ആണ്. എന്തൊക്കെ കാര്യങ്ങളാണ് ഗവൺമെന്റിന് ചെയ്യാനായിട്ട് പറ്റുന്നത് എന്നുള്ളതാണ്. ഗവൺമെന്റൽ ഇന്റർവെൻഷൻ ആൻഡ് റിഫോംസ് ആർ ദ നെസസറി ടു ഇംപ്രൂവ് ദ കണ്ടീഷൻ. ഇത് 5 മാർക്കിന് ചോദിച്ചൊരു ചോദ്യം കേട്ടോ. 5 മാർക്കിനാണ് എക്സാമിന് എന്ത് ചെയ്തത്, ഇത് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇത് നിങ്ങൾ പഠിക്കണം. അപ്ലിഫ്റ്റ്മെന്റ് ഓഫ് വർക്കേഴ്സ് അൺഓർഗനൈസ്ഡ് സെക്ടർ വളരെ ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ അവിടെ ഇന്റർനാഷണൽ ഓർഗനൈസേഷൻസ് എന്ന് പറയുന്നത് ILO, ഇന്റർനാഷണൽ ലേബർ ഓർഗനൈസേഷൻ എന്ന് പറയുന്നത് ലേ ഡൗൺ ദ നോംസ് ടു മിനിമം വേജസ്, ഗുഡ് വർക്കിംഗ് കണ്ടീഷൻ ആൻഡ് പ്രിവെൻഷൻ ഓഫ് ചൈൽഡ് ലേബർ. അതായത് ഏറ്റവും കുറഞ്ഞ ശമ്പളം എത്രയാണ്, വർക്കിംഗ് കണ്ടീഷൻ എങ്ങനെയായിരിക്കും എന്നൊക്കെ ഇന്റർനാഷണൽ ലെവലിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്. സെൻട്രൽ ആൻഡ് സ്റ്റേറ്റ് ഗവൺമെന്റ്സ് ഹാവ് ഇനീഷ്യേറ്റ് ദ മെഷേഴ്സ് ടു പ്രൊവൈഡ് സോഷ്യൽ സെക്യൂരിറ്റി ഇൻ സം ഇൻഫോർമൽ ആൻഡ് സോഷ്യൽ വർക്കേഴ്സ് ഇൻ ദ വാല്യുബിൾ സെക്ടർ. ഇവിടെ നിങ്ങൾ തെറ്റിദ്ധരിക്കപ്പെടാനുള്ള സാധ്യത ഞാൻ പറഞ്ഞുതരാം. അതായത് നമ്മുടെ പോവർട്ടി എന്ന് പറയുന്ന ചാപ്റ്ററിലെ അതും ഇതും തമ്മിൽ കണക്റ്റഡ് ആയിട്ട് ഒരു രീതിയിൽ ഒരു ക്വസ്റ്റ്യൻ വരാറുണ്ട്. അതായത് അപ്ലിഫ്റ്റ്മെന്റ് ഓഫ് അൺഓർഗനൈസ്ഡ് സെക്ടർ എന്ന് പറയില്ലേ. അപ്പോൾ തൊഴിൽ മേഖലയുടെ വളർച്ചയ്ക്ക് വേണ്ടിയിട്ട് നമ്മുടെ ഗവൺമെന്റ് എന്തൊക്കെ ചെയ്യുന്നുണ്ട്, അതിലൊരു 2 കാര്യങ്ങൾ സജസ്റ്റ് ചെയ്യാൻ പറയും. അപ്പൊ നമ്മൾ പൊതുവെ എന്താണെന്ന് പറയുക ചെയ്യുക, ഈ കാര്യങ്ങൾ എഴുതി വയ്ക്കും. എന്നിട്ട് നമ്മുടെ സെൽഫ് എംപ്ലോയിഡ് സ്കീം എന്നുണ്ടല്ലേ പോവർട്ടിയിലുള്ള, അതിലെ 2 പ്രോജക്റ്റും അങ്ങനെ എഴുതി വയ്ക്കും. മനസ്സിലായില്ലേ? അപ്പൊ പൊതുവെ അങ്ങനെ നിങ്ങൾ ഇതിൽ വരാറുണ്ട്. അങ്ങനെ എഴുതിയില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഇനി ഈ ചാപ്റ്ററിൽ നിന്ന് ഉറപ്പിച്ച് പറയുന്ന മറ്റൊരു ചോദ്യമാണ് ടൈപ്സ് ഓഫ് അൺഎംപ്ലോയ്മെന്റ്. ഇത് നിങ്ങൾ ഇവിടെ അതിൻ്റെ അകത്ത് ഇത് കാണാപ്പടം പഠിക്കുന്നതിലുള്ള കാര്യം ഇത് കാരണം ഇവിടെയും എന്താ പറയുക ഇൻഡയറക്റ്റ് ആയിട്ടുള്ള ചോദ്യങ്ങളാണ് ഇവിടെ വരുന്നത്. ഞാനിപ്പോൾ ഇവിടെ ഇതിന്റെ എക്സ്പ്ലനേഷൻ പറയാൻ ഉദ്ദേശിക്കുന്നില്ല. നിങ്ങൾ ഇതിന്റെ 4 എക്സ്പ്ലനേഷൻ എനിക്കൊന്ന് പറഞ്ഞു തന്നെ, ഞാൻ 2 ചോദ്യങ്ങൾ ചോദിക്കാനേ ഉദ്ദേശിക്കുന്നുള്ളൂ. ആര് പറയും? എന്താണ് ഓപ്പൺ അൺഎംപ്ലോയ്മെന്റ്, എന്താണ് ഡിസ്ഗൈസ്ഡ് അൺഎംപ്ലോയ്മെന്റ്, എന്താണ് സീസണൽ അൺഎംപ്ലോയ്മെന്റ്, എന്താണ് സ്ട്രക്ചറൽ അൺഎംപ്ലോയ്മെന്റ്? ദുർഗ. യെസ്, രണ്ടാമത്തെ. അതായത് അവിടെ ചിലപ്പോൾ 500 പേർക്ക് ചെയ്യാനുള്ള ജോലി ഉണ്ടാവുള്ളൂ, പക്ഷെ അവിടെ എന്താണ് 1000 പേര് വന്ന് പണിയെടുക്കണ്ടാവും. അതായത് അപ്പൊ 500 പേർക്ക് കൊടുക്കേണ്ട ശമ്പളം വീതിച്ച് 1000 പേർക്ക് കൊടുക്കുന്നു. അപ്പൊ പകുതി കാശ് ഒരാൾക്ക് കിട്ടുള്ളൂ. ഒരാൾക്ക് ഇപ്പൊ ഞാനും ദുർഗയും ഷോൺ സാറും കൂടെ ഒരിടത്ത് പണിക്ക് കൂടും. ശരിക്കും എനിക്ക് ഒരാൾക്ക് ചെയ്യാനുള്ള പണി അവിടെ ഉള്ളൂ, കൃഷി ചെയ്യാനവിടെ ഉള്ളൂ. പക്ഷെ നിങ്ങൾ 2 പേരും കൂടെ പോകുന്നേക്കാണ്. അപ്പൊ 1000 രൂപയാണ് അന്ന് പണിക്കാശ് എനിക്ക് കിട്ടേണ്ടത്. പക്ഷെ നിങ്ങളും കൂടെ വന്നപ്പോ എന്ത് ചെയ്തു, എനിക്ക് 333 രൂപ, ഷോൺ സാറിന് 333 രൂപ, ദുർഗയ്ക്ക് 333 രൂപ, അങ്ങനെ തന്നു. അതാണ് ഇവിടുത്തെ പ്രശ്നം കേട്ടോ. യെസ്, വെരി ഗുഡ്. ഇനി അടുത്തത് എന്താണ്? അതെ 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 അപ്പൊ ഞാനിതൊന്ന് വേഗം ഒന്ന് ഓടിച്ചു പറയാം, എന്നിട്ട് ഇതിനകത്ത് ചോദ്യങ്ങളും കൂടെ ഞാൻ അങ്ങോട്ട് പറഞ്ഞേക്കാം. എന്താണ് ഓപ്പൺ? ഇഫ് എ പേഴ്സൺ ഈസ് പാർട്ടിസിപ്പേറ്റഡ് വർക്ക് ആൻഡ് വർക്ക് ഈസ് നോട്ട് അവൈലബിൾ, അതാണ് ഓപ്പൺ അൺഎംപ്ലോയ്മെന്റ്. എന്താണ് ഡിസ്ഗൈസ്ഡ് അൺഎംപ്ലോയ്മെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ there is a peculiar kind of unemployment this exists in the agriculture sector. കാർഷിക മേഖലയിൽ നിലനിൽക്കുന്ന ഒരു തരം അൺഎംപ്ലോയ്മെന്റ് ആണിത്. സീസണൽ അൺഎംപ്ലോയ്മെന്റ് എന്ന് പറഞ്ഞാൽ അഗ്രികൾച്ചർ ഈസ് എ സീസണൽ ഒക്യുപ്പേഷൻ. അതായത് കൃഷി എന്ന് പറയുന്ന ഒരു സീസണൽ ഒക്യുപ്പേഷൻ ആണ്. ഇറ്റ് ക്യാൻ പ്രൊവൈഡ് ജോബ് ഓൺലി ഡ്യൂറിംഗ് ദ ബിസി ഓൺ ദ സോവിംഗ് പീരീഡ് ഓർ ദ ഹാർവസ്റ്റിംഗ് പീരീഡ്. കൊയ്ത്ത് കാലത്തും വിതയ്ക്കുന്ന കാലത്തും മാത്രമേ ഇത് പണി വരുന്നുള്ളൂ. സ്ട്രക്ചറൽ അൺഎംപ്ലോയ്മെന്റോ സ്ട്രക്ചറൽ ഒക്കർ ചേഞ്ചസ് ഇൻ ദ ടെക്നോളജി, സാങ്കേതിക വിദ്യ വരുമ്പോൾ സംഭവിക്കുന്ന ഒരു സംഭവമാണ് ഇത്. ഓക്കെ, അപ്പൊ ഇത് നിങ്ങൾ ശരിക്കും നോക്കുക. അതിന്റെ നെക്സ്റ്റ് സാറേ അടുത്ത്. ഓക്കെ, ഇവിടെ ഒരു ചോദ്യം നോക്കിയേ. when a person is willing to work but work is not available it is called ഏതാണ്
ഒന്നാമതാണോ? ഡിസ്ഗസ്ഡ് ആണോ? സീസണൽ ആണോ? യെസ്, മൂന്നാമത്തതാണ് ഓപ്പൺ അൺഎംപ്ലോയ്മെന്റ് ആണ്. അടുത്ത ഒരു ക്വസ്റ്റ്യൻ നോക്കിയേ. ഡിസ്ഗൈസ്ഡ് അൺഎംപ്ലോയ്മെന്റ് ഈസ് മെയിൻലി ഫൗണ്ട് ഇൻ ദ ഇൻഡസ്ട്രിയൽ സെക്ടർ, സർവീസ് സെക്ടർ, അഗ്രികൾച്ചർ സെക്ടർ, IT സെക്ടർ. ഏത് മേഖലയിലാണ് ഡിസ്ഗൈസ്ഡ് ഇത് കാണുന്നത്? യെസ്, ദാറ്റ് ഈസ് അഗ്രികൾച്ചർ സെക്ടർ. യെസ്, അതും പിടികിട്ടി. ഇനി അടുത്തൊരു ചോദ്യം നോക്കിയേ. അഗ്രികൾച്ചർ പ്രൊവൈഡ് എംപ്ലോയ്മെന്റ് മെയിൻലി ഡ്യൂറിങ് the whole year, only harvesting season, sowing and harvesting season, rainy season only. ഏതാണ്? അതും മൂന്നാമത്തെ തന്നെയാണ്. ഓക്കെ, ഇനി ഒരു ചോദ്യം വന്നിരിക്കുന്നു നോക്കിയേ. രവി owns a small grocery shop and manages it with the help of his family. He earned income from the profit of the shop. Which category of worker does Ravi belong to? അതിനർത്ഥം എന്താണ്? രവി എന്ന് പറയുന്ന ഒരു പലചരക്കട നടത്തുന്ന ഒരാളാണ്. അതുകൊണ്ടാണ് രവിയുടെ കുടുംബം കടന്നു പോകുന്നത്. ഇതിൽ നിന്ന് കിട്ടുന്ന ലാഭം കൊണ്ടാണ് അവർ ജീവിക്കുന്നത്. അപ്പൊ രവിയുടെ ജോലി എന്ന് പറയുന്നത് ഏത് ടൈപ്പാണ്? കാഷ്വൽ വേജ് ലേബർ, റെഗുലർ സാലറീഡ് എംപ്ലോയി, സെൽഫ് എംപ്ലോയിഡ് വർക്കർ, കോൺട്രാക്ട് വർക്കർ. ഇതിൽ ഏതാണ്? ആര് പറയും? ചന്ദ്രിക, ഏതാണ് മോനെ ഇതിൻ്റെ അകത്ത് രവി ചെയ്യുന്ന ജോലി? കാഷ്വൽ വേജ് ലേബർ ആണോ? മൂന്നാമത്തെ ആണോ? ഏതാണ്? മൂന്നാമത്തെയാണ്, സെൽഫ് എംപ്ലോയിഡ് ആണ്. നേരെ മറിച്ച് രവി ഒരു പലചരക്കടയിൽ ജോലിക്കാരനായിട്ടാണ് പോയിരുന്നെങ്കിൽ ദാറ്റ് ഈസ് കാഷ്വൽ വേജ്. കാരണം എന്താണ്? അവിടെ പഞ്ചസാര പൊഞ്ഞു കൊടുക്കലും കെട്ടലൊക്കെ ആണെങ്കിൽ കാഷ്വൽ വേജ്. മനസ്സിലായില്ലേ? അപ്പൊ ഇത് അങ്ങനെ വേണം നിങ്ങൾ മനസ്സിലാക്കാനായിട്ട് കേട്ടോ. അപ്പൊ ഇത്രയാണ് ഈ ചാപ്റ്ററിൽ നിങ്ങൾ എന്ത് ചെയ്യേണ്ടത്, കവർ ചെയ്യേണ്ടത്. അപ്പൊ സാറ് 3, 4, 5, 6, 7 ചാപ്റ്റർ ആണ് പറഞ്ഞേക്കുന്നത്. ഒന്നാമത്തെ ചാപ്റ്ററിൽ നിന്ന് അങ്ങനെ കാര്യമായിട്ട് വരില്ല, കാരണം ക്രിസ്മസ് എക്സാം ആയിരുന്നാലും ചിലപ്പോൾ കൊറോണൊക്കെ കയറി വന്നേക്കാം. റെയിൽവേയുടെ ഗുണങ്ങൾ എന്തൊക്കെയായിരുന്നോ, അല്ലെങ്കിൽ അങ്ങനെയൊക്കെ എന്തെങ്കിലുമൊക്കെ വേണമെങ്കിൽ വന്നേക്കാം. രണ്ടാമത്തെ ചാപ്റ്ററിൽ നിന്ന് ഉറപ്പാണ് കാർവേ കമ്മിറ്റി അല്ലെങ്കിൽ ഗ്രീൻ റെവല്യൂഷൻ അല്ലെങ്കിൽ സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രി ചോദ്യം വരാറുണ്ട്. ബാക്കി ഈ ചോദ്യങ്ങൾ നിങ്ങൾ എന്ത് ചെയ്യുക, നോക്കിയേക്കുക. പിന്നെ നിങ്ങളോട് പറയാനുള്ള കുറച്ച് കാര്യങ്ങൾ സാർ ഒന്ന് പറഞ്ഞോട്ടെ. ഒന്ന്, നാളെ ഉച്ചയ്ക്കാണുള്ള എക്സാം. അപ്പം നിങ്ങൾ പോകുമ്പോൾ 2-3 കാര്യങ്ങൾ ശ്രദ്ധിക്കണം. ഒന്ന്, നിങ്ങൾ എന്തോരം ഉച്ചവരെ നിങ്ങൾക്ക് പഠിക്കാൻ പറ്റുമോ അത്രയും കാര്യങ്ങൾ നോക്കിയിട്ട് നിങ്ങൾ പോവുക. സ്കൂളിൽ ചെന്നിട്ട് കുറച്ച് നേരത്തെയൊക്കെ ചെന്നിട്ട് പല കുട്ടികൾക്കുള്ളൊരു പരിപാടിയാണ് ഇങ്ങനെ ഇങ്ങനെ കൂട്ടുകാരൊക്കെ ആയിട്ട് ഇങ്ങനെ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കും. ആ സമയത്തായിരിക്കും കൂട്ടുകാരുടെ ഓരോ പോയിന്റുകൾ എടുത്തിടുക. എടി നീ ആ മറ്റേ എസ്സേ നോക്കിയാ, ഏത് ആ എഡ്യൂക്കേഷൻ, അയ്യോ ഞാൻ നോക്കിയിട്ടില്ല, എൻ്റെ മോളെ അത് വരും, അയ്യോ പിന്നെ അങ്ങോട്ട് ശിവന് ഏത് ജില്ല, കണ്ണും കണ്ണൂടെ അല്ലേ. അപ്പൊ അങ്ങനത്തെ ഒരു പരിപാടി ഉണ്ട്, അത് വേണ്ട. കാരണം നമ്മളത് നോക്കിയിട്ടില്ല, ഇനി നമ്മൾ ഇരുന്നത് നോക്കിയതുകൊണ്ട് നമുക്കത് കിട്ടാനും പോകുന്നില്ല. ഉള്ളതും കൂടെ നമ്മുടെ എന്ത് ചെയ്യും, പോകുന്നുള്ളതാണ്. രണ്ടാമത്തെ കേസ് ഭയങ്കര വിശ്വാസികളാണ്. ഇപ്പൊ പേനയൊക്കെ പൂജിച്ചിട്ടൊക്കെ ആയിരിക്കും എന്ത് ചെയ്യുക, കൊണ്ടുപോവുക. അവിടെ വെച്ച് തുറന്നിട്ട് അല്ലേ, ഇങ്ങനെയൊക്കെയാണ് പേന ഇങ്ങനെ എടുക്കും അല്ലെ, ഇങ്ങനെ എടുത്തിട്ട് അങ്ങോട്ട് തുടങ്ങുമ്പോൾ തെളിയണില്ല അല്ലെ. അപ്പൊ ഇത് ആദ്യം തെളിയോ എന്ന് നോക്കണം. പിന്നെ അവിടെ ഇട്ട് കുത്തി വരച്ചിട്ട് തെളിയുന്നില്ല, അടുത്ത പേന നോക്കി അതും, പിന്നെ അപ്പുറത്തിരിക്കുന്നവൻ്റെ തട്ടിപ്പറിച്ചെഴുതുക, പിന്നെ അവന്റെ കരച്ചിൽ കാണാം, എന്ത് കാര്യങ്ങളൊക്കെയാണ്. അപ്പൊ നമ്മള് അത്തരം കാര്യങ്ങളിലേക്ക് പോവാതിരിക്കുക. മൂന്നാമത്തെ കേസ് ഇൻസ്ട്രുമെന്റ് ബോക്സ്. അതെന്തിനാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ ആവശ്യം വരും, ഒരു ഡയഗ്രം ഒക്കെ വരയ്ക്കാനോ ചെയ്യാനോ എന്തെങ്കിലുമൊക്കെ കാര്യത്തിന് ഈ സാധനം വന്നേക്കാം. കാൽക്കുലേറ്റർ, കാര്യം എക്കണോമിക്സ് ആണ്, തിയറി പേപ്പർ ആണ്, പക്ഷെ അതിനകത്ത് സ്റ്റാറ്റിസ്റ്റിക്സ് എന്ന് പറഞ്ഞ സാധനം വരുന്നുണ്ട്. അപ്പൊ അതിന്റെ മൊത്തമൊക്കെ ടോട്ടലൊക്കെ ചെയ്യണമെങ്കിൽ ചിലപ്പോൾ കാൽക്കുലേറ്റർ വേണ്ടി വരും. മൊത്തത്തിൽ നിന്നൊക്കെ കൂട്ടുക കുറയ്ക്കാൻ ഇതൊക്കെ കാണാന്നൊക്കെ പറഞ്ഞാൽ ഇത്തിരി ബുദ്ധിമുട്ടുള്ള കേസാണ്. അപ്പൊ കാൽക്കുലേറ്റർ കയ്യിൽ എന്ത് ചെയ്തേക്കാം, വെച്ചേക്കാം. പിന്നെ നിങ്ങളായതുകൊണ്ട് ഞാൻ പ്രത്യേകം പറയുന്നൊരു കേസാണ്, ഇതിനകത്ത് MCQ ക്വസ്റ്റ്യൻ അടക്കം വരുന്നൊരു കാര്യം ആയതുകൊണ്ടാണ്, കൂൾ ഓഫ് ടൈം കൂളായിട്ട് തന്നെ ഉപയോഗിക്കണം. കാരണം കൂൾ ഓഫ് ടൈമിൽ ഇങ്ങനെ പേപ്പറിൽ ആദ്യത്തെ ഇതെന്ന് പറഞ്ഞാൽ MCQ ആണല്ലോ, ഓപ്ഷൻ ആണല്ലോ. ഈ തിരിഞ്ഞും മറിഞ്ഞ് നോക്കിയിട്ട് ഇങ്ങനെയൊക്കെ ചോദിക്കും കൂട്ടുകാരോട്. ഇത് ആദ്യം തന്നെ ടീച്ചർ നോക്കും. കാരണം നിങ്ങളുടെ ഈ ടൈമിലാണ് ടീച്ചേഴ്സ് നിങ്ങളെ വാച്ച് ചെയ്യുന്നത്. ആ ടീച്ചറുടെ ശ്രദ്ധയിൽ നിങ്ങൾ പെട്ടാൽ പിന്നെ എക്സാം കഴിയുന്നത് വരെ ആ ടീച്ചറിൻ്റെ നിങ്ങൾ നോക്കിക്കൊണ്ടേയിരിക്കും. നിങ്ങൾക്ക് പിന്നെ ഒരു പ്രൈവസി അവിടെ കിട്ടൂല. അപ്പൊ അതാണ് ചെയ്യേണ്ട ഒരു കാര്യം. പിന്നെ വേറൊരു കാര്യമുണ്ട്, ഇത് നോക്കിയിരിക്കുകയല്ല വേണ്ടത്. കിഡിലൻ സാധനങ്ങൾ 6 മാർക്കിന്റെ 8 മാർക്കിന്റെ സാധനങ്ങൾ അപ്പുറത്ത് കിടക്കുകയാണ്. മനസ്സിലായില്ലേ? നല്ല കോൺഫിഡൻ്റ് ഉള്ളത് ആദ്യം എഴുതി വെക്കണം. ഇത് ലാസ്റ്റ് ആണെങ്കിൽ നമുക്ക് വേഗം എഴുതാം, തെറ്റില്ലെങ്കിൽ ലാസ്റ്റ് എഴുതി വെച്ച് പോവാം. ഗ്രീൻ റെവല്യൂഷൻ പൈഡാക്കണം എന്നൊക്കെ പറഞ്ഞിങ്ങനെ വേഗം സാധനം B-C എന്നൊക്കെ പറഞ്ഞ് എഴുതി വെച്ചാൽ അവിടെ മാർക്ക് കിട്ടും, 1/2 മാർക്കെങ്കിലും കിട്ടും ചിലപ്പോൾ. അവസാനം എല്ലാം കൂടെ കിട്ടും ടോട്ടലൊക്കെ ചെയ്യുമ്പോൾ. ഇതിന് വേണ്ടിയിട്ട് ചില പിള്ളേർ ഇരിക്കും, ആദ്യത്തെ കിട്ടി, ഓ യെസ്, രണ്ടാമത്തെ കിട്ടി, മൂന്നാമത്തെ കിട്ടിയിട്ടില്ല, എവിടെ അവിടെ 8 മാർക്കിന്റെ സാധനം കിടക്കുമ്പോൾ ഇവിടെ 3-ാമത്തെ കിട്ടിയിട്ടില്ല എന്ന് പറഞ്ഞിട്ട് 1 മാർക്കിന്റെ ഇങ്ങനെ ഇരിക്കുന്നത്.
അപ്പൊ അങ്ങനത്തെ പരിപാടി ചെയ്യരുത്. അടുത്തടുത്ത് ഞാനൊക്കെ എൻ്റെയൊക്കെ ഒരു നേച്ചർ എന്ന് വെച്ചാൽ എന്താ മാർക്കിനോട് ആർത്തിയോട് ഞാനൊക്കെ ഏറ്റവും വലിയ ക്വസ്റ്റ്യൻ ഏറ്റവും ആദ്യം ചോദിക്കുക. എൻ്റെ ഡിഗ്രിക്കും MCOM-നൊക്കെ ഞാൻ ചെയ്ത പരിപാടിയാണ്. ഏറ്റവും ഏറ്റവും അവസാനത്തെ 10 മാർക്കിന്റെ ചോദ്യം കൊടുത്ത് ഏറ്റവും ആദ്യം ചോദിക്കും. എന്നിട്ട് ഞാൻ കാരണം അവസാനത്തേക്ക് 1 മാർക്കിൻ്റെ അല്ലേ വേഗം അവസാനം ഇങ്ങനെ. പിന്നെ നമുക്ക് ടൈം കിട്ടും. നമ്മൾ 10 മാർക്കിന്റെ എക്സാം 10 മിനിറ്റ് കൊണ്ട് എഴുതി തീർക്കുന്നവരാണ്. നമുക്ക് ഈ 80 മാർക്കിന്റെ എക്സാം ആണെങ്കിൽ പോലും 2 ചില്ലോ മണിക്കൂർ കിട്ടുന്ന ലാവിഷാണ്. അപ്പൊ അതുകൊണ്ട് ഈ പേപ്പർ അവസാനം കൊടുക്കുന്നതിന് മുമ്പ് നിങ്ങൾ ഒന്ന് വായിച്ചു നോക്കുക, എന്തൊക്കെയാണ് എഴുതി വെച്ചത്. നിങ്ങളൊരു ടീച്ചറായിട്ട് നിങ്ങളൊന്ന് ക്രിട്ടിസൈസ് ചെയ്യുന്ന രീതിയിൽ വായിച്ചു നോക്കുക. അപ്പോഴേക്കും പലയിടത്തും നമ്പർ ഇട്ടിട്ടില്ല, ചിലയിടത്ത് സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഒക്കെ കാണുന്നത്. അപ്പോൾ അതൊക്കെ ഒന്ന് ക്ലിയർ ചെയ്തിട്ട് പേപ്പർ മടക്കി അവിടെ വെക്കുക. ടീച്ചേഴ്സിന് കൊടുക്കുന്ന സമയത്ത് കൊടുക്കുക. കൂളായിട്ട് ഇറങ്ങി വരാം. ഇറങ്ങി വന്നിട്ട് ഉള്ള പരിപാടിയില്ലേ, എടാ ആ 3ാമത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസർ ഏതായിരുന്നു ഇത്, അയ്യോ എൻ്റെ ഇത് തെറ്റി, എന്നിട്ട് ഇതും പറഞ്ഞ് ടെൻഷൻ അടിക്കുക. കഴിഞ്ഞത് കഴിഞ്ഞ് ഇനി ഓടിപ്പോയിട്ട് ടീച്ചറുടെ അടുത്ത് പോയി തിരുത്താൻ പറ്റില്ല. അപ്പൊ നമ്മളത് മനസ്സിലാത് ഇപ്പൊ നമ്മൾ ഡിസ്കസ് ചെയ്തുള്ള പ്രശ്നം വരാൻ പോകുന്ന അടുത്ത എക്സാമിനെ അത് ബാധിക്കും. നമ്മൾ ഇനി വരാൻ പോകുന്ന ക്രിസ്മസ് സെലിബ്രേഷനെ കുറിച്ച് ചിന്തിച്ചാൽ മതി. നമ്മൾ ഈ സംഭവം ചില ബോയ്സ് ഉണ്ട്, അതാണ് അതിലും വലിയ ഡേഞ്ചർ. ഇത് കഴിയുമ്പോൾ അങ്ങനെ അത് കഴിഞ്ഞ് കടലാസ് കയറി യെസ് ആഹ്ലാദിക്കും അല്ലെ, അങ്ങനെയും ചെയ്യരുത്. അത് മടക്കി വെച്ചേക്കണം, നമുക്ക് ആവശ്യം വരും കേട്ടോ. അപ്പൊ അങ്ങനെ നിങ്ങൾ എഴുതുക, പരമാവധി മാർക്കിലേക്ക് എത്തുക, ശ്രമിക്കുക. നിങ്ങളുടെ കഴിവിൻ്റെ ബാക്കിയൊക്കെ കിട്ടും, വന്നോളും കേട്ടോ. നിങ്ങൾ ഭയങ്കരമായിട്ട് ചില കുട്ടികൾക്ക് ഭയങ്കരമായിട്ടൊക്കെ ഇന്നാളെ ദിവസം ഒരു കൊച്ചു പാലത്തിന്റെ മുകളിൽ നിന്നൊക്കെ എടുത്ത് ചാടി എന്നൊക്കെ പറയുന്നുണ്ട്, +1 പഠിക്കും. എന്ത് കാര്യം കിടക്കണം. അപ്പൊ അതിൻ്റെ ഒന്നും ആവശ്യമൊന്നുമില്ല, അറിയാവുന്ന പോലെ എഴുതുക, മാർക്കൊക്കെ വന്നോളും. മനസ്സിലായില്ലേ? ഇപ്പൊ എല്ലാവരും എന്താ പറയാ ഒരേ ലെവലിൽ എല്ലാവരെയും കാണരുത്. നിങ്ങൾ ഓരോരുത്തർക്കും ഓരോ ഇതാണ്. അപ്പൊ നിങ്ങളുടെ കഴിവ് നിങ്ങൾ മാക്സിമം എന്ത് ചെയ്യുക, ഉപയോഗിക്കുക. നിങ്ങളുടെ കൂട്ടുകാരി നിങ്ങളെക്കാൾ കൂടുതൽ എഴുതിക്കോട്ടി സന്തോഷം, നോ പ്രോബ്ലം. അവൾ കൂടുതൽ മാർക്ക് വാങ്ങിച്ചു, അതിനിപ്പോൾ എന്താ കുഴപ്പം? മനസ്സിലായില്ലേ? അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ കഴിവിൻ്റെ മാക്സിമം എന്ത് ചെയ്യുക, ട്രൈ ചെയ്യുക, ആ മാർക്ക് വാങ്ങിക്കാനായിട്ട് ശ്രമിക്കുക. അതിൻ്റെ പേര് ഉഴപ്പരുത് എന്നാണ് ഉദ്ദേശിക്കുന്നത്. മനസ്സിലായി? ഉഴപ്പരുത്. നിങ്ങൾ മാക്സിമം നിങ്ങൾ ട്രൈ ചെയ്യുക. ഉച്ചവരെ ടൈമുണ്ട് നാളെ കേട്ടോ. ഇന്നിപ്പോൾ ഉറക്കൊഴിക്കാനൊന്നും നിൽക്കരുത്, ഭക്ഷണം കഴിക്കുക, സാധാരണ ഉറങ്ങുന്ന ടൈമിൽ തന്നെ ഉറങ്ങുക. നേരത്തെയും കയറി കിടക്കണ്ട, വൈകിയും കയറി കിടക്കണ്ട കേട്ടോ. കുറച്ച് നേരമൊക്കെ നോക്കി ഉറങ്ങുക, കൃത്യസമയത്ത് എഴുന്നേക്കുക. നേരത്തെ ഒക്കെ ഒന്ന് എഴുന്നേറ്റ് ഒന്ന് വൃത്തിക്കൊക്കെ ഒന്ന് എഴുന്നേറ്റ് രാവിലത്തെ ക്ലാസ്സൊക്കെ അറ്റൻഡൊക്കെ ചെയ്ത് അതിനുശേഷം കുളിയൊക്കെ കഴിഞ്ഞ് നല്ല വൃത്തിയായിട്ട് കുറച്ച് നേരം കൂടെ ഒക്കെ ഇരുന്ന് നോക്കിയിട്ട് സ്കൂളിലേക്കൊക്കെ പോകാൻ സെറ്റപ്പ് ആവുക കേട്ടോ. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഞാൻ പറഞ്ഞില്ലെങ്കിൽ ശരിയാവില്ല. അപ്പോൾ ഇത്രയാണ് എനിക്ക് പറയാനായിട്ടുള്ളത്. അപ്പോൾ മക്കളെ എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ്. നമ്മുടെ കോമേഴ്സ് ടീമിൻ്റെ പേരില്ലേ ആദ്യം പറഞ്ഞോട്ടെ, ഞാൻ രജീഷ് സാറ്, അരുൺ സാറ്, പൂജ മിസ്, മിത മിസ്, പിന്നെ നമ്മുടെ സ്വന്തം ഷോൺ സാറ്, അങ്ങനെ ഞങ്ങളുടെ എല്ലാവരുടെയും ഒരു അനുഗ്രഹം നിങ്ങൾക്കുണ്ട്. പിന്നെ നിങ്ങളെ വാച്ച് ചെയ്യുന്ന ഒരുപാട് ടീച്ചേഴ്സ് ഇവിടെ ഉണ്ട്, അധ്യാപകരുണ്ട്, അവരൊക്കെ നിങ്ങളെ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. അവർ പിന്നെ നിങ്ങളുടെ കാര്യങ്ങളൊക്കെ നോക്കുന്ന നിങ്ങളുടെ സ്വന്തം ഷാഡോ ടീച്ചേഴ്സ് പഠിക്കുന്നുണ്ട്, ആ കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് എന്നൊക്കെ നിങ്ങൾ മാർക്കൊക്കെ അയച്ചൊക്കെ കൊടുക്കുന്ന നിങ്ങളുടെ ഷാഡോ ടീച്ചേഴ്സ്. പിന്നെ നമ്മുടെ ഈ സ്ഥാപനത്തിന് ഞങ്ങളുടെ എല്ലാവരുടെയും പ്രിയപ്പെട്ട നമ്മുടെ ഈ സ്ഥാപനത്തിന് അക്കാഡമിക് ഡയറക്ടറായിട്ടുള്ള വിൻമോൾ ടീച്ചർ, സ്ഥാപനത്തിൻ്റെ മാനേജിങ് ഡയറക്ടറായിട്ടുള്ള മനോജ് സാറ്, ഞങ്ങൾ പിന്നെ സ്നേഹത്തോടെ ഞങ്ങൾ വിളിക്കാറുള്ള ഞങ്ങൾ അപ്പു സാർ എന്ന് വിളിക്കാറുള്ള നമ്മുടെ മാധവ് ടീച്ചറിൻ്റെ സാറിൻ്റെ മകനായിട്ടുള്ള മാധവ് സാർ, എല്ലാവരുടെ പേരിലും നിങ്ങൾക്കൊരു ഓൾ ദ ബെസ്റ്റ് പറയണം മക്കളെ. എല്ലാവരുടെയും പ്രാർത്ഥന നിങ്ങളുടെ ഒപ്പമുണ്ട്. ടെൻഷനൊന്നും അടിക്കണ്ട, കൂളായിട്ട് പോയിട്ട് എഴുതുക. ജയപരാജയങ്ങൾ നമ്മൾ നിശ്ചയിക്കേണ്ട, നമ്മൾ കഷ്ടപ്പെടുക, റിസൾട്ട് വന്നോളൂ കേട്ടോ. ഓക്കെ, അത്രേ ഉള്ളൂ മക്കളെ. അപ്പോൾ ഞാൻ വൈൻഡപ്പ് ചെയ്യാണ്. നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. അപ്പോൾ എല്ലാവർക്കും ടാറ്റാ. ആകാശ് ഡൗട്ടാണോ?